യെസ്, നമ്മൾ മാരത്തോൺ റിവിഷന്റെ തേർഡ് ഡേയിലേക്ക് വരാണ്. ഫസ്റ്റ് ഡേയിൽ നമ്മൾ ഫുൾ ടോപ്പിക്സ് ഒക്കെ ഒന്ന് റിവൈസ് ചെയ്തു. സെക്കൻഡ് ഡേ, അതായത് ഇന്നലെ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തു. മാർച്ച് ജൂൺ 25 ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തു. ഇനി തൊട്ട് മുൻപത്തെ ക്വസ്റ്റ്യൻ പേപ്പർ സെപ്റ്റംബർ ഡിസംബർ 24 ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിനകത്ത് രണ്ട് സെക്ഷൻസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഗ്ലോബൽ സ്കാൻ കമ്പനി എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ആണ്. ആ ക്വസ്റ്റ്യനിൽ കണക്ട് ചെയ്ത് വരുന്ന ടോപ്പിക്സ് നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് ഒരു പ്രോഫിറ്റ് സ്റ്റേറ്റ്മെന്റ്, അതിന്റെ പ്രിപ്പറേഷൻ, പിന്നെ ഷട്ട് ഡൗൺ ഡിസിഷനുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതിന്റെ റിക്വയർഡ് ബീം അങ്ങനെ തന്നെ ഷട്ട് ഡൗൺ ഡിസിഷൻ ആണ്. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഒരു പ്രോഫിറ്റ് സ്റ്റേറ്റ്മെന്റിന്റെ പ്രിപ്പറേഷൻ പിന്നെ ഷട്ട് ഡൗൺ ഡിസിഷൻ അതിന്റെ കാര്യങ്ങളാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഉള്ളത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ യെറ്റ്ഗോ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ, അതിന്റെ റിക്വയർഡിൽ വരുന്നത് പെർഫോമൻസ് മെഷർമെന്റ് ഉണ്ട്, ഡിവിഷണൽ പെർഫോമൻസ് മെഷർമെന്റ് ഉണ്ട്, പിന്നെ ROI കാൽക്കുലേഷൻ, അതിന്റെ ഇഷ്യൂസ്, അതുപോലെ ROI റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പം രണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഷട്ട് ഡൗൺ ഡിസിഷൻ പ്രോഫിറ്റ് സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ വരുന്നത് ഡിവിഷണൽ പെർഫോമൻസ് മെഷർമെന്റും അതുപോലെ ROI കാൽക്കുലേഷൻ. ഇങ്ങനത്തെ കാര്യങ്ങളാണ് സെക്കൻഡ് ക്വസ്റ്റ്യനിൽ വരുന്നത്. നമ്മൾ രണ്ടും ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പ്ലസ് നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് പ്ലസ് ഒരു ഫൈനൽ എക്സാം ടിപ്സ് എന്താണ്, അല്ലെങ്കിൽ എക്സാം അപ്രോച്ച് എങ്ങനെയായിരിക്കണം എന്നുള്ളതും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. ഗ്ലോബൽ സ്കാൻ കമ്പനി എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ. ആദ്യം തന്നെ അതിന്റെ റിക്വയർഡ് വായിക്കുന്നു, ഡീറ്റെയിൽഡ് ആയിട്ട് വായിക്കുന്നു. റിക്വയർഡ് ഇങ്ങനെയാണ്. ഫസ്റ്റ് റിക്വയർഡ്: complete the statement provided for the company for the year ending 31st December 2002, showing the revenue and cost for each clinic in as much detail as possible. Recommend which clinics, if any, should be shut down at the end of 2002. 14 മാർക്സിന്റെ ക്വസ്റ്റ്യൻ. അപ്പം തന്നിരിക്കുന്ന ഒരു ഫോർമാറ്റിൽ നമ്മുടെ അവിടുത്തെ പ്രോഫിറ്റ് സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യണം, റവന്യൂസും കോസ്റ്റും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യണം. എത്രത്തോളം ഡീറ്റെയിൽഡ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും അത്രയും ഡീറ്റെയിൽ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. അതുപോലെ ഏതെങ്കിലും ഡിവിഷൻ ഷട്ട് ഡൗൺ ചെയ്യണോ എന്നുള്ളതും പറയണം. അപ്പോൾ ഓൾറെഡി അതിനകത്തൊരു ഫോർമാറ്റ് ഉണ്ട്. അപ്പോൾ 3 സെഗ്മെന്റ് ആയിട്ട് തന്നിട്ടുണ്ട്, 3 പ്രൊഡക്ട്സ് ആയിട്ട് അല്ലെങ്കിൽ 3 ഡിവിഷൻ പോലെ തന്നിട്ടുണ്ട്. അതിൽ നിന്ന് വരുന്ന റവന്യൂ, അതിലെ എക്സ്പെൻസുകൾ. അപ്പം റവന്യൂവിൽ തന്നെ കുറേ ഐറ്റംസ് നമുക്ക് അവിടെ കൊണ്ടുവരാൻ പറ്റും, എക്സ്പെൻസിലും കുറേ എമൗണ്ട്സ് കൊണ്ടുവരാം, കോൺട്രിബ്യൂഷൻ, പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ്. ഇങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഈ ഒരു സ്ട്രക്ചറിലാണ്, ഈ ഒരു ഫോർമാറ്റിലാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. പിന്നെ ഇതിന് പുറമെ ഏതെങ്കിലും ക്ലിനിക്ക് ഷട്ട് ഡൗൺ ചെയ്യണോ, അതായത് ഏതെങ്കിലും ഡിവിഷൻ വേർത്ത് അല്ല, നമുക്ക് ലോസ് മേക്കിംഗ് ആണെങ്കിൽ നമുക്കത് ഷട്ട് ഡൗൺ ചെയ്യാം, അങ്ങനത്തെ ഒരു റെക്കമെൻഡേഷനും കൊടുക്കണം. സെക്കൻഡ് റിക്വയർഡ്: ഡിസ്കസ് എനി other additional factors which company should consider before deciding to shut down any of the 3 clinics at the end of 2002. നമ്മൾ ഏതെങ്കിലും ക്ലിനിക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിവിഷൻ ഷട്ട് ഡൗൺ ചെയ്യുന്നതിന് മുമ്പ് കൺസിഡർ ചെയ്യേണ്ട അതർ ഫാക്ടേഴ്സ്, ആ റിക്വയർമെന്റ് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. പലപ്പോഴും ഇങ്ങനത്തെ റിക്വയർമെന്റ് വരുമ്പം സ്റ്റുഡൻസ് അതിന് ഇന്റർപ്രറ്റ് ചെയ്യുന്നത് അവിടുത്തെ ഇഷ്യൂസോ അല്ലെങ്കിൽ അതിന്റെ ഡ്രോബാക്സ് എന്നുള്ള രീതിയിലാണ് പലപ്പോഴും സ്റ്റുഡൻസ് ആൻസർ ചെയ്യുന്നത്. അവിടെ റിക്വയർമെന്റിൽ വളരെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു, ഡിസ്കസ് എനി അതർ അഡീഷണൽ ഫാക്ടേഴ്സ് ദാറ്റ് കമ്പനി ഷുഡ് കൺസിഡർ. കമ്പനി കൺസിഡർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലാതെ ഷട്ട് ഡൗൺ ചെയ്യണോ ഷട്ട് ഡൗൺ ചെയ്യണ്ടേ, അല്ലെങ്കിൽ ഷട്ട് ഡൗൺ ചെയ്താലുള്ള ഇഷ്യൂസ് ഒന്നും അല്ല അവർ ചോദിച്ചിരിക്കുന്നത്. എന്തൊക്കെ അഡീഷണൽ കാര്യങ്ങൾ നിങ്ങൾ റിക്വയർഡ് എയിൽ കൺസിഡർ ചെയ്യുന്നതിന് പുറമെ, റിക്വയർഡ് എയിൽ എന്തൊക്കെ ഫാക്ടേഴ്സ് എടുത്തിട്ടുണ്ടോ അതിന് പുറമെ എന്തൊക്കെ അഡീഷണൽ കാര്യങ്ങൾ നോക്കണം ഒരു ഷട്ട് ഡൗൺ ഡിസിഷൻ എടുക്കുന്ന സമയത്ത്. അത് സ്പെസിഫിക്കലി ഈ സിറ്റുവേഷനുമായി കണക്ട് ചെയ്ത് എഴുതണം. അങ്ങനെ 2 റിക്വയർമെന്റേ ഉള്ളൂ. ക്വസ്റ്റ്യൻ ഡീറ്റെയിൽ ആയിട്ട് വായിക്കാം. ഓൾറെഡി ഞാൻ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഗ്രൂപ്പിൽ അയച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇൻ കേസ് ഇപ്പം നിങ്ങൾ റെക്കോർഡിങ്സ് ഒക്കെ കാണുന്ന സമയത്താണെങ്കിൽ, ഈ ക്വസ്റ്റ്യൻ ചെയ്യാത്ത ഒരാളാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ഒന്ന് ട്രൈ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, ഈ ബാക്കി വീഡിയോസ് കണ്ടാൽ മതി. ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇപ്പോൾ ഗ്ലോബൽ സ്കാൻ കമ്പനി എന്ന് പറയുന്നത് അൾട്രാ ഒരുപാട് മെഡിക്കൽ സർവീസസ് കൊടുക്കുന്ന അല്ലെങ്കിൽ സ്കാനിങ് ചെയ്യുന്ന കമ്പനിയാണ്. അവിടെ പല ടൈപ്പ് സ്കാനിങ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ ഓരോ സ്കാനും ചെയ്യാനായിട്ട് സോണോഗ്രാഫർ എന്ന് പറയുന്ന എംപ്ലോയീസ് അല്ലെങ്കിൽ അങ്ങനെ ഒരാളെയാണ് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. അവരാണ് ഈ സ്കാനിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പം ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്ന കമ്പനി എന്താണ്, എന്തൊക്കെ സർവീസസ് ഉണ്ട്, സ്കാനിങ് സർവീസസ് ഉണ്ട്, പല ടൈപ്പ് സ്കാനിങ് കൊടുക്കുന്നുണ്ട്, അതുപോലെ സോണോഗ്രാഫറാണ് അതിനകത്ത് ഇൻവോൾവ് ചെയ്യുന്നത്. ഈ കാര്യങ്ങളാണ് ഫസ്റ്റ് പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത്. സെക്കൻഡ് പാരഗ്രാഫ് നോക്കാം. സെക്കൻഡ് പാരഗ്രാഫ് പറയുന്നത് കമ്പനി ഇൻ ടോട്ടൽ 20 ക്ലിനിക്സ് ഉണ്ട്. ഇൻ ടോട്ടൽ 20 ക്ലിനിക്സ് ഉണ്ട്. അതിൽ 3 ക്ലിനിക്സിന്റെ ഡീറ്റെയിൽസ് ആണ് ഡീറ്റെയിൽ ആയിട്ട് തരുന്നത്, ഡാർബി, ലീക്ക്, നോട്ട് എന്ന് പറയുന്നത്. ദെൻ
ഇത് മൂന്നും ഒരു 30 മൈൽ റേഡിയസിലാണുള്ളത്. അതായത് അടുത്തടുത്താണ് ഈ 3 ക്ലിനിക്കുകളും ഉള്ളത്. കമ്പനിയുടെ പുതിയ ഒരു സിഇഒനെ നമ്മൾ അപ്പോയിന്റ് ചെയ്തു. അപ്പം ഈ 3 ക്ലിനിക്കുകളും വളരെ അടുത്തായതുകൊണ്ട് ഇത് മൂന്നും ഒരേ സമയം ഓപ്പറേറ്റ് ചെയ്യേണ്ട, ഏതെങ്കിലും ഒന്ന് ഷട്ട് ഡൗൺ ചെയ്യാം എന്നൊരു സജഷൻ സിഇഒയുടെ ഭാഗത്ത് നിന്ന് വന്നു. ഇനി നമുക്ക് പ്രീവിയസ് ഇയർ, അതായത് 2001 ആക്ച്വൽ ഡാറ്റ നമുക്ക് തന്നിരിക്കുകയാണ്, 3 ഡിവിഷന്റെയും പ്രീവിയസ് ഇയറിലെ ആക്ച്വൽ ഡാറ്റ. ഇപ്പോൾ ആദ്യത്തെ 2 പാരഗ്രാഫ് വായിക്കുമ്പോൾ എന്തൊക്കെ കാര്യം മനസ്സിലായി. നമ്മൾ സ്കാനിങ് സർവീസ് ആണ് കൊടുക്കുന്നത്, കുറേ ക്ലിനിക്കുകൾ നമുക്കുണ്ട്. അതിൽ 3 ക്ലിനിക്കുകൾ അല്ലെങ്കിൽ 3 ഡിവിഷൻസ് ആയിട്ട് ഡാറ്റ തന്നു. ഇത് മൂന്നും അടുത്തായതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒന്ന് ഷട്ട് ഡൗൺ ചെയ്താലോ എന്നൊരു സജഷൻ വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ 3 ഡിവിഷൻസിന്റെയും പ്രീവിയസ് ഇയറിലെ ഡാറ്റ തരുന്നു. അപ്പം സ്കാനിങ് സർവീസ് ആയതുകൊണ്ട് ആദ്യം തന്നെ നമ്പർ ഓഫ് സ്കാൻസ് ഈച്ച് ഇയർ അതിലൊരു നോട്ടും പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്പർ ഓഫ് സ്കാൻസ് നോക്കുന്ന സമയത്ത് 3 ഡിവിഷനിലും ഏതൊക്കെ ടൈപ്പ് സ്കാനിങ് ഉണ്ട്, പ്രഗ്നൻസി, മെൻസ് ഹെൽത്ത്, വിമൻസ് ഹെൽത്ത്, അങ്ങനെ 3 കാറ്റഗറി ആയിട്ട് സ്കാനിങ് പോകുന്നുണ്ട്. അത് 3 ഡിവിഷനിലും സെപ്പറേറ്റ്ലി അതുണ്ട് എത്ര നമ്പർ ഓഫ് സ്കാൻസ് ആണ് പ്രീവിയസ് ഇയറിൽ ഉണ്ടായിരുന്നത്. ഓക്കെ, ആ നോട്ടിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? നോട്ട് നമ്പർ 1 പറയുന്നത് ആദ്യത്തെ 2 ഡിവിഷൻസ് ഡാർബിയും ലീക്കും സെയിം പ്രൈസ് ആണ് ചാർജ് ചെയ്യുന്നത്. 160 പ്രഗ്നൻസി സ്കാൻ, 200 മെൻസ് ഹെൽത്ത്, 280 വിമൻസ് ഹെൽത്ത്. അങ്ങനെ ആദ്യത്തെ 2 ഡിവിഷൻസും ഒരേ പ്രൈസ് ആണ് ചാർജ് ചെയ്യുന്നത്. ബട്ട് നോട്ട് ക്ലിനിക്ക് 10% കൂടുതൽ ചാർജ് ചെയ്യുന്നുണ്ട്. അതായത് ഡാർബിയും ലീക്കും ചാർജ് ചെയ്യുന്നതിനേക്കാളും 10% കൂടുതൽ എമൗണ്ട് അവർ ചാർജ് ചെയ്യുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് ഇയറിലേക്ക് വരുമ്പം നമ്പർ ഓഫ് സ്കാൻസ് 20% റെഡ്യൂസ് ആവും എന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. എവിടെയൊക്കെ? ഡാർബിയിലും ലീക്കിലും. ആദ്യത്തെ 2 ഡിപ്പാർട്ട്മെന്റ്സിൽ 20% റിഡക്ഷൻ സംഭവിക്കും. പക്ഷെ നോട്ടിലേക്ക് വരുമ്പം 30% ഇൻക്രീസ് ഉണ്ടാവും. അപ്പം നമ്പർ ഓഫ് സ്കാൻസ് പ്രീവിയസ് ഇയറിൽ തന്നു. നെക്സ്റ്റ് ഇയറിലേക്ക് വരുമ്പോൾ ചേഞ്ച് 20% ഡിക്രീസ് ചെയ്യാം, അല്ലെങ്കിൽ 30% ഇൻക്രീസ് ചെയ്യാം. ആ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി പിന്നെ തന്നിരിക്കുന്ന നമ്പർ ഓഫ് സ്റ്റാഫ്സ് ആണ്. അപ്പം ഓരോ ഡിവിഷനിലും 3 ടൈപ്പ് എംപ്ലോയീസ് അല്ലെങ്കിൽ 3 കാറ്റഗറി ആയിട്ട് തന്നിട്ടുണ്ട്. ജൂനിയർ സോണോഗ്രാഫേഴ്സ് ഉണ്ട്, സീനിയർ ഉണ്ട്, അതർ സ്റ്റാഫ് ഉണ്ട്. അതിന്റെ നോട്ടിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? പ്രീവിയസ് ഇയറിന്റെ എൻഡിൽ നമുക്ക് മനസ്സിലായി ജൂനിയർ സോണോഗ്രാഫേഴ്സിന്റെ സാലറി $32,000 ആണ്. സീനിയേഴ്സിന്റെ സാലറി $44,000 ആണ്. ഇത് പെർ ആനം ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, അത് അങ്ങനത്തെ എമൗണ്ട്സ് ഒക്കെ വായിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ചിലപ്പോൾ മന്ത്ലി തരാം, ആനുവലി തരാം. അപ്പോൾ സോണോഗ്രാഫേഴ്സിന്റെ സാലറി തന്നിരിക്കുന്നത് പെർ ആനം ബേസിസിലാണ്. പിന്നെ പറഞ്ഞിരിക്കുന്നത് ആവറേജ് സാലറി ഓഫ് ദി അതർ സ്റ്റാഫിന്റെ സാലറി അത് 18,000 പെർ ആനം ഉണ്ട്. ഇതിന് പുറമെ, സാലറിക്ക് പുറമെ നമ്മുടെ കമ്പനി എംപ്ലോയീസിന്റെ സാലറിയുടെ 13% ഗവൺമെന്റിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യണം. അപ്പം ഇപ്പൊ സാലറി 10,000 ആണെങ്കിൽ അതിന് പുറമെ ഒരു 1,300 അല്ലെങ്കിൽ അതിന്റെ 13% കൂടെ നമ്മൾ എക്സ്ട്രാ കോൺട്രിബ്യൂട്ട് ചെയ്യണം, ഗവൺമെന്റിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യണം. പിന്നെ എല്ലാ എംപ്ലോയീസിനും നമ്മൾ ടാക്സ് പിടിച്ചിട്ടുള്ള എമൗണ്ട് ആയിരിക്കും എന്ത് ചെയ്യുക, കൊടുക്കുന്നുണ്ടാവുക. അപ്പം അതിന്റെ ലോജിക്ക് ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഒരു എംപ്ലോയിക്ക് പൈസ കൊടുക്കുന്നു, എംപ്ലോയിക്ക് കിട്ടുന്ന എമൗണ്ടിന്റെ മേലെ എംപ്ലോയി ടാക്സ് അടയ്ക്കണം. അതിന് പകരം എംപ്ലോയർ തന്നെ ആ ടാക്സ് പിടിച്ചിട്ട് ആ ടാക്സ് എംപ്ലോയിക്ക് കൊടുക്കുന്നതിന് പകരം നേരെ ഗവൺമെന്റിലേക്ക് എംപ്ലോയർ തന്നെ അടയ്ക്കുന്നു. അത്രേ ഉള്ളൂ. പിന്നെ നെക്സ്റ്റ് ഇയറിലേക്ക് വരുമ്പം സാലറി കാര്യങ്ങളൊക്കെ, സോറി, നമ്പർ ഓഫ് സ്റ്റാഫ് സെയിം തന്നെ ആയിരിക്കും എന്നാണ് പറയുന്നത്. 2001 അതേ നമ്പർ ഓഫ് സ്റ്റാഫ്സ് ആയിരിക്കും 2002 നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അതിൽ ലാസ്റ്റ് സെന്റൻസിൽ പറയുന്നത് എല്ലാ എംപ്ലോയീസിനും ഒരു 5% പേ റൈസ് കിട്ടുന്നുണ്ട്. നെക്സ്റ്റ് ഇയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു 5% ഇൻക്രിമെന്റ് അവരുടെ സാലറിയിൽ വരുന്നുണ്ട്. അപ്പം എംപ്ലോയീസിന്റെ എണ്ണം മാറുന്നില്ല, അവരുടെ സാലറി പ്രീവിയസ് ഇയറിൽ തന്നു, നെക്സ്റ്റ് ഇയറിലേക്ക് വരുമ്പോൾ അതിൽ 5% ഹൈക്ക് ഉണ്ട്. ദെൻ ഒരു ഡൗട്ട് ഇതിനിടയിൽ വന്നത്, സോ ഫ്ലാറ്റ് റേറ്റ് 30%ന് റെലവൻസ് ഇല്ലേ? അതായത് ആ 30% എന്ന് പറയുന്നത് കമ്പനിയുടെ പെർസ്പെക്റ്റീവിൽ എടുത്താൽ, അതായത് സെക്കൻഡ് പോയിന്റിൽ 30% ടാക്സിന്റെ കാര്യം എംപ്ലോയറുടെ പേഴ്സ്പെക്റ്റീവ്, അതായത് നമ്മുടെ കമ്പനിയുടെ പേഴ്സ്പെക്റ്റീവ് എടുത്താൽ, കമ്പനി ഇപ്പം സാലറി കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചേക്കണം, ഡൗട്ട് ചോദിച്ചാൽ ഡീറ്റെയിൽ ആയിട്ട് പറയാണ്. സാലറി കൊടുക്കുന്ന സമയത്ത് ഇപ്പം ഫോർ എക്സാമ്പിൾ 1 lakh ആണ് സാലറി എന്ന് വിചാരിക്കുക. 1 lakh എംപ്ലോയിക്ക് കൊടുത്തിട്ട് എംപ്ലോയി 1 lakh കിട്ടിയ എംപ്ലോയി അതിന്റെ 30%, ഫോർ എക്സാമ്പിൾ 30 ആണെന്ന് വിചാരിക്കുക ടാക്സിന്റെ പെർസെന്റേജ്. അപ്പൊ അതിലെ 30,000 ഗവൺമെന്റിലേക്ക് അടക്കണം. അപ്പം എംപ്ലോയർ 1 lakh എംപ്ലോയിക്ക് കൊടുക്കുന്നു, എംപ്ലോയി അതിൽ നിന്ന് 30,000 എടുത്ത് ഗവൺമെന്റിലേക്ക് അടയ്ക്കുന്നു. ഇതാണ് ഒരു ഓപ്ഷൻ. പക്ഷെ നമ്മൾ ചെയ്യുന്നത് പലപ്പോഴും എല്ലാ കൺട്രിയിലും ചെയ്യുന്നത് എംപ്ലോയർ ആ ടാക്സ് അടയ്ക്കേണ്ട ടാക്സ് കട്ട് ചെയ്തിട്ടുള്ള എമൗണ്ട് മാത്രം എംപ്ലോയിക്ക് കൊടുത്താൽ മതി. എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ എംപ്ലോയിക്ക് 1 lakh കൊടുക്കുന്നതിന് പകരം 30% അല്ലെങ്കിൽ 30,000 ടാക്സ് ഡിഡക്ട് ചെയ്തിട്ട് 1 lakhന് 30 ഡിഡക്ട് ചെയ്തിട്ട് 70 മാത്രമായിരിക്കും എംപ്ലോയിക്ക് കൊടുക്കുക.
ബാക്കി 30 എംപ്ലോയിയുടെ പേരിൽ ഞാൻ എന്ത് ചെയ്യണം, ഗവൺമെന്റിലേക്ക് അടക്കുകയായിരിക്കും ചെയ്യുന്നുണ്ടാവാം. അപ്പൊ എന്നെ സംബന്ധിച്ച്, ഞാൻ മീൻസ് എംപ്ലോയറെ സംബന്ധിച്ച് 1 lakh തന്നെയാണ് അയാൾക്ക് ഉണ്ടാവുന്ന എക്സ്പെൻസ്. എംപ്ലോയർക്ക് ഉണ്ടാവുന്ന, കമ്പനിക്ക് ഉണ്ടാവുന്ന എക്സ്പെൻസിൽ ഡിഫറൻസ് ഒന്നുമില്ല. ഡയറക്ട്ലി എംപ്ലോയിക്ക് 1 lakh കൊടുക്കുന്നതിന് പകരം നമ്മൾ 70 എംപ്ലോയിക്കും 30 ഗവൺമെന്റിലേക്ക് നേരിട്ട് നമ്മൾ അടയ്ക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആ 30% കേസാണ് ഞാൻ പറയുന്നത്. 30% കേസാണ് പറഞ്ഞത്. അതിന് വലിയ റെലവൻസ് ഉണ്ടാവില്ല. അതേസമയം 13% പറഞ്ഞിരിക്കുന്നത് എന്താണ്, എംപ്ലോയിക്ക് പൈസ സാലറി കൊടുക്കുന്നതിന് പുറമെ പിന്നൊരു 13% അഡീഷണൽ കോൺട്രിബ്യൂഷൻ നമ്മൾ ഗവൺമെന്റിലേക്ക് കൊടുക്കണം. അത് നമുക്ക് എക്സ്ട്രാ വരുന്ന കോസ്റ്റ് ആണ്. ക്ലിയർ അല്ലേ? അത് കൺഫ്യൂഷൻ ഉണ്ടോ? അടുത്ത കോസ്റ്റ് വരുന്നത്, അടുത്ത ഡീറ്റെയിൽസ് പറഞ്ഞിരിക്കുന്നത് നമ്പർ ഓഫ് അൾട്രാസൗണ്ട് മെഷീൻസ് ആണ്. ഓരോ ഡിവിഷനിലും എത്ര മെഷീൻസ് ഉണ്ട്. അപ്പം അതിന്റെ നോട്ടിൽ പറയുന്ന നോട്ട് നമ്പർ 3, നമ്മുടെ കയ്യിലിരിക്കുന്ന അല്ലെങ്കിൽ എല്ലാ ഡിവിഷൻസിനെയും കയ്യിലിരിക്കുന്ന മെഷീൻസ് 5 year ലീസിലാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പം ലീസ് പേയ്മെന്റ്സ് വരുന്നത് മന്ത്ലി $1,000, മന്ത്ലി ആണ്, $1,000 ആണ് മന്ത്ലി വരുന്നത്. പിന്നെ നോട്ടിലാണെങ്കിൽ ഡാർബിയിലും ലീക്കിലും $1,000, നോട്ടിലേക്ക് വരുമ്പോൾ $1,500 ലീസ് പേയ്മെന്റ് മന്ത്ലി വരുന്നത്. ഇനി കമ്പനി ഈ ലീസ് എഗ്രിമെന്റ് എക്സിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് സബ്സ്റ്റാൻഷ്യൽ പെനാൽറ്റി പേ ചെയ്യണം. ആ പെനാൽറ്റിയുടെ എമൗണ്ട് എത്രയാണെന്ന് ക്വസ്റ്റനിൽ പറഞ്ഞിട്ടില്ല. അതായത് 5 year ലീസാണ്, അപ്പം എത്ര വർഷമായി നമുക്കറിയില്ല. 5 year ലീസാണ്. അപ്പം നമ്മൾ എങ്ങാനും ആ ലീസ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ സപ്ലയർക്ക് പെനാൽറ്റി കൊടുക്കണം. ആ പെനാൽറ്റി എത്രയാണ് എന്ന് പറഞ്ഞിട്ടില്ല. ആ എമൗണ്ട് എത്രയാണെന്ന് നമുക്ക് അറിയില്ല. പക്ഷെ ലീസ് പേയ്മെന്റ് പോകുന്ന മന്തിൽ ഇത്രയാണ്, അത് നമുക്കറിയാം. ദെൻ അടുത്തത് അതർ കോസ്റ്റ് പെർ മന്ത്. മന്ത്ലി ബേസിലാണ് അതർ കോസ്റ്റ് വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പം ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോയിന്റ്സ്, സാലറി ഒക്കെ അവർ ഇയർലി ബേസിൽ തന്നു, അതർ കോസ്റ്റ് ഇപ്പം മന്ത്ലി ബേസിലാണ് തന്നേക്കുന്നത്, ലീസ് പേയ്മെന്റ് മന്ത്ലി ആണ് തന്നേക്കുന്നത്. ഇത് മാറിപ്പോവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇത് എപ്പോഴും ശ്രദ്ധിക്കണേ. എമൗണ്ട്സ് തരുമ്പം ഇപ്പം പെർ ഇയർ ആണോ, പെർ മന്ത് ആണോ, പെർ വീക്ക് ആണോ എന്നുള്ളത് കറക്റ്റ് നോക്കുക. അത് ഓർമ്മയിൽ ഉണ്ടാവണം. അതർ കോസ്റ്റ് മന്ത്ലി ബേസിലാണ് തന്നേക്കുന്നത്. അതിന്റെ നോട്ടിൽ പറയുന്നത് ഇങ്ങനെയാണ്. ഈ അതർ കോസ്റ്റിനകത്ത് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് ഓരോ ക്ലിനിക്കിന്റെയും സ്പെസിഫിക്കലി ആട്രിബ്യൂട്ടബിൾ ഓവർ ഹെഡ് കോസ്റ്റും ജനറൽ ഓവർ ഹെഡ് കോസ്റ്റ്, അതായത് ഹെഡ് ഓഫീസിന്റെ അപ്പോർഷൻ ചെയ്ത കോസ്റ്റുകളാണ് ഉള്ളത്. അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും അതർ കോസ്റ്റിനകത്ത് സ്പെസിഫിക് കോസ്റ്റുകളും ജനറൽ കോസ്റ്റുകളും വന്നിട്ടുണ്ട്. ഇനി ജനറൽ കോസ്റ്റ് അല്ലെങ്കിൽ ഹെഡ് ഓഫീസ് കോസ്റ്റ് എങ്ങനെയാണ് അപ്പോർഷൻ ചെയ്തേക്കുന്നത് ചോദിച്ചാൽ എംപ്ലോയീസിന്റെ ബേസിസിലാണ്. അതായത് GSC എന്ന് പറയുന്ന കമ്പനിയിൽ ടോട്ടൽ 150 എംപ്ലോയീസ് ഉണ്ട്. അവർക്ക് ഇത്ര എമൗണ്ട് കോസ്റ്റ് വരുന്നു. സോ ആ കോസ്റ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നു. നമ്പർ ഓഫ് എംപ്ലോയീസിന്റെ ബേസിസിലാണ് ഹെഡ് ഓഫീസ് കോസ്റ്റ് അപ്പോർഷൻ ചെയ്തിരിക്കുന്നത്. ടോട്ടൽ ഹെഡ് ഓഫീസ് കോസ്റ്റ് പ്രീവിയസ് ഇയർ 2001 വന്നിരിക്കുന്നത് $3 million ആണ്. നെക്സ്റ്റ് ഇയറിലേക്ക് അതിൽ ചേഞ്ച് ഒന്നുമില്ല. ഈവൺ ഇപ്പൊ നമ്മളൊരു ക്ലിനിക്ക് ഷട്ട് ഡൗൺ ചെയ്താൽ, കാരണം ബിക്കോസ് അത് ഹെഡ് ഓഫീസ് കോസ്റ്റ് ആണ്, ഒരു ഡിപ്പാർട്ട്മെന്റ് ഷട്ട് ഡൗൺ ചെയ്താലും ഹെഡ് ഓഫീസ് കോസ്റ്റ് അതുപോലെ തന്നെ ഇൻകർ ചെയ്യും എന്ന് അവർ എടുത്തു പറഞ്ഞു. പിന്നെ ക്ലിനിക്കിന്റെ സ്പെസിഫിക് ഓവർ ഹെഡ് കോസ്റ്റുകൾ പ്രീവിയസ് ഇയറിലെ അതേ എമൗണ്ട് തന്നെ ആയിരിക്കും നെക്സ്റ്റ് ഇയറിലേക്ക് വരാം. അപ്പൊ അതർ കോസ്റ്റിന്റെ കാര്യത്തിൽ എന്തൊക്കെ പറഞ്ഞു, അതർ കോസ്റ്റിനകത്ത് സ്പെസിഫിക്കും ജനറലും ഉണ്ട്. ജനറൽ എന്ന് പറയുന്നത് ഹെഡ് ഓഫീസ് ആണ്, അത് എന്തായാലും നമുക്ക് ഇൻകർ ചെയ്യും, നെക്സ്റ്റ് ഇയറിലേക്ക് ചേഞ്ച് ഒന്നുമില്ല. സ്പെസിഫിക് കോസ്റ്റുകൾ ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് ഓപ്പറേഷൻ ആണെങ്കിൽ മാത്രമേ കോസ്റ്റ് ഇൻകർ ചെയ്യുന്നുള്ളൂ. ആ കോസ്റ്റ് നെക്സ്റ്റ് ഇയറിലേക്ക് സെയിം തന്നെ ആയിരിക്കും വരാം. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ആണ് പറഞ്ഞേക്കുന്നത്. അപ്പം ക്വസ്റ്റൻ ഒരു ഔട്ട്ലൈൻ മനസ്സിലായോ നോക്കുക. നമുക്ക് ഓരോ ഡിവിഷന്റെയും ഒരു പ്രോഫിറ്റ് സ്റ്റേറ്റ്മെന്റ് പോലെ പ്രിപ്പയർ ചെയ്യണം. ഏതെങ്കിലും ഡിവിഷൻ ഷട്ട് ഡൗൺ ചെയ്യണോ എന്നുള്ള കാര്യം റെക്കമെൻഡ് ചെയ്യണം. പിന്നെ ഓരോ ഡിവിഷനിലും സ്കാനിങ് സർവീസസ് ആണ് കൊടുക്കുന്നത്. അപ്പൊ എത്ര സ്കാനിങ് ചെയ്യുന്നുണ്ട്, എത്രയാണ് അതിന്റെ സെല്ലിംഗ് പ്രൈസ്, എത്ര എംപ്ലോയീസ് ഉണ്ട്, വേറെ എന്തൊക്കെ കോസ്റ്റുകൾ ഉണ്ട്, അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ തന്നു. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് റിക്വയർഡ് നമുക്ക് ചെയ്യാം. ഫസ്റ്റ് റിക്വയർഡിലേക്ക് വരുമ്പോൾ അതിന്റെ ഫോർമാറ്റ് ഒന്ന് നോക്കുക. 3 ഡിവിഷൻ വൈസ് വരുന്ന റവന്യൂ തന്നെ കുറച്ച് ഗ്യാപ്പ് അവർ കൊടുത്തിട്ടുണ്ട്. അപ്പം അതിൽ തന്നെ സബ് എലമെന്റ്സ് ഉണ്ടാവും. മാത്രമല്ല ക്വസ്റ്റൻ റിക്വയർഡിൽ സ്പെസിഫിക്കലി പറഞ്ഞിട്ടുണ്ട് ഇൻ ആസ് മച്ച് ഡീറ്റെയിൽ ആസ് പോസിബിൾ, അതായത് റവന്യൂ എക്സ്പെൻസും ഒക്കെ മാക്സിമം ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുക. അപ്പം കുറെ ലൈൻ ഐറ്റംസ് വരാനുണ്ട്, എക്സ്പെൻസിനകത്തും കുറെ ഐറ്റംസ് ഉണ്ട്. അങ്ങനെ കോൺട്രിബ്യൂഷൻ, പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ്, അത് മാത്രം പോരാ, ആ എമൗണ്ട്സ് നോക്കിയിട്ട് ഏതെങ്കിലും ഡിവിഷൻ ഷട്ട് ഡൗൺ ചെയ്യണമെന്നുള്ള കാര്യവും നമ്മൾ പറഞ്ഞു കൊടുക്കണം. അപ്പം അതിന്റെ ഒരു ഫോർമാറ്റിലേക്ക് വരാണ്. അപ്പൊ നമുക്കറിയാം ആ ക്വസ്റ്റനിൽ തന്നിരിക്കുന്ന ഫോർമാറ്റ് 3 ഡിവിഷൻ ഉണ്ടായിരുന്നു, അതിൽ സെയിൽസ് റവന്യൂ വരണം. അപ്പൊ നമുക്ക് ആദ്യം സെയിൽസ് റവന്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ സെയിൽസ് റവന്യൂ നോക്കുന്ന സമയത്ത് ഇവിടുത്തെ റവന്യൂ വരുന്നത് എങ്ങനെയാണ്, സ്കാനിങ് സർവീസസിൽ നിന്നാണ് നമുക്ക് റവന്യൂ വരുന്നത്. അപ്പൊ നമ്മൾ നോക്കി സ്കാനിങ് സർവീസസ്, എത്ര സ്കാനിങ് സർവീസസ് കൊടുക്കുന്നുണ്ട്. അതായത് ഒരു ജനറലി ഒരു പ്രൊഡക്റ്റിന്റെ ബേസിലാണെങ്കിൽ എത്ര യൂണിറ്റ്സ് വിൽക്കുന്നു ഇൻറ്റു സെല്ലിംഗ് പ്രൈസ്. ഇവിടെ എത്ര സ്കാനിങ് കൊടുക്കുന്നു ഇൻറ്റു അതിന്റെ സെല്ലിംഗ് പ്രൈസ് ആണ് എടുക്കുന്നത്. തന്നിരിക്കുന്ന ഡാറ്റ എല്ലാം പ്രീവിയസ് ഇയറിലെ ആണ്. നെക്സ്റ്റ് ഇയറിലേക്കുള്ള ചേഞ്ചസ് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതും കൂടെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം എമൗണ്ട്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ.
അപ്പം ഓരോ ഡിവിഷനിലെയും നമ്പർ ഓഫ് സ്കാൻസ് പ്രീവിയസ് ഇയറിൽ തന്നു. അത് 3 കാറ്റഗറി ആയിട്ടുണ്ട്: പ്രഗ്നൻസി, മെൻസ് ഹെൽത്ത്, വിമൻസ് ഹെൽത്ത്. അപ്പൊ ഇത് സെപ്പറേറ്റ്ലി തന്നെ ചെയ്യും, കാരണം എത്രത്തോളം ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാൻ പറ്റും അങ്ങനെ തന്നെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആദ്യത്തെ ഡിവിഷനിലേക്ക് വന്നാൽ പ്രഗ്നൻസി എടുക്കുകയാണെങ്കിൽ 2200 ആണ് പ്രീവിയസ് ഇയർ. നെക്സ്റ്റ് ഇയറിലേക്ക് വരുമ്പോൾ എന്ത് സംഭവിക്കും? നമ്പർ ഓഫ് സ്കാൻസ് 20% കുറയും എന്നാണ് പറഞ്ഞേക്കുന്നത്, അല്ലെ? അപ്പൊ നമുക്ക് ആദ്യത്തെ ഡിവിഷനിലേക്ക് വരുമ്പോൾ നമ്പർ ഓഫ് സ്കാൻസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഓൾറെഡി പ്രീവിയസ് ഇയറിൽ 2200 ആണ്. സോ അതിൽ നിന്ന് 20% കുറയും എന്ന് പറയുമ്പോൾ പിന്നെ ബാക്കി അതിന്റെ 80%. ക്ലിയർ ആണോ? ഈ ലോജിക്കിലായിരിക്കും ബാക്കിയുള്ളത് പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടാവുക. പ്രീവിയസ് ഇയറിൽ തന്നു ഡാർബിയിലും ലീക്കിലും 20% റിഡക്ഷൻ ആണ്. അപ്പോൾ 20% മൈനസ് ചെയ്തിട്ട് എത്രയായിരിക്കും നെക്സ്റ്റ് ഇയറിലേക്കുള്ള നമ്പർ ഓഫ് സ്കാൻസ് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ലീക്കും അതേ രീതിയിൽ തന്നെ കാൽക്കുലേറ്റ് ചെയ്യുന്നു. 2650 ആണ് പ്രഗ്നൻസി സ്കാൻസ് വരുന്നത്. 2650 ഇൻറ്റു 20% പോയിട്ട് അതിന്റെ 80%. നോട്ടിലേക്ക് വരുന്ന സമയത്ത് പ്രീവിയസ് ഇയറിൽ 3820 ആണ്. ബട്ട് അവിടെ വരുന്ന ചേഞ്ച് എങ്ങനെയാണ്? നോട്ടിലേക്ക് വരുമ്പം നമ്പർ ഓഫ് സ്കാൻസ് 30% ഇൻക്രീസ് ആവും. അപ്പൊ അതിന്റെ 130% എടുക്കുന്നു. അങ്ങനെ നമ്പർ ഓഫ് സ്കാൻസ് കിട്ടി. പ്രീവിയസ് ഇയറിൽ നിന്ന് നെക്സ്റ്റ് ഇയറിലേക്കുള്ള ചേഞ്ചസും കൂടെ അഡ്ജസ്റ്റ് ചെയ്തു. 20% റിഡക്ഷനും 30% ഇൻക്രീസും അത് അഡ്ജസ്റ്റ് ചെയ്തെടുത്തു. പിന്നെ പ്രൈസ് പെർ സ്കാൻ, അത് ഫസ്റ്റ് നോട്ടിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. പ്രഗ്നൻസി സ്കാൻ ആണെങ്കിൽ 160 ആണ് ഡാർബിയിലും ലീക്കിലും. നെക്സ്റ്റ് ഇയറിലേക്ക് വരുമ്പം എന്തേലും ഇൻക്രീസ് പറഞ്ഞിട്ടുണ്ടോ? രണ്ടിലും 160 ആണെന്ന് പറഞ്ഞു. നോട്ടില് 10% കൂടുതൽ പ്രൈസ് ഉണ്ട്. നെക്സ്റ്റ് ഇയറിലേക്ക് വരുമ്പോൾ നമ്പർ ഓഫ് സ്കാൻസ് മാറുമെന്ന് പറഞ്ഞു. പക്ഷെ വേറെ അതിന്റെ കോസ്റ്റിൽ ഡിഫറൻസ് ഒന്നുമില്ല. അപ്പൊ അതേ എമൗണ്ട്സ് തന്നെ നമുക്ക് എടുക്കാം. 160 തന്നെ എടുക്കാം. ഡാർബിയിൽ 160, ലീക്കിലും 160. നോട്ടിലേക്ക് വരുമ്പം 160 ആയിരിക്കില്ല, അതിന്റെ മേലെ എക്സ്ട്രാ ഒരു 10% വരും. നോട്ട് ക്ലിനിക്കിലേക്ക് വരുമ്പോൾ 10% എക്സ്ട്രാ ഉണ്ട്. അപ്പം ആ 10% കൂടെ ആഡ് ചെയ്തെടുക്കുന്നു. നമ്പർ ഓഫ് സ്കാൻസ് കിട്ടി, പ്രൈസ് പെർ സ്കാൻ കിട്ടി. ഇനി ഇതിന്റെ ബേസിൽ റവന്യൂ കാൽക്കുലേറ്റ് ചെയ്യും. ഈ പ്രഗ്നൻസി സ്കാൻസിൽ നിന്ന് മാത്രമുള്ള റവന്യൂ, നമ്പർ ഓഫ് സ്കാൻസ് ഇൻറ്റു സെല്ലിംഗ് പ്രൈസ്, പ്രൈസ് പെർ സ്കാൻ, ആ രീതിയിൽ മൂന്നിന്റെയും കൂടെ റവന്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ക്ലിയർ ആണോ? ഇതേപോലെ അടുത്ത കാറ്റഗറി മെൻസ് ഹെൽത്ത് ആണ്. അവിടുത്തെ നമ്പർ ഓഫ് സ്കാൻസ് കാൽക്കുലേറ്റ് ചെയ്യണം. മെൻസ് ഹെൽത്തിലേക്ക് വരുന്ന സമയത്ത് 640 ആണ് പ്രീവിയസ് ഇയറിലെ നമ്പർ ഓഫ് സ്കാൻസ്. 640. അതിൽ നിന്ന് എന്ത് സംഭവിക്കും? നമ്പർ ഓഫ് സ്കാൻസ് എല്ലാം 20% കുറയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഡാർബിയിലും ലീക്കിലും 20% അഡ്ജസ്റ്റ് ചെയ്തെടുക്കുന്നു. അപ്പൊ അതിന്റെ 80% എടുക്കുന്നു. സെക്കൻഡ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പം നമ്പർ ഓഫ് സ്കാൻസ് മെൻസ് ഹെൽത്തിൽ 865 ആണ്. 865, അതിന്റെ 80%. നിങ്ങളും ഇതിന്റെ കൂടെ തന്നെ ഫോളോ ചെയ്ത് വരണം. അപ്പൊ എവിടെയെങ്കിലും ഞാൻ എടുക്കുന്ന നമ്പർ മാറുവാണെങ്കിൽ അപ്പൊ തന്നെ എന്നെ കറക്റ്റ് ചെയ്യണം. കാരണം കുറെ നമ്പേഴ്സ് ഉള്ളതുകൊണ്ട് മേ ബി ചിലപ്പോൾ മാറാം. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിരിക്കണേ. എവിടെയെങ്കിലും മിസ്റ്റേക്ക് വരുന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ പറയണേ. ദെൻ നോട്ടിലേക്ക് വരുമ്പം നമ്പർ ഓഫ് സ്കാൻസ് 980 ആണ്. 980യുടെ 30% ആഡ് ചെയ്തെടുക്കണം. അങ്ങനെയല്ലേ? 30% ആഡ് ചെയ്തെടുക്കണം. അപ്പൊ 130%. അപ്പൊ നമ്പർ ഓഫ് സ്കാൻസ് കിട്ടി. ഇനി പ്രൈസ് പെർ സ്കാൻ വേണം. പ്രൈസ് പെർ സ്കാൻ വരുന്നത് എങ്ങനെയാണ്? മെൻസ് ഹെൽത്ത് ആണെങ്കിൽ $200, 200. നോട്ടിലേക്ക് വരുമ്പം എക്സ്ട്രാ 10%. സോ 200ന്റെ 10% കൂടെ ആഡ് ചെയ്തെടുക്കുന്നു. ഇവിടെയും റവന്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. റവന്യൂ കാൽക്കുലേറ്റ് ചെയ്തു. അടുത്തത് വിമൻസ് ഹെൽത്ത് ആണ്. അതിൽ വരുന്ന നമ്പർ ഓഫ് സ്കാൻസ് ഇതേപോലെ തന്നെ കാൽക്കുലേറ്റ് ചെയ്യുന്നു. 1765 ഉണ്ട്. അതിൽ നിന്ന് 20% കുറയും. അപ്പൊ അതിന്റെ 80% എടുക്കുന്നു. സെക്കൻഡ് ഡിവിഷനിലേക്ക് വരുമ്പോൾ 1130 ആണ്. അതിൽ നിന്നും 20% കുറയും. തേർഡ് ഡിവിഷനിലേക്ക് വരുമ്പം 1990 ആണ്. അതിൽ നിന്ന് 30% കൂടും. സോ ഇതായിരിക്കും നമ്പർ ഓഫ് സ്കാൻസ് വരിക. ഇനി പ്രൈസ് പെർ സ്കാൻ എടുക്കണം. പ്രൈസ് പെർ സ്കാൻ 280 ആണ്. പെർ സ്കാൻ 280.
ഇവിടെയും 280 തന്നെ. ഇവിടെ വരുമ്പം 280യുടെ മേലെ 10% കൂടെ ആഡ് ചെയ്തെടുക്കുന്നു. നോട്ടിലേക്ക് വരുമ്പം 10% കൂടെ ആഡ് ചെയ്തെടുക്കുന്നു. ഇവിടെയും റവന്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നു. സോ ഇതായിരിക്കും റവന്യൂവിന്റെ എമൗണ്ട്സ് വരിക. ഈ എമൗണ്ട്സ് നമ്മുടെ മെയിൻ ആൻസറിലേക്ക് കൊണ്ടുവരാം. സെയിൽസ് റവന്യൂ 3 ഡിവിഷനിൽ നിന്നും കാൽക്കുലേറ്റ് ചെയ്യുന്നു. പ്രഗ്നൻസി ആണെങ്കിൽ ഫസ്റ്റ് ഡിവിഷനിൽ വരുന്ന റവന്യൂ ഇതാണ്. പിന്നെ മെൻസ് ഹെൽത്ത് ആകുമ്പോൾ വരുന്ന റവന്യൂ. ഇനി അതിന്റെ ടോട്ടൽ എടുക്കാം. ടോട്ടൽ റവന്യൂ 3 കാറ്റഗറി ആയിട്ട് ഓരോ ഡിവിഷനിലും വരുന്ന ടോട്ടൽ റവന്യൂ. റവന്യൂവിന്റെ സൈഡ് ഓക്കെ അല്ലേ? അപ്പം സ്കാനിങ്ങിൽ നിന്നാണ് റവന്യൂ വരുന്നത്. അപ്പോൾ എത്ര സ്കാനിങ് ഉണ്ടോ ഓരോ സ്കാനിങ്ങിന്റെയും പ്രൈസ് എന്താണോ അത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് റവന്യൂ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി നമുക്ക് കോസ്റ്റുകൾ എടുക്കാം. കോസ്റ്റിൽ ആദ്യം സോണോഗ്രാഫർ കോസ്റ്റ് എടുക്കാം. നമ്മുടെ എംപ്ലോയീസിന്റെ കോസ്റ്റ് എടുക്കാം. അപ്പം എംപ്ലോയീസിന്റെ കൗണ്ട് അവർ തന്നു, എത്ര എംപ്ലോയീസ് ഉണ്ട് എന്നുള്ളത് തന്നു. എംപ്ലോയീസിന്റെ സാലറീസ് തന്നു. ഓരോരുത്തരുടെയും സാലറി സെപ്പറേറ്റ്ലി തന്നു. നെക്സ്റ്റ് ഇയറിലേക്ക് വരുന്ന ചേഞ്ച് അവർ പറഞ്ഞു. എല്ലാവരുടെയും സാലറി 5% ഇൻക്രീസ് ഉണ്ട്. പിന്നെ സാലറിക്ക് പുറമെ നമ്മൾ 13% അഡീഷണൽ കോൺട്രിബ്യൂഷൻ ഗവൺമെന്റിലേക്ക് കൊടുക്കേണ്ടി വരും. ഇത്രയും കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ആദ്യം ജൂനിയർ സോണോഗ്രാഫർ. ആദ്യം നമ്പർ ഓഫ് എംപ്ലോയീസ് എടുക്കുക. നമ്പർ ഓഫ് എംപ്ലോയീസ് പ്രീവിയസ് ഇയറിൽ തന്നിരിക്കുന്നത് ജൂനിയർ സോണോഗ്രാഫർ വരുന്നത് 212 ആണ്. അതിൽ എന്തെങ്കിലും ചേഞ്ച് പറഞ്ഞിട്ടുണ്ടോ? നമ്പർ ഓഫ് എംപ്ലോയീസ് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ? നമ്പർ ഓഫ് സ്റ്റാഫ് വിൽ റിമെയിൻ ദി സെയിം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അതിൽ ചേഞ്ച് ഇല്ല. അങ്ങനെയാണെങ്കിൽ ഒറ്റയടിക്ക് നമ്പർ ഓഫ് സ്റ്റാഫ്സ് ഓരോ കാറ്റഗറിയിൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് കൊണ്ടുവരാം. അപ്പം സീനിയർ സോണോഗ്രാഫർ ആണെങ്കിൽ 223 ആണ്. ആ നമ്പേഴ്സ് ആദ്യം എടുക്കുന്നു. 223. പിന്നെ അതർ സ്റ്റാഫ് ആവുമ്പോൾ 8610. ചേഞ്ച് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് ഒറ്റയടിക്ക് നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം. പിന്നെ നമുക്ക് വേണ്ടത് സാലറി ആണ്. ഇവരുടെ സാലറി എത്രയാവും എന്നുള്ളത് നോക്കാം. അപ്പം സാലറി പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? ജൂനിയേഴ്സ് ആണെങ്കിൽ 32,000 ആണ് സാലറി. പെർ ആനം സാലറി തന്നിട്ടുണ്ട്. അതിൽ പക്ഷെ 5% ഇൻക്രീസ് ഉണ്ടാവും. അപ്പം സാലറി വരുന്നത് 32,000 ആണ്. അതിന്റെ 5% കൂടെ ആഡ് ചെയ്തെടുക്കുന്നു. അടുത്ത ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പം ജൂനിയർ സോണോഗ്രാഫർക്ക് സെയിം സാലറി തന്നെയാണ്. ഓരോ ഡിവിഷനിലും അതിൽ മാറ്റമൊന്നുമില്ല. എല്ലാവർക്കും സെയിം തന്നെ. മീൻസ് എല്ലാ ഡിവിഷനിലും സെയിം സാലറി തന്നെ. ഇൻക്രീസ് 5%. അപ്പം ഇതേ എമൗണ്ടിന് നമുക്ക് ഇങ്ങോട്ടേക്ക് എടുക്കാം. അങ്ങനെയാണെങ്കിൽ ജൂനിയർ സോണോഗ്രാഫറിന്റെ ടോട്ടൽ സാലറി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇതായിരിക്കും എമൗണ്ട്സ് വരിക. ഇത് കൂടാതെ ഗവൺമെന്റിലേക്ക് കോൺട്രിബ്യൂഷൻ കൂടെ കൊടുക്കണം. ഈ ഗവൺമെന്റ് കോൺട്രിബ്യൂഷൻ ഓരോന്നിനും സെപ്പറേറ്റ്ലി കാൽക്കുലേറ്റ് ചെയ്യുന്ന നിർബന്ധമില്ല. ഏറ്റവും ലാസ്റ്റ് എടുത്താലും കുഴപ്പമില്ല. ഞാൻ തൽക്കാലം ഓരോന്നിനും സെപ്പറേറ്റ്ലി ഗവൺമെന്റ് കോൺട്രിബ്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പം എത്രയാണ് ടോട്ടൽ സാലറി? അതിന്റെ എത്ര പെർസെൻറ്റേജ്? 13%. മൊത്തം സാലറിയുടെ 13% ഗവൺമെന്റ് കോൺട്രിബ്യൂഷൻ വരും. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് സാലറിയും വരും പ്ലസ് ഗവൺമെന്റ് കോൺട്രിബ്യൂഷനും വരും. ഗവൺമെന്റിലേക്കുള്ള കോൺട്രിബ്യൂഷനും. അങ്ങനെ ഇതായിരിക്കും ജൂനിയർ സോണോഗ്രാഫേഴ്സിന്റെ ടോട്ടൽ സാലറി. ഇതേപോലെ സീനിയേഴ്സിലേക്ക് വരാം. നമ്പർ ഓഫ് എംപ്ലോയീസ് ഉണ്ട്. അവരുടെ സാലറി കാൽക്കുലേറ്റ് ചെയ്യണം. സാലറി വരുന്നത് പ്രീവിയസ് ഇയറിലെ സാലറി വരുന്നത് 44 ആണ്. 44ൽ 5% ഹൈക്ക് ഉണ്ട്. അപ്പോൾ 44,000. അതിന്റെ മേലെ 5% ആഡ് ചെയ്തെടുക്കുന്നു. എല്ലാ ഡിവിഷനിലും സെയിം എമൗണ്ട് തന്നെ. ഇനി അതിന്റെ ബേസിൽ എത്ര ടോട്ടൽ സാലറി വരിക എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യണം. ഇതിനു പുറമെ ഗവൺമെന്റ് കോൺട്രിബ്യൂഷനും കൂടെ എടുക്കണം സാലറിയുടെ.
13%. ഇനി സാലറിയും ഗവൺമെന്റ് കോൺട്രിബ്യൂഷനും കൂടെ ടോട്ടൽ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നു. 3 ഡിവിഷനിലും ടോട്ടൽ വരുന്ന ഇതായിരിക്കും. പിന്നെ അതർ സ്റ്റാഫ് ഉണ്ട്. അതർ സ്റ്റാഫിന്റെ നമ്പർ നമുക്കറിയാം. അവരുടെ സാലറി എന്ന് പറയുന്നത് അതർ സ്റ്റാഫിന്റെ സാലറി എന്ന് പറയുന്നത് 18,000 ആണ്. അവിടെയും 5% ഇൻക്രീസ് ഉണ്ട്. അപ്പം 18,000 അതിന്റെ മേലെ 5% ആഡ് ചെയ്തെടുക്കുന്നു. അങ്ങനെ ടോട്ടൽ സാലറി കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ കാൽക്കുലേഷൻസ്. പിന്നെ ഗവൺമെന്റ് കോൺട്രിബ്യൂഷൻ വരണം ടോട്ടൽ സാലറിയുടെ 13%. പിന്നെ ടോട്ടൽ കോസ്റ്റ് എടുക്കുന്നു, ടോട്ടൽ സാലറി പ്ലസ് ഗവൺമെന്റ് കോൺട്രിബ്യൂഷൻ. സോ ഇതായിരിക്കും സാലറി കോസ്റ്റ് വരുന്നത്. അപ്പം ഈ കോസ്റ്റുകൾ ഇങ്ങോട്ടേക്ക് എടുക്കാം. അപ്പം രണ്ട് വർക്കിംഗ് നോട്ട് നമ്പർ 2 കംപ്ലീറ്റ് ആയി. അപ്പോൾ ആദ്യം റവന്യൂ മൊത്തത്തിൽ കാൽക്കുലേറ്റ് ചെയ്തു. പിന്നെ നമ്മൾ സോണോഗ്രാഫർ കോസ്റ്റുകൾ എടുത്തു. ഇനി അടുത്ത കോസ്റ്റ് എന്ന് പറയുന്നത് പിന്നെ തന്നിരിക്കുന്നത് അൾട്രാസൗണ്ട് മെഷീന്റെ ലീസിന്റെ കോസ്റ്റ് ആണ്. ലീസിന്റെ കോസ്റ്റ് $1,000 പെർ മന്ത് വെച്ച് തന്നിട്ടുണ്ട്. അപ്പം അത് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ അടുത്ത വർക്കിംഗ് നോട്ട് എടുക്കുന്ന മെഷീൻ ലീസ് കോസ്റ്റ്. അപ്പൊ എത്ര മെഷീൻസ് ഉണ്ടെന്ന് ആദ്യം നോക്കാം. നമ്പർ ഓഫ് മെഷീൻസ് തന്നിട്ടുണ്ട് 435 ആണ് നമ്പർ ഓഫ് മെഷീൻസ്. അതിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ? വേറെ ചേഞ്ചസോ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അപ്പം നമ്പർ ഓഫ് മെഷീൻസ് അങ്ങനെ തന്നെ എടുക്കാം, 435. പിന്നെ കോസ്റ്റ് പെർ മന്ത് വരുന്നത് ഡാർബി ലീക്കിൽ $1,000 നോട്ടിൽ $1,500. അതിൽ ഇൻക്രീസോ കാര്യങ്ങളൊന്നുമില്ല. അപ്പം രണ്ട് ഡിവിഷനിൽ 1,000, ഇവിടെ നോട്ടിൽ 1,500. പക്ഷെ ഇത് പെർ മന്ത് ആണ്. ലീസ് കോസ്റ്റ് പെർ മന്ത് അല്ലേ തന്നിരിക്കുന്നത്. $1,000 പെർ മന്ത് ആണ് തന്നിരിക്കുന്നത്. $1,500 പെർ മന്ത് ആണ്. അപ്പം അതിന്റെ 1 ഇയറിലേക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നമ്പർ ഓഫ് മെഷീൻസ് 4 ആണ്, ഇൻറ്റു 1,000 1 മന്തിലാണ്, അങ്ങനെ ഇൻറ്റു 12 മന്ത്സിലേക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നു. അങ്ങനെ ഓരോ മെഷീന്റെയും ലീസ് കോസ്റ്റുകൾ കിട്ടി. 1 ഇയറിലേക്കുള്ള കോസ്റ്റ് കിട്ടി. അത് നമ്മുടെ മെയിൻ ആൻസറിലേക്ക് കൊണ്ടുവരുന്നു. ഇനി അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത്, അടുത്ത എക്സ്പെൻസ് എന്ന് പറയുന്നത് വർക്കിംഗ് നോട്ട് നമ്പർ 4 അതർ കോസ്റ്റ് ആണ്. അതർ കോസ്റ്റിന്റെ ഡീറ്റെയിൽസ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അതർ കോസ്റ്റിലേക്ക് വരുന്ന സമയത്ത് അതർ കോസ്റ്റിൽ സ്പെസിഫിക് കോസ്റ്റും ജനറൽ കോസ്റ്റും വന്നിട്ടുണ്ട്. ഇത് നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. കാരണം ജനറൽ കോസ്റ്റ് എന്തായാലും ഇൻകർ ചെയ്യും എന്ന് ക്വസ്റ്റനിൽ പറഞ്ഞിട്ടുണ്ട്. സ്പെസിഫിക് കോസ്റ്റ് മാത്രമാണ് നമ്മൾ പ്രൊഡക്ഷൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആ ഡിവിഷൻ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ വരുന്ന കോസ്റ്റ്. അപ്പോൾ ഇത് സെപ്പറേറ്റ്ലി തന്നെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? നമുക്ക് ടോട്ടൽ കോസ്റ്റ് അല്ലേ തന്നത്. അതർ കോസ്റ്റ് പെർ മന്ത് തന്നു. പെർ മന്ത് ആണ് തന്നിരിക്കുന്നത്. അതർ കോസ്റ്റ് ടോട്ടൽ ഇതാണ്. പക്ഷെ അതിനകത്ത് ആർക്ക് ഇൻക്ലൂഡഡ് ആണ്? ജനറലും സ്പെസിഫിക് ഇൻക്ലൂഡഡ് ആണ്. ഈ ജനറൽ കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് അവർ പറഞ്ഞു. ജനറൽ എന്ന് പറയുന്നത് എങ്ങനെയാണ് വന്നിരിക്കുന്നത്? നമ്പർ ഓഫ് എംപ്ലോയീസ് ടോട്ടൽ 150 ആണ് മൊത്തം കമ്പനിയിൽ. ടോട്ടൽ 3 മില്യൺ ആണ് ഹെഡ് ഓഫീസ് കോസ്റ്റ്. ഈ 3 മില്യൺ നമ്പർ ഓഫ് എംപ്ലോയീസിന്റെ ബേസിൽ അപ്പോർഷൻ ചെയ്തിട്ടാണ് ജനറൽ കോസ്റ്റ് ഓരോന്നിനും വന്നിരിക്കുന്നത്. അപ്പൊ അത് മാറ്റി കഴിഞ്ഞാൽ, അത് കിട്ടിക്കഴിഞ്ഞാൽ അത് മാറ്റി ബാക്കിയുള്ളത് ഫുൾ എന്തായിരിക്കും? സ്പെസിഫിക് കോസ്റ്റ് ആയിരിക്കും. നമുക്ക് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. നമ്പർ ഓഫ് എംപ്ലോയീസ് എത്രയാണെന്ന് നോക്കാം. ഓരോ ഡിവിഷനിലും നമ്പർ ഓഫ് എംപ്ലോയീസ് അതിന്റെ ബേസിലാണ് ഇത് കാൽക്കുലേറ്റ്. നമ്പർ ഓഫ് എംപ്ലോയീസ് ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്പർ ഓഫ് സ്റ്റാഫ്സ് അവിടെ തന്നിട്ടുണ്ട്. ജൂനിയറും സീനിയറും ടോട്ടൽ എല്ലാവരും കൂടെ ചേർത്തുള്ള നമ്പർ ഓഫ് എംപ്ലോയീസ് എത്രയാണെന്ന് നോക്കാം. അപ്പം ഡാർബി ആകുമ്പോൾ 228. ലീക്കിലേക്ക് വരുമ്പോൾ നമ്പർ ഓഫ് എംപ്ലോയീസ് 126. നോട്ടിലേക്ക് വരുമ്പോൾ നമ്പർ ഓഫ് എംപ്ലോയീസ് 2310.
ഇത് കൂടാതെ ബാക്കി വേറെയും ഡിവിഷൻസ് ഉണ്ട്. അതായത് കമ്പനിക്ക് ആകെ 3 ഡിവിഷൻ അല്ല, കുറെ ഡിവിഷൻസ് ഉണ്ട്. അതിൽ 3 ഡീറ്റെയിൽസ് തന്നിട്ടുള്ളൂ. ഇത് കൂടാതെ വേറെയും ഡിവിഷൻസ് ഉണ്ട്. ഇൻ ടോട്ടൽ നമുക്കുള്ള നമ്പർ ഓഫ് എംപ്ലോയീസ് അവർ പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് എംപ്ലോയീസ് ടോട്ടൽ 150 ആണ്. അപ്പൊ 150 എംപ്ലോയീസ് ആണ് ടോട്ടൽ ഉള്ളത്. അതിന്റെ ബേസിസിലാണ് ഹെഡ് ഓഫീസ് കോസ്റ്റ് അപ്പോർഷൻ ചെയ്യുന്നത്. അപ്പം ടോട്ടൽ ഹെഡ് ഓഫീസ് കോസ്റ്റിനെ ഇതിന്റെ ബേസിൽ അപ്പോർഷൻ ചെയ്യുക. ഹെഡ് ഓഫീസ് കോസ്റ്റ് ടോട്ടൽ എത്രയാണ്? 3 മില്യൺ ആണ്. 3 മില്യൺ 3 മില്യൺ ആണെങ്കിൽ ആവറേജ് ഒരു എംപ്ലോയിക്ക് വരുന്ന ഹെഡ് ഓഫീസ് കോസ്റ്റ് ഇതിന്റെ ബേസിലല്ലേ അപ്പോർഷൻ ചെയ്യേണ്ടത്. അപ്പൊ ആവറേജ് ഒരു എംപ്ലോയിക്ക് വരുന്ന കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ 20,000 ആയിരിക്കും വരിക. ടോട്ടൽ ഹെഡ് ഓഫീസ് കോസ്റ്റിനെ എംപ്ലോയീസിനനുസരിച്ചാണ് അപ്പോർഷൻ ചെയ്തേക്കുന്നത്. അപ്പം ആവറേജ് ഒരു എംപ്ലോയിക്ക് 20,000 എന്ന രീതിയിലായിരിക്കും എടുത്തിട്ടുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ഓരോ ഡിവിഷനിലേക്കും ടോട്ടൽ വരുന്ന എത്രയായിരിക്കും? ഇപ്പൊ ഒരു കാര്യം കൂടെ ക്രോസ് ചെയ്യേണ്ടത്, ഹെഡ് ഓഫീസ് കോസ്റ്റ് വന്നിരിക്കുന്നത് ഇയർലി ബേസിൽ തന്നെയാണ്, മന്ത്ലി അല്ല. അപ്പം അതിൽ വേറെ കൺവേർഷൻ ഒന്നും കാൽക്കുലേഷൻ ഒന്നും വേറെ വരുന്നില്ല. അപ്പൊ നമുക്ക് ഈ 20,000-നെ, അതായത് ഒരു എംപ്ലോയിക്ക് 20,000, അത് ഇൻറ്റു നമ്പർ ഓഫ് എംപ്ലോയീസ് ചെയ്താൽ ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള എംപ്ലോയീസ് ഹെഡ് ഓഫീസ് കോസ്റ്റ് കിട്ടും. ഓരോ ഡിവിഷനിലേക്കും വരുന്ന ഹെഡ് ഓഫീസ് കോസ്റ്റ് കിട്ടുന്നു. ടോട്ടൽ 3 മില്യൺ. 150 എംപ്ലോയീസിന്റെ ബേസിലാണ് അത് അപ്പോർഷൻ ചെയ്യേണ്ടത്. അപ്പോൾ ഒരു എംപ്ലോയിക്ക് ആവറേജ് 20,000 ആയിരിക്കും. അങ്ങനെ ഓരോ ഡിവിഷനിലും എത്ര എംപ്ലോയീസ് ഉണ്ടോ ആ ബേസിൽ അത് അപ്പോർഷൻ ചെയ്തു. ഇനി ഈ വന്നിരിക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ഹെഡ് ഓഫീസ് അപ്പോർഷൻ ചെയ്ത എമൗണ്ട് ആണ്. ഇനി നമ്മുടെ ഓരോ ഡിവിഷനിലും ടോട്ടൽ കോസ്റ്റ് എത്രയാണ്? ടോട്ടൽ അതർ കോസ്റ്റ് അത് പെർ മന്ത് ബേസിസിലാണ് തന്നേക്കുന്നത്. അത് ഇയർലി ആക്കി കൺവേർട്ട് ചെയ്യുക. അപ്പം അതർ കോസ്റ്റ് പെർ മന്ത് 56 ആണ് ഫസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ. 56,000 ഇൻറ്റു 12 ചെയ്യുമ്പോൾ 1 ഇയറിലേക്ക് 672 വരും. ഇതേപോലെ സെക്കൻഡ് ഡിവിഷനിൽ 45,000 ആണ് മന്ത്ലി. അപ്പോൾ 45,000 ഇൻറ്റു 12. തേർഡ് ഡിവിഷനിലേക്ക് വരുമ്പം 62,000 ആണ്. 62,000 ഇൻറ്റു 12. അപ്പൊ ഇത്രയായിരിക്കും ടോട്ടൽ അതർ കോസ്റ്റ് പെർ ആനം 1 ഇയറിലേക്ക്. ഈ എമൗണ്ട്സിനകത്ത്, ഈ 1 ഇയറിലെ എമൗണ്ട്സിനകത്ത് ഏതൊക്കെ ഇൻക്ലൂഡഡ് ആണ്? ജനറലും സ്പെസിഫിക് ഇൻക്ലൂഡഡ് ആണ്. ജനറൽ എമൗണ്ട് അല്ലെങ്കിൽ ഹെഡ് ഓഫീസ് എമൗണ്ട് നമ്മളിപ്പോൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ ഇത് മാറ്റിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളതായിരിക്കും സ്പെസിഫിക് കോസ്റ്റ്. ഇപ്പൊ ടോട്ടൽ അതർ കോസ്റ്റ് ചെയ്യുന്നത് ജനറൽ എമൗണ്ട് മാറ്റിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളതായിരിക്കും സ്പെസിഫിക് കോസ്റ്റ്. അതും കണ്ടുപിടിച്ചു ഓരോ ഡിവിഷന്റെ. ഇനി ഇതും നമ്മുടെ മെയിൻ ആൻസറിലേക്ക് കൊണ്ടുവരാം. അപ്പം സ്പെസിഫിക് കോസ്റ്റ് മാത്രം ആദ്യം എടുക്കുകയാണ്. സ്പെസിഫിക് കോസ്റ്റ് 432, 360, ഇനി ഇവിടെ ശ്രദ്ധിക്കണേ. റവന്യൂ നമ്മൾ 3 കാറ്റഗറി ആയിട്ട് 3 ടൈപ്പ് ഓഫ് സ്കാനിൽ നിന്നുള്ള റവന്യൂ എടുത്തു. എക്സ്പെൻസിൽ എംപ്ലോയി കോസ്റ്റ് എടുത്തു, മെഷീൻ ലീസ് കോസ്റ്റ് എടുത്തു, സ്പെസിഫിക് കോസ്റ്റ് എടുത്തു. ഇത്രയാണ് ശരിക്ക് ഒരു ഡിവിഷന്റെ ഭാഗമായിട്ട് ഇൻകർ ചെയ്യുന്ന കോസ്റ്റുകൾ. അതായത് ആ ഡിവിഷൻ ഓപ്പറേറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഇൻകർ ചെയ്യുന്ന, ജനറൽ ഓപ്പറേറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഇൻകർ ചെയ്യുന്ന കോസ്റ്റുകൾ ഇതാണ്. അപ്പം ഇതിൽ ഹെഡ് ഓഫീസ് കോസ്റ്റും കൂടെ വരാനുണ്ട്. പക്ഷെ അത് ആ ഡിവിഷൻസ് ഇൻകർ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് വരുന്നല്ല. അത് സെപ്പറേറ്റ്ലി നമുക്ക് എടുക്കാം. എന്നാൽ അത് സെപ്പറേറ്റ്ലി മാറ്റി നിർത്തിയാലേ നമുക്ക് ആ ഷട്ട് ഡൗൺ ചെയ്യണോ വേണ്ടയോ എന്നുള്ളൊരു പോയിന്റിലേക്ക് എത്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് എക്സ്പെൻസുകൾ എടുക്കുമ്പോൾ ആ ഡിവിഷന് വേണ്ടി വരുന്ന എക്സ്പെൻസുകൾ നമ്മൾ എടുക്കുകയാണ്. അല്ലാതെ കോമൺലി വരുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് ഹെഡ് ഓഫീസ് കോസ്റ്റ് ആണ്. അത് സെപ്പറേറ്റ്ലി മാറ്റി നിർത്താം. അപ്പൊ നമ്മൾ ടോട്ടൽ എക്സ്പെൻസുകൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓരോ ഡിവിഷനിലും വരുന്ന ടോട്ടൽ എക്സ്പെൻസ് എടുത്താൽ ഇത്രയായിരിക്കും. അപ്പൊ ഇതിൽ നിന്ന് ടോട്ടൽ റവന്യൂ, ഓരോ ഡിവിഷനും വരുന്ന ടോട്ടൽ എക്സ്പെൻസ് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ എത്ര കോൺട്രിബ്യൂഷൻ വരും? കോൺട്രിബ്യൂഷൻ ടു ഹെഡ് ഓഫീസ് കോസ്റ്റ്. അതായത് ഇനി നമുക്ക് ഹെഡ് ഓഫീസ് കോസ്റ്റും കൂടിയാണ് മൈനസ് ചെയ്യാനുള്ളത്. അതിപ്പോ നമ്മൾ മൈനസ് ചെയ്തിട്ടില്ല, അത് സെപ്പറേറ്റ്ലി മാറ്റി നിർത്തുന്നു. എന്തിന്? അത് മാറ്റി നിർത്തി ചിന്തിച്ചാലേ ഓരോ ഡിവിഷൻസും വേർത്ത് ആണോ അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ബെനിഫിറ്റ് ഉണ്ടോ എന്ന് മനസ്സിലാവുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇത്രയും എമൗണ്ട്സ് വെച്ച് നമ്മൾ അവിടുത്തെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്ന ഫിഗർ കാൽക്കുലേറ്റ് ചെയ്യുന്നു. കോൺട്രിബ്യൂഷൻ എന്ന് വെച്ചാൽ ജസ്റ്റ് സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് എന്ന കോൺസെപ്റ്റിലല്ല. നമുക്ക് ഇനി ബാക്കിയുള്ള കോസ്റ്റ് എന്ന് പറയുന്നത് ഹെഡ് ഓഫീസ് ആണ്, ഹെഡ് ഓഫീസിന്റെ കോസ്റ്റ് ആണ്. അപ്പൊ അത് കവർ ചെയ്യാനുള്ള എമൗണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്ന് ഓരോ ഡിവിഷനിൽ നിന്നും കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്.
അപ്പൊ നമ്മൾ ഓരോ ഡിവിഷന്റെയും ടോട്ടൽ റവന്യൂന്ന് ഇപ്പൊ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത ഡിവിഷന്റെ എക്സ്പെൻസുകൾ മൈനസ് ചെയ്താൽ ഓരോ ഡിവിഷനിലും വരുന്ന കോൺട്രിബ്യൂഷൻ, അതായത് ഈ ഡിവിഷൻസ് റൺ ചെയ്യുന്നത് വഴി നമുക്കുണ്ടാവുന്ന എമൗണ്ട് എത്രയാണ്. അപ്പോൾ ഡാർബി ആണെങ്കിൽ നെഗറ്റീവ് ആണ്, ലീക്കും നോട്ടും പോസിറ്റീവ് ഫിഗർ ആണ്. അതായത് ഡാർബി എന്ന ഡിവിഷൻ റൺ ചെയ്യുന്നത് വഴി നമുക്ക് നെഗറ്റീവ് എമൗണ്ട് ആണ് ഇൻ ടോട്ടൽ ഉണ്ടാവുന്നത്. അതായത് അതിനകത്ത് സ്പെസിഫിക് ആയിട്ടുള്ള കോസ്റ്റുകൾ നോക്കുമ്പോൾ, അതായത് ആ ഡാർബി റൺ ചെയ്യുന്നത് വഴി ഉണ്ടാവുന്ന റവന്യൂ, അതുവഴി ഉണ്ടാവുന്ന കോസ്റ്റുകൾ നോക്കുമ്പോൾ ഏകദേശം ഇൻ ടോട്ടൽ നമുക്ക് നെഗറ്റീവ് കോൺട്രിബ്യൂഷൻ ആണ്, നെഗറ്റീവ് എമൗണ്ട് ആണ് വരുന്നത്. ഇനി ഇതിന് പുറമെ ഓരോ ഡിവിഷനിലും എന്ത് വരും, ഹെഡ് ഓഫീസ് കോസ്റ്റും കൂടെ വരാനുണ്ട്. ഹെഡ് ഓഫീസ് കോസ്റ്റുകൾ, അപ്പോർഷൻ ചെയ്ത ഹെഡ് ഓഫീസ് കോസ്റ്റുകളും കൂടെ നമ്മൾ ഇങ്ങോട്ടേക്ക് എടുക്കുന്നു. ഇപ്പൊ എല്ലാ എക്സ്പെൻസും ആയി, അതും കൂടെ മൈനസ് ചെയ്തിട്ട് നമുക്ക് അവിടുത്തെ ഓരോ ഡിവിഷനിലെയും പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ഫൈനൽ പ്രോഫിറ്റ് വരുന്നത് ഇത്രയായിരിക്കും. ഫൈനൽ പ്രോഫിറ്റിലേക്ക് വരുമ്പോൾ ശ്രദ്ധിച്ചു കേൾക്കണേ, ഫൈനൽ പ്രോഫിറ്റിലേക്ക് വരുമ്പം ഡാർബിയിലും ലീക്കിലും ലോസ് ആണ് ഫൈനൽ പ്രോഫിറ്റിലേക്ക് വരുമ്പോൾ. പക്ഷെ നമുക്കറിയാം അതിനകത്ത് ഹെഡ് ഓഫീസ് കോസ്റ്റ് നമ്മൾ ഡിപ്പാർട്ട്മെന്റ് റൺ ചെയ്യുന്നത് കൊണ്ടുണ്ടാവുന്ന കോസ്റ്റ് അല്ല. ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ഓഫീസ് കോസ്റ്റുകൾ എന്തായാലും നമുക്ക് ഇൻകർ ചെയ്യും. ആ ഹെഡ് ഓഫീസ് കോസ്റ്റ് എന്തായാലും ഇൻകർ ചെയ്യും. അതായത് ഡാർബി നിർത്തിയാലും ലീക്ക് നിർത്തിയാലും നമുക്ക് ആ കോസ്റ്റ് ഇൻകർ ചെയ്യും. അപ്പൊ അതിന് മുകളിലുള്ള കോൺട്രിബ്യൂഷൻ വെച്ചിട്ട് വേണം ആ ഡിസിഷൻ എടുക്കാൻ, ഷട്ട് ഡൗൺ ഡിസിഷൻ എടുക്കാൻ. അതായത് ഒരു ഡിവിഷൻ കണ്ടിന്യൂ ചെയ്യുന്നത് വേർത്ത് ആണോ, നമുക്ക് അതുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് ആ കോൺട്രിബ്യൂഷന്റെ ഫിഗർ നോക്കിയിട്ടാണ്. അതിൽ ഡാർബിയുടെ ഫിഗർ നെഗറ്റീവ് ആയതുകൊണ്ട് നമ്മുടെ കൺക്ലൂഷൻ ഇതാണ്, ഡാർബി മാത്രം നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഷട്ട് ഡൗൺ ചെയ്യാം. ഇവിടെ ശ്രദ്ധിച്ച് കേൾക്കണേ, ഇവിടെ നമ്മൾ പ്രോഫിറ്റ് സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്തപ്പം റവന്യൂ മൊത്തത്തിൽ എടുത്തു, അതിൽ കൺഫ്യൂഷൻ ഉണ്ടാവില്ല. എക്സ്പെൻസുകൾ എടുത്തു, എക്സ്പെൻസ് എടുത്തപ്പം സ്പെസിഫിക് അതർ കോസ്റ്റും ഹെഡ് ഓഫീസ് കോസ്റ്റും സെപ്പറേറ്റ്ലി ആണ് എടുക്കുന്നത്. ആ ഹെഡ് ഓഫീസ് നമ്മൾ മാറ്റി നിർത്തുന്നത് എന്തിനാണ്, അത് കോമൺ ആയിട്ട് ഇൻകർ ചെയ്യുന്ന കോസ്റ്റ് ആണത്, ഡിവിഷന്റെ ഭാഗമായിട്ട് വരുന്ന കോസ്റ്റ് അല്ല, അത് നമ്മൾ സെപ്പറേറ്റ്ലി മാറ്റുന്നു. ഫൈനൽ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അത് മൈനസ് ചെയ്യാം. പക്ഷേ ഈ ഷട്ട് ഡൗൺ ഡിസിഷൻ എടുക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ആ കോൺട്രിബ്യൂഷൻ, അതിനിടയിലുള്ള കോൺട്രിബ്യൂഷൻ കണ്ടുപിടിച്ചിട്ടാണ് നമ്മൾ ഡിസിഷൻ പറയുന്നത്. ബട്ട് ഡിസിഷൻ ഇതാണ്, ഡാർബി ഒരു നെഗറ്റീവ് കോൺട്രിബ്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഡാർബി എന്ത് ചെയ്യാം, ഷട്ട് ഡൗൺ ചെയ്യാം. അപ്പൊ ഇവിടെ മേ ബി ഒരു ഡൗട്ട് വരാം, നമ്മൾ ഇങ്ങനെയാണോ ഷട്ട് ഡൗൺ ഡിസിഷൻ എടുക്കേണ്ടത്. ഇപ്പൊ ഷട്ട് ഡൗൺ ഡിസിഷൻ നമ്മൾ സിലബസിൽ പഠിക്കുന്നത് എങ്ങനെയാണ്, ഒരു ഡിവിഷൻ ഷട്ട് ഡൗൺ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന റെലവൻറ്റ് കോസ്റ്റും ബെനിഫിറ്റും ഒക്കെ കമ്പയർ ചെയ്യാറുണ്ട്. ഇവിടെ ഒരു പരിധി വരെ ആലോചിക്കുക തന്നെയാണ് അപ്ലൈ ചെയ്തേക്കുന്നത്. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ഇപ്പൊ ഡാർബി നിർത്തിയാൽ എന്തായിരിക്കും സംഭവിക്കുക, ഡാർബി നിർത്തിയാൽ റവന്യൂ മൊത്തത്തിൽ പോകും. ഡാർബിയുടെ ഭാഗമായിട്ട് വരുന്ന എക്സ്പെൻസുകൾ, സോണോഗ്രാഫർ കോസ്റ്റുകൾ, മെഷീൻ ലീസ് കോസ്റ്റുകൾ, സ്പെസിഫിക് കോസ്റ്റുകൾ ഒക്കെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അങ്ങനെ നെറ്റ് ഇഫക്റ്റ് ഡാർബി നിർത്തിയാൽ ആ 51,000 എന്ന് പറയുന്ന ലോസ്, ആ നെഗറ്റീവ് എമൗണ്ട് നമുക്ക് സേവ് ചെയ്യല്ലേ ചെയ്യുന്നത്, നെറ്റ് ഇഫക്റ്റ്. അപ്പൊ ഡാർബി നിർത്തുന്നതായിരിക്കും നമുക്ക് നല്ലത്. ബട്ട് ഇതിലൊരു ഒരു ചെറിയ കാര്യം, ഒരു ചെറിയ അഡ്ജസ്റ്റ്മെന്റ് അതിനകത്ത് വരുന്നത്, കാൽക്കുലേഷൻ ഇല്ല, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇത് നിർത്തുമ്പോൾ ഈ മെഷീൻ ലീസ് കോസ്റ്റ് ഫുള്ള് സേവ് ആവും. പക്ഷെ ഒരു ചെറിയ പ്രശ്നമുണ്ട്, മെഷീൻ ലീസ് കോസ്റ്റിന്റെ അഡ്ജസ്റ്റ്മെന്റിൽ പോയിന്റ് നമ്പർ 3 പറയുന്നത്, ഇഫ് കമ്പനി വോണ്ട്സ് ടു എക്സിറ്റ് എ ലീസ് എഗ്രിമെന്റ് ബിഫോർ ദ എൻഡ് ഓഫ് ഇറ്റ്സ് ടേം ഇറ്റ് ഹാസ് ടു പേ എ സബ്സ്റ്റാൻഷ്യൽ പെനൽറ്റി. പക്ഷെ ആ പെനൽറ്റി എത്രയാണെന്ന് നമുക്ക് അറിയില്ല. പെനൽറ്റി അറിയാത്തതുകൊണ്ട്, ക്വസ്റ്റനിൽ തരാത്തതുകൊണ്ട് നമ്മൾ ആ എമൗണ്ട് ഇല്ലാതെ തന്നെ ഡിസിഷൻ എടുക്കുകയാണ്. അപ്പോൾ ഈ പോയിന്റിൽ നമുക്ക് ഡിസിഷൻ പറയാൻ പറ്റുന്നത്, കോൺട്രിബ്യൂഷൻ ടു ഹെഡ് ഓഫീസ് നെഗറ്റീവ് ആയതുകൊണ്ട് ഡാർബി ഡിവിഷൻ നമുക്ക് ഷട്ട് ഡൗൺ ചെയ്യാം. ലീക്കും നോട്ടും ഡിവിഷൻസ് വഴി പ്രോഫിറ്റ് അല്ലെങ്കിൽ ഒരു കോൺട്രിബ്യൂഷൻ ജനറേറ്റ് ആവുന്നത് കൊണ്ട് നമുക്കത് കണ്ടിന്യൂ ചെയ്യാം. ബട്ട് ഡാർബി ഡിവിഷൻ മാത്രമാണ് ഇവിടെ ഷട്ട് ഡൗൺ ചെയ്യാനുള്ള സജഷൻ, നമുക്ക് ഒരു റെക്കമെൻഡേഷൻ കൊടുക്കാൻ പറ്റും. അപ്പം ഈ ഒരു ഫോർമാറ്റ് ആണ് ആൻസറിൽ വരേണ്ടത്. അതിൽ ഫൈനൽ സജഷൻ എന്ന് പറയുന്നത് ഡാർബി എന്ന ഡിവിഷൻ നമുക്ക് എന്ത് ചെയ്യാം, ഷട്ട് ഡൗൺ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് റിക്വേർഡ് കംപ്ലീറ്റ് ആയോ എന്നൊന്നും കൂടെ നോക്കാം. റിക്വേർഡ് ഒന്നും കൂടെ വായിച്ചു പോകുന്നു. ഫസ്റ്റ് റിക്വേർഡിൽ പറയുന്നത് സ്റ്റേറ്റ്മെന്റ് കംപ്ലീറ്റ് ചെയ്യണം, റവന്യൂവും കോസ്റ്റും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണം, അതൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഏതെങ്കിലും ക്ലിനിക്കുകൾ ഷട്ട് ഡൗൺ ചെയ്യണോ എന്നുള്ള സജഷനും കൊടുക്കണം, അതും നമ്മൾ കൊടുത്തു. ക്ലിയർ ആണോ? ഇനി അതിന്റെ തന്നെ സെക്കൻഡ് റിക്വയർഡ്, ഡിസ്കസ് എനി അതർ അഡീഷണൽ ഫാക്ടേഴ്സ് which company should consider before deciding to shut down any of the 3 clinics at the end of 2002.
ക്വസ്റ്റ്യനുമായി കണക്ട് ചെയ്ത് എഴുതണം. കമ്പനിയുടെ ഏതെങ്കിലും ക്ലിനിക്ക് ഷട്ട് ഡൗൺ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഫാക്ടേഴ്സ്. കൺസിഡർ ചെയ്യേണ്ട ഫാക്ടേഴ്സിൽ ഒന്ന്, റിക്വയർഡ് ഏത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കോസ്റ്റിന്റെ ബേസിൽ ആ ഡിസിഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനകത്ത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒന്ന്, ഈ പെനൽറ്റിയുടെ എമൗണ്ട് എത്രയാണ്. നമ്മൾ ഒരു ഡിപ്പാർട്ട്മെന്റ് ഷട്ട് ഡൗൺ ചെയ്യുമ്പം ഒരു ഹ്യൂജ് പെനൽറ്റി കൊടുക്കേണ്ടി വരും. ആ ഹ്യൂജ് പെനൽറ്റി നമ്മൾ നമുക്ക് വരാൻ പോകുന്ന സേവിങ്സിനേക്കാളും കൂടുതലാണെങ്കിലോ, അപ്പം ആ ഒരു പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടി വരും. അവിടുത്തെ പെനൽറ്റി എമൗണ്ട് എത്രയാണ്, നമ്മൾ സപ്ലയർക്ക് കൊടുക്കേണ്ടി വരുന്ന, ലീസ് ബ്രേക്ക് ചെയ്യുമ്പം സപ്ലയർക്ക് കൊടുക്കേണ്ടി വരുന്ന പെനൽറ്റി എമൗണ്ട് എത്രയാണ് എന്നുള്ളത് ഒരു റെലവൻറ്റ് ഫാക്ടറാണ്. അത് കൺസിഡർ ചെയ്യണം. അതിന് പുറമെ നമ്മളൊരു ഡിപ്പാർട്ട്മെന്റ് ഷട്ട് ഡൗൺ ചെയ്യുമ്പം അവിടെ ഉണ്ടാവുന്ന എംപ്ലോയീസിന്റെ റിട്ടൻഡൻസി എങ്ങനെ നമ്മൾ ഹാൻഡിൽ ചെയ്യും. അതുപോലെ റിസോഴ്സസ് കുറച്ചും കൂടെ ഫ്രീ അപ്പ് ആവാം, കുറച്ചുകൂടെ ഫ്രീ ആവും, അത് നമ്മൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യും. അതുപോലെ എംപ്ലോയീസ്, ഒരു ഡിപ്പാർട്ട്മെന്റിലെ എംപ്ലോയീസ് റിട്ടൻഡന്റ് ആകുമ്പം ബാക്കി എക്സിസ്റ്റിംഗ് എംപ്ലോയീസിന് അതെങ്ങനെ എഫക്ട് ചെയ്യും, അത് കൺസിഡർ ചെയ്യേണ്ടി വരും. പിന്നെ നമ്മൾ ഒരു ക്ലിനിക്ക് ഷട്ട് ഡൗൺ ചെയ്യുമ്പോൾ, ഡിസ്കണ്ടിന്യൂ ചെയ്യുമ്പം കസ്റ്റമേഴ്സിന്റെ റിയാക്ഷൻ എങ്ങനെയായിരിക്കും, നമ്മുടെ ഗുഡ് വില്ലിനെ അത് എഫക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഒരു ഡിപ്പാർട്ട്മെന്റ്, ഒരു ഡിവിഷൻ, ഒരു ബ്രാഞ്ച് പൂട്ടി എന്ന് പറഞ്ഞാൽ മേ ബി അത് നെഗറ്റീവ്ലി എഫക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്, കോമ്പറ്റീറ്റർ അഡ്വാൻറ്റേജ് എടുക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് കൺസിഡർ ചെയ്യണം. ഇതിനൊരു ഓപ്പോസിറ്റ് സൈഡും ഉണ്ട്. അതായത് ഓൾറെഡി ക്വസ്റ്റനിൽ പറഞ്ഞിരുന്നത് ഒരു 30 മൈൽ റേഡിയസിലാണ് ഈ 3 ഡിവിഷൻസ് ഉള്ളത്. അതിലൊരു ഡിവിഷൻ ഷട്ട് ഡൗൺ ചെയ്താൽ മേ ബി അവിടെ വരേണ്ട കസ്റ്റമേഴ്സ് ബാക്കി ഡിവിഷനിലേക്ക് മേ ബി വരാം. ഇപ്പൊ സാധാരണ നമ്മൾ ഷട്ട് ഡൗൺ പറയുന്ന പോലെ ഒരു ഡിപ്പാർട്ട്മെന്റ് നിർത്തിയാൽ അതിന്റെ ഫുൾ റവന്യൂ പോകണമെന്ന് നിർബന്ധമില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പോ നമുക്ക് ഇപ്പം എലൻസിന് തന്നെ തൃശ്ശൂർ ബ്രാഞ്ച് ഉണ്ട്, കൊച്ചി, എക്സാമ്പിൾ പറയുകയാണെ, കൊച്ചി ബ്രാഞ്ചിലൊന്നും ഇറങ്ങിയ, തൃശ്ശൂർ ബ്രാഞ്ചിലൊന്നും ഇറങ്ങിയ, കൊച്ചി ബ്രാഞ്ച് ഉണ്ട്, കാലിക്കറ്റ് ബ്രാഞ്ച് ഉണ്ട്, മലപ്പുറത്തുണ്ട്, പാലക്കാട്, ഇങ്ങനെ എല്ലാ ഡിസ്ട്രിക്റ്റിലും ബ്രാഞ്ചസ് ഉണ്ടെന്ന് വിചാരിക്കുക. അതിലൊരു ബ്രാഞ്ച് ഷട്ട് ഡൗൺ ചെയ്താൽ എന്തായിരിക്കും സംഭവിക്കുക, നമുക്ക് അത്രയും ഒരു ബ്രാൻഡ് വാല്യൂ ഉണ്ടെങ്കിൽ നമ്മുടെ സ്റ്റുഡൻസ് തൃശ്ശൂരിൽ, ഇപ്പോൾ തൃശ്ശൂരിലെ ബ്രാഞ്ച് നമ്മൾ ഷട്ട് ഡൗൺ ചെയ്താലും അവിടുത്തെ കുറേ സ്റ്റുഡൻസും എങ്ങോട്ട് വരാം, കൊച്ചിയിലേക്കോ കാലിക്കറ്റിലേക്കോ വരാം. എല്ലാവരും വരുമെന്നല്ല, പക്ഷെ പോയിന്റ് ഇത്രയേ ഉള്ളൂ, എല്ലാ 100% റവന്യൂ നമുക്ക് മിസ്സാവണമെന്നില്ല. ചിലപ്പോൾ അതിൻ്റെ ഒരു 70-80% ബാക്കി ഡിവിഷൻസിലേക്ക് വരാം. ഇതൊരു പോസിബിലിറ്റി അല്ലേ. അപ്പൊ ഇതും എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യണം. പോയിന്റ് ഓക്കെ ആണോ? അപ്പൊ ഇത്രയും ഫാക്ടേഴ്സ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ കൺസിഡർ ചെയ്യാം. അവിടെ എത്ര ഫാക്ടേഴ്സ് എന്ന് അവർ പറഞ്ഞിട്ടില്ല. അപ്പോൾ 6 മാർക്സ് ആണ്, ഡിസ്കസ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഒരു 3 പോയിന്റ്സ് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്താൽ മതി. ക്ലിയർ ആണോ? അപ്പം ഇവിടെ ഷട്ട് ഡൗൺ ചെയ്യണോ വേണ്ടയോ എന്നല്ല നമ്മൾ റിക്വയർഡ് ബിയിൽ പറയുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ കൺസിഡർ ചെയ്യണം ആ ഫാക്ടേഴ്സ് പറഞ്ഞു കൊടുക്കുകയാണ്. ഓക്കെ അല്ലേ? ഇതായിരുന്നു ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ അതിന്റെ 2 റിക്വയർഡ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇത് ആൻസർ നിങ്ങൾ ക്ലാസ് കഴിഞ്ഞിട്ടൊന്ന് വായിച്ചു നോക്കണേ. അപ്പം എക്സാമിനർ ആൻസർ എങ്ങനെയാണ്, എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഏതൊക്കെ രീതിയിലാണ് പ്രസന്റ് ചെയ്തേക്കുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നമ്മുടെ ക്ലാസ് കഴിഞ്ഞിട്ട്, വീഡിയോ കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് കണ്ടു നോക്കണേ. സോറി, വായിച്ചു നോക്കണേ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. യെറ്റ്ഗോ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ. അതിന്റെ റിക്വയർഡ് ആദ്യം വായിക്കാം. Calculate the receivables collection period, operating profit margin, and current ratio for both the uni and lex resorts, and comment on their relative performance. 3 കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണം. റിസീവബിൾസ് കളക്ഷൻ പീരീഡ്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ, കറണ്ട് റേഷ്യോ, 2 ഡിവിഷൻസിനും കാൽക്കുലേറ്റ് ചെയ്യണം. അവരുടെ റിലേറ്റീവ് പെർഫോമൻസിന്റെ ബേസിൽ കമന്റ് ചെയ്യണം. ഇതാണ് ഫസ്റ്റ് റിക്വയർഡ്. സെക്കൻഡ് റിക്വയർഡ് ബിയിൽ തന്നെ 2 ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ, കാൽക്കുലേറ്റ് ദി ROI ഫോർ ബോത്ത് ഡിവിഷൻസ് ആൻഡ് സ്റ്റേറ്റ് വിച്ച് മാനേജർ ഇഫ് എനി വിൽ റിസീവ് എ ബോണസ് ദിസ് ഇയർ. അപ്പം ROI 2 ഡിവിഷൻസിന്റെയും കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഏതെങ്കിലും മാനേജർക്ക് ബോണസ് കിട്ടാൻ ചാൻസ് ഉണ്ടോ എന്നുള്ളത് ആൻസർ ചെയ്യണം. അതിൽ തന്നെ സെക്കൻഡ് പോയിന്റ്, എക്സ്പ്ലെയിൻ ദ പ്രോബ്ലംസ് വിത്ത് ദി കറന്റ് ബോണസ് സിസ്റ്റംസ് അറ്റ് ദി കമ്പനി. കമ്പനിയിലെ കറന്റ് ബോണസ് സിസ്റ്റത്തിന്റെ ഇഷ്യൂസ്. തേർഡ് റിക്വയർഡ്, കാൽക്കുലേറ്റ് യൂറിസ് ഡിവിഷണൽ ROI ഇഫ് ദ ന്യൂ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി ഗോസ് എഹെഡ്.
അതായത് നമ്മളൊരു പുതിയ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി ആ ക്വസ്റ്റനിൽ പറയുന്നത് അത് അക്സെപ്റ്റ് ചെയ്താലുണ്ടാവുന്ന പുതിയ ROI എത്രയായിരിക്കും, ആൻഡ് എക്സ്പ്ലെയിൻ വെദർ ദി മാനേജർ വിൽ മേക്ക് എ ഡിസിഷൻ ഓൺ ദി ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി വിച്ച് ഇസ് ഇൻ ദി ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് ദി കമ്പനി. അവിടെ മാനേജർ എടുക്കുന്ന ഡിസിഷൻ കമ്പനിയുടെ ബെസ്റ്റ് ഇൻട്രസ്റ്റിലായിരിക്കുമോ എന്നുള്ളതും കൂടെ പറയണം. ക്വസ്റ്റനിലേക്ക് വരാം. ഈ എഡ്ഗോ എന്ന് പറയുന്നത് വെക്കേഷൻ റിസോർട്ട്സിന്റെ ഒരു ചെയിനാണ്. 23 വെക്കേഷൻ റിസോർട്ട്സ് ഉണ്ട്. അപ്പം നമ്മൾ നോർമൽ റിസോർട്ടിന്റെ കോൺസെപ്റ്റ് നമുക്കറിയാലോ. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റിലാണ് കമ്പനി ഓപ്പറേറ്റ് ചെയ്യുന്നത്. നമ്മളുടെ 10 ഇയേഴ്സ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. കമ്പനിയുടെ എല്ലാ ഡിവിഷൻസും എല്ലാ റിസോർട്ട്സും ഇൻവെസ്റ്റ്മെന്റ് സെന്റേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ മാനേജറുടെ പെർഫോമൻസ് ROI ബേസിസിലാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ROI ബേസിസിലാണ് റിവാർഡ് കിട്ടുന്നത്. അപ്പോൾ ഇത്രയും കാര്യമാണ് ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത്. കമ്പനി എന്ന് പറയുന്നത് റിസോർട്ട്സ് ആണ്. ഡിഫറെന്റ് റിസോർട്ട്സ് ഉണ്ട്. അതിൽ എല്ലാവരുടെയും ROIയുടെ ബേസിസിലാണ് റിവാർഡ് കിട്ടുന്നത്, ബോണസ് കൊടുക്കുന്നത്. അതിൽ 2 റിസോർട്ടുകൾ ഒരേ സമയത്താണ് നമ്മൾ ബിൽഡ് ചെയ്തത്. അവർ ഓൾമോസ്റ്റ് എല്ലാ കാര്യത്തിലും ഐഡന്റിക്കൽ ആണ്, ബട്ട് ഡിഫറെന്റ് ലൊക്കേഷനിലാണെന്ന് മാത്രം. ആ 2 ഡിവിഷൻസ് ആണ് യൂറിയും ലെക്സും. അപ്പം യെറ്റ്ഗോ എന്ന് പറയുന്ന കമ്പനി, അതിനകത്ത് 2 ഡിവിഷൻസ് യൂറി ലെക്സും, രണ്ടും കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഡിസൈനിന്റെ കാര്യത്തിലൊക്കെ ഐഡന്റിക്കൽ ആയിരുന്നു, ഡിഫറെന്റ് ലൊക്കേഷനിലാണെന്ന് മാത്രം. പിന്നെ അവർ പറയുന്നത് തേർഡ് പാരഗ്രാഫിൽ പറയുന്നത് യൂറിയുടെ ഏരിയ കുറച്ചും കൂടെ ഫാഷനബിൾ ആയി. അതുകൊണ്ട് തന്നെ ഹോളിഡേ മേക്കേഴ്സിന്റെ ഒരു മെയിൻ ഡെസ്റ്റിനേഷൻ, അതായത് അവരുടെ ബിസിനസ് കുറച്ചും കൂടെ ഫേവർ ചെയ്യുന്ന അല്ലെങ്കിൽ കുറച്ചും കൂടെ നല്ല ബിസിനസ് കിട്ടാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലേക്ക് അത് മാറി. അത് കമ്പനിയുടെ അല്ലെങ്കിൽ യൂറിയുടെ ആക്ടിവിറ്റീസ് കൊണ്ടല്ല, എക്സ്റ്റേണൽ എൻവിയോൺമെന്റ് മാറി. അവർക്ക് കുറച്ചുകൂടെ ബിസിനസ് കിട്ടാൻ ചാൻസ് ഉണ്ട്. മാനേജർ ആണെങ്കിൽ, യൂറി ഡിവിഷന്റെ മാനേജർ ആണെങ്കിൽ കഴിഞ്ഞ 2 വർഷത്തിൽ വലിയ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും അവിടെ നടത്തിയിട്ടില്ല. അതേസമയം ലെക്സ് ഡിവിഷനിലേക്ക് വന്നാൽ അത് കുറച്ചും കൂടെ പോപ്പുലാരിറ്റി കുറഞ്ഞ ഒരു ഡെസ്റ്റിനേഷൻ ആണ്. അത്രയും ആൾക്കാർ വരുന്നില്ല, അത്രയും ആൾക്കാരെ അട്രാക്ട് ചെയ്യുന്ന ഒരു ലൊക്കേഷൻ അല്ല. അതുകൊണ്ട് തന്നെ ലെക്സിന്റെ മാനേജർ കുറച്ചും കൂടെ കൂടുതൽ കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ മാക്സിമം എഫിഷ്യന്റ് ആയിട്ട് ഓപ്പറേഷൻസ് എല്ലാം ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അപ്പം 2 ഡിവിഷൻ ഉണ്ട്. അതിൽ യൂറിക്ക് കുറച്ച് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് കൊണ്ട് കുറച്ച് അഡ്വാൻറ്റേജസ് ഉണ്ട്. പിന്നെ അയാൾ അഡീഷണൽ ഇൻവെസ്റ്റ്മെന്റോ കാര്യങ്ങളൊന്നും കഴിഞ്ഞ 2 വർഷത്തിൽ ചെയ്തിട്ടില്ല. അതേസമയം ലെക്സിന്റെ സിറ്റുവേഷൻ കുറച്ച് വേഴ്സ് ആണ്. അവിടുത്തെ എക്സ്റ്റേണൽ കണ്ടീഷൻസ് അഡ്വേഴ്സ് ആണ്. ബട്ട് അവിടുത്തെ മാനേജർ മാക്സിമം അത് മാനേജ് ചെയ്യാൻ നോക്കുന്നുണ്ട്. ദെൻ നമ്മുടെ 2 ഡിവിഷൻസിന്റെയും ഡീറ്റെയിൽസ് തരാണ്, ബഡ്ജറ്റ് അതിന്റെ എക്സ്ട്രാക്ട് തരാണ്. 2 ഡിവിഷന്റെയും ടേൺ ഓവർ ഉണ്ട്, സെയിൽസ് റവന്യൂ ഉണ്ട്. ഇപ്പം ഈ ടേൺ ഓവർ എന്ന് പറയുന്നത് മെജോറിറ്റി ആൾക്കാർക്കും അറിയാം സെയിൽസ് റവന്യൂ ആണ് മീൻ ചെയ്യുന്നത് എന്നുള്ളത്. അറിയാത്ത ആൾക്കാർ ഇപ്പം മനസ്സിലാക്കുക, സെയിൽസ് റവന്യൂ ഓർ ടേൺ ഓവർ എന്നൊക്കെ പറഞ്ഞാൽ സെയിം മീനിങ് തന്നെയാണ്. പിന്നെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എക്സ്ക്ലൂഡിംഗ് ഡിപ്രീസിയേഷൻ, പിന്നെ ഡിപ്രീസിയേഷൻ ബ്രാക്കറ്റിൽ കൺട്രോളബിൾ നോൺ കറന്റ് അസറ്റ്സ് അത് സെപ്പറേറ്റ്ലി തന്നു, ടാക്സ് തന്നു, പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് തന്നു. പിന്നെ കൺട്രോളബിൾ നോൺ കറന്റ് അസറ്റ്സ് ഉണ്ട്, ഇൻവെന്ററി, റിസീവബിൾസ്, പേയബിൾസ് ഒക്കെ 2 ഡിവിഷന്റെയും തന്നിട്ടുണ്ട്. നെറ്റ് കൺട്രോളബിൾ അസറ്റ്സ് ഉണ്ട്. പിന്നെ അടുത്ത പാരഗ്രാഫിൽ പറയുന്നത് മാനേജർക്ക് റിവാർഡ് കിട്ടുന്നത് എങ്ങനെയാണ്. ഫോർ ഈച്ച് ഹോൾ പെർസെൻറ്റേജ് പോയിന്റ് അച്ചീവ്ഡ് അബവ് 22% ROI, മാനേജേഴ്സ് ആർ പെയ്ഡ് എ ബോണസ് ഓഫ് $5,000. അതായത് 22 ആണ് ടാർഗറ്റ് ROI. 22ന്റെ മേലെ അവർ അച്ചീവ് ചെയ്യുന്ന ഓരോ പെർസെൻറ്റേജിനും $5,000 വെച്ച് ബോണസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 22 ആണ് ടാർഗറ്റ് ROI. അതിന്റെ മേലേക്ക് എത്രത്തോളം പെർസെൻറ്റേജ് ആഡ് ചെയ്യുന്നോ അതിനനുസരിച്ചായിരിക്കും ബോണസ് കിട്ടുക. പിന്നെ നെക്സ്റ്റ് സെന്റൻസ്, ദ റിസോർട്ട്സ് ROI is calculated on controllable assets only, which therefore exclude the largest proportion of the resorts assets, namely the land and building. Controllable assets മാത്രമേ എടുക്കുന്നുള്ളൂ. In the past 5 years, the manager at URI has been awarded large bonuses, whereas the manager at Lex has received no bonus. അപ്പം കഴിഞ്ഞ 5 വർഷമായിട്ട് യൂറി ഡിവിഷനിൽ ബോണസ് കൊടുക്കുന്നുണ്ട്, ROI അവർ മീറ്റ് ചെയ്യുന്നുണ്ട്. ലെക്സിന്റെ മാനേജർക്കൊന്നും കിട്ടുന്നില്ല. കമ്പനീസ് ആവറേജ് ഫിനാൻഷ്യൽ റേഷ്യോസ് ആർ ആസ് ഫോളോസ്. ഇൻവെന്ററി ഹോൾഡിംഗ് പീരീഡ് 80 ആണ്, റിസീവബിൾസ് കളക്ഷൻ പീരീഡ് 60 ആണ്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ 36%, കറന്റ് റേഷ്യോ 3:1. ദെൻ ഒരു സെപ്പറേറ്റ് പാരഗ്രാഫിൽ അടുത്ത ഇൻഫർമേഷൻ തരുന്നു. കമ്പനി യൂറി റിസോർട്ട് ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി, ദ മാനേജർ അറ്റ് യൂറി ഹാസ് an opportunity to invest in state-of-the-art solarium equipment at a cost of $20,000. The equipment will be used for 3 years before being sold for $5,000. This will generate $8,000 net cash flow each year. കമ്പനിയുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ 10%. അപ്പോൾ പറയുന്ന ഇത്രേ ഉള്ളൂ. യൂറി ഡിവിഷൻ ഒരു അഡീഷണൽ ഇൻവെസ്റ്റ്മെന്റ് വരുന്നു. അതിന്റെ കോസ്റ്റ് 20 ആണ്. 3 years ആണ് യൂസ്ഫുൾ ലൈഫ്. 3 years കഴിയുമ്പോൾ 5,000 അതിന് സെയിൽ ചെയ്യാൻ പറ്റും. അതാണ് സ്ക്രാപ്പ് വാല്യൂ.
പിന്നെ അതിൽ നിന്ന് ക്യാഷ് ഫ്ലോ, നെറ്റ് ക്യാഷ് ഫ്ലോ 8,000 ഉണ്ട്. കമ്പനിയുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ 10%. അപ്പൊ എന്തൊക്കെ ഡീറ്റെയിൽസ് ക്വസ്റ്റനിൽ പറഞ്ഞു ഒന്ന് ആലോചിച്ചേ. യെറ്റ്ഗോ എന്ന് പറയുന്ന കമ്പനി റിസോർട്ട്സ് ആണ്. 2 റിസോർട്ട് യൂറിയും ലെക്സും. യൂറിക്ക് എക്സ്റ്റേണൽ സിറ്റുവേഷൻസ് കുറച്ചുകൂടെ ഫേവറബിൾ ആണ്, നല്ലതാണ്. ലെക്സിന്റെ കാര്യത്തിൽ അത്ര ഫേവറബിൾ കണ്ടീഷൻസ് അല്ല. സ്റ്റിൽ ലെക്സിന്റെ മാനേജർ നന്നായി മാനേജ് ചെയ്യുന്നുണ്ട്. യൂറിക്ക് സ്ഥിരമായിട്ട് ബോണസ് കാര്യങ്ങൾ കിട്ടുന്നുണ്ട്, ലെക്സിന്റെ മാനേജർക്ക് അങ്ങനെ കിട്ടുന്നില്ല. പിന്നെ 22 ആണ് ടാർഗറ്റ് ROI, അത് മീറ്റ് ചെയ്താൽ മാത്രമേ അവർക്ക് റിവാർഡ് കിട്ടുന്നുള്ളൂ. പിന്നെ ഇത് കൂടാതെ യൂറി മാനേജർക്ക് ഒരു അഡീഷണൽ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇനി ക്വസ്റ്റനിലേക്ക് വരാം. റിക്വയർഡിലേക്ക് വരുന്നു. ആദ്യം കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് റിസീവബിൾസ് കളക്ഷൻ പീരീഡ്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ, കറണ്ട് റേഷ്യോ. അപ്പോൾ ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്യുന്നു. ആദ്യം റിസീവബിൾസ് കളക്ഷൻ പീരീഡ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? റിസീവബിൾസ് എത്രയാണ് നോക്കുക. റിസീവബിൾസ് 90,000 ആണ്. ഡിവൈഡഡ് ബൈ ടേൺ ഓവർ, സെയിൽസ് റവന്യൂ 350,000 ഇൻറ്റു 365. റിസീവബിൾസ് കളക്ഷൻ പീരീഡ് 94 വരും. ലെക്സിലാണെങ്കിൽ റിസീവബിൾ കളക്ഷൻ പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ റിസീവബിൾസ് എടുക്കുന്നു 70,000 ഡിവൈഡഡ് ബൈ ടേൺ ഓവർ 420,000 ഇൻറ്റു 365. കമ്പനി ആവറേജ് റിസീവബിൾ കളക്ഷൻ പീരീഡ്, കമ്പനി ആവറേജ് 60 days. പിന്നെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എടുക്കണം. അപ്പോൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എടുക്കുമ്പോൾ തന്നിരിക്കുന്ന പ്രോഫിറ്റ് ഡയറക്റ്റ്ലി എടുക്കരുത്, അത് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആണ്. അപ്പം PBIT ആണ് നമ്മൾ ഈ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കൊണ്ട് മീൻ ചെയ്യുന്ന പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. ബാക്കിയുള്ള എല്ലാ ഓപ്പറേഷൻ എക്സ്പെൻസും മൈനസ് ചെയ്തിട്ടുണ്ടാവണം. അപ്പം പ്രോഫിറ്റ് എത്ര എടുക്കും? പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 73 ആണ്. അതിൽ ഇത് മൈനസ് ചെയ്തിട്ടുണ്ട്, ടാക്സ് മൈനസ് ചെയ്തിട്ടുണ്ട്, ഇൻട്രസ്റ്റ് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പം ടാക്സ് തിരിച്ച് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കുമല്ലോ നമ്മുടെ പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. അതായത് റവന്യൂന്ന് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് മൈനസ് ചെയ്യണം, ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്യണം. ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്യണമെന്നൊരു ഡൗട്ട് വേണ്ട, മൈനസ് ചെയ്യണം. കാരണം ഡിപ്രീസിയേഷൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ എക്സ്പെൻസ് ആണ്, അതും മൈനസ് ചെയ്തിട്ടുള്ള എമൗണ്ട് വേണം, പ്രോഫിറ്റ് വേണം എടുക്കാൻ. അപ്പം ഒന്നുകിൽ റവന്യൂന്ന് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്ത് വരാം, അല്ലെങ്കിൽ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിന്റെ മേലെ തിരിച്ച് ആ ടാക്സ് ആഡ് ബാക്ക് ചെയ്താലും മതി. ടാക്സ് മൈനസ് ചെയ്തൊന്ന് മൈനസ് ചെയ്യണം, തിരിച്ച് ആഡ് ചെയ്യാം. ഇപ്പൊ 73,000 പ്ലസ് 51,000, ഇതാണ് നമ്മുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ സെയിൽസ് റവന്യൂ. ടേൺ ഓവർ വരുന്നത് 350,000 ഇൻറ്റു 100. പെർസെൻറ്റേജ് ആക്കി എടുക്കുമ്പോൾ 35% ആയിരിക്കും വരിക. ലെക്സിലേക്ക് വരുന്ന സമയത്ത് ഇതേപോലെ തന്നെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഉണ്ട്, ടാക്സ് തിരിച്ച് ആഡ് ബാക്ക് ചെയ്യുന്നു. 94 പ്ലസ് 60, 94,000 പ്ലസ് 66,000 ഡിവൈഡഡ് ബൈ ടേൺ ഓവർ വരുന്നത് 420,000, 38% വരും. കമ്പനി ആവറേജ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ 36%. പിന്നെ കറണ്ട് റേഷ്യോ എടുക്കണം, കറണ്ട് അസറ്റ്സ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി. ഇതൊക്കെ ഇക്വേഷൻസ് ഒക്കെ അറിയാമെന്ന് വിചാരിക്കുന്നു. അതൊന്നും ഡീറ്റെയിൽ ആയിട്ടുള്ള ഇക്വേഷൻ ഒന്നും കാര്യങ്ങളൊന്നും ഇവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല, അതൊക്കെ ബേസിക് ആയിട്ട് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ വാല്യൂസ് മാത്രം ശരിക്കും കൊടുത്താൽ മതി. ഞാനിപ്പോൾ എക്സലിൽ ചെയ്യുന്നതുകൊണ്ടാണ് ആ കാൽക്കുലേഷൻ എടുത്ത് കാണിക്കുന്നത്. കറണ്ട് റേഷ്യോ ആണെങ്കിൽ ഓരോ ഡിവിഷന്റെയും കറണ്ട് അസറ്റ് ഡിവൈഡ് ബൈ കറണ്ട് ലയബിലിറ്റി. കറണ്ട് അസറ്റ് എന്ന് പറയുമ്പോൾ ഇൻവെന്ററി വരുന്നുണ്ട് 90,000 പ്ലസ് റിസീവബിൾസ് 90,000 ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി. കറണ്ട് ലയബിലിറ്റി ആയിട്ട് ഇത് മാത്രമേ ഉള്ളൂ, പേയബിൾസ് മാത്രമേ ഉള്ളൂ 40,000. 4.5 വരും. ലെക്സ് ആകുമ്പം ഇതേപോലെ തന്നെ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഇൻവെന്ററി 40,000 പ്ലസ് 70,000 റിസീവബിൾസ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി 40,000. 2.8 വരും. കമ്പനി ആവറേജ് കറണ്ട് റേഷ്യോ 3.1, സോറി 3:1 അല്ല, അപ്പൊ 3. അപ്പം അവർ പറഞ്ഞ വാല്യൂസ് എല്ലാം കാൽക്കുലേറ്റ് ചെയ്തു. അത് സിമ്പിൾ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആകെ കൺഫ്യൂഷൻ വരുന്നത് അവിടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ എടുക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഡിപ്രീസിയേഷൻ, സോറി ടാക്സ് കഴിഞ്ഞിട്ടുള്ള എമൗണ്ട് ആയിരിക്കും ചിലപ്പോൾ എടുത്തിട്ടുണ്ടാവുക, അത് മാത്രം കറക്റ്റ് ചെയ്താൽ മതി.
എപ്പോഴും ഓർക്കുക, ഡിവിഷണൽ പ്രോഫിറ്റ് എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡിപ്രീസിയേഷൻ ഒക്കെ കഴിഞ്ഞ് ഇൻട്രസ്റ്റും ടാക്സും മൈനസ് ചെയ്യുന്നതിന് മുമ്പുള്ള എമൗണ്ട് ആണ് അവിടെ എടുക്കുന്നത്. അങ്ങനെ പറഞ്ഞ വാല്യൂസ് എല്ലാം കാൽക്കുലേറ്റ് ചെയ്തു. ഇനി ഇതിന്റെ ഒരു അസസ്മെന്റ് നടത്തണം. അപ്പം അസസ്മെന്റ് നടത്തുമ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ സെപ്പറേറ്റ് ഹെഡിങ്സ് കൊടുത്തിട്ടായിരിക്കും നോർമലി നമ്മൾ ഡിസ്കസ് ചെയ്യുക. അപ്പം നമുക്ക് ആദ്യം റിസീവബിൾസ് കളക്ഷൻ പീരീഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മൂന്നിന്റെയും വാല്യൂസ് ആദ്യം കമ്പയർ ചെയ്യുക. 94 ആണ് യൂറി, ലെക്സിന് 61, കമ്പനി ആവറേജ് 60. അപ്പം റിസീവബിൾസ് കളക്ഷൻ പീരീഡ് കൊണ്ട് മീൻ ചെയ്യുന്ന നമ്മുടെ കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്ന് പൈസ കളക്ട് ചെയ്യാൻ നമ്മൾ എത്ര ടൈം എടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് ജനറലി കുറയുന്നതാണ് നമുക്ക് നല്ലത്. ലെക്സിന്റെ കാര്യത്തിൽ അത് 61 ആണ്. രണ്ട് ഡിവിഷൻസും കമ്പനി ആവറേജിനേക്കാൾ മുകളിലാണ്. ബട്ട് കമ്പാരിറ്റീവ്ലി യൂറിയേക്കാളും ബെറ്റർ ആയിട്ട് ലെക്സ് അത് മാനേജ് ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് ക്യാഷ് കളക്ട് ചെയ്യുന്നുണ്ട് ലെക്സ്. അപ്പം അത് ആ മാനേജറുടെ അല്ലെങ്കിൽ ആ ഡിവിഷന്റെ ഓപ്പറേഷണൽ എഫിഷ്യൻസി ആണ് കാണിക്കുന്നത്. ആക്ച്വലി യൂറിക്ക് എക്സ്റ്റേണൽ കണ്ടീഷൻസ് കുറച്ചുകൂടെ അഡ്വാൻറ്റേജ് ഉണ്ടെങ്കിലും അത് യൂട്ടിലൈസ് ചെയ്യാൻ യൂറിക്ക് പറ്റുന്നില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ശരിക്കും കൂടുതൽ കസ്റ്റമേഴ്സ് വരുന്ന കൂടുതൽ അട്രാക്റ്റീവ്നെസ് ഉള്ള ലൊക്കേഷനാണ് യൂറിക്കുള്ളത്. സ്റ്റിൽ അവർക്ക് ആ എമൗണ്ട് കളക്ട് ചെയ്യാൻ പ്രോപ്പറായിട്ട് കളക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ആ ടൈം കൂടുതലാണ് കാണിക്കുന്നത്. അപ്പം ആ ഒരു പെർസ്പെക്റ്റീവിൽ ലെക്സ് ആണ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്നത്. ദെൻ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിനിലേക്ക് വന്നാൽ കമ്പനിക്ക് 36 ആണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ. യൂറി കമ്പനിയെക്കാളും മോശമായിട്ടാണ് പെർഫോം ചെയ്യുന്നത്. ബട്ട് ലെക്സ് ഇക്കാര്യത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ബെറ്റർ പെർഫോമൻസ് ആണ്. യൂറിയേക്കാളും കമ്പനി ആവറേജിനേക്കാളും ബെറ്റർ പെർഫോമൻസ് ആണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിനിലുള്ളത്. അപ്പം ലെക്സിൽ നമ്മൾ എമൗണ്ട്സ് നോക്കിക്കഴിഞ്ഞാൽ ലെക്സിന്റെ റവന്യൂ കമ്പാരിറ്റീവ്ലി യൂറിയുടെ റവന്യൂവിനേക്കാളും ഭയങ്കര കൂടുതലാണ്. അത് ഒരു ഒരു വലിയ പ്ലസ് പോയിന്റ് ആണ് ലെക്സിനെ സംബന്ധിച്ച്. കാരണം ലെക്സിൽ എക്സ്റ്റേണൽ കണ്ടീഷൻസ് അഡ്വേഴ്സ് ആയിട്ട് കൂടി ഇത്രയും റവന്യൂ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ ഇത്രയും പ്രോഫിറ്റും ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല പ്രോഫിറ്റ് മാർജിനിൽ അവർ റൺ ചെയ്യുന്നു എന്നുള്ളത് എഗെയിൻ അവരുടെ എഫിഷ്യൻസിയാണ് കാണിക്കുന്നത്. യൂറിയെ സംബന്ധിച്ച് എഗെയിൻ ആ പെർസെൻറ്റേജ് കുറവാണ്. അപ്പം അവരുടെ ഒരു റീസൺ എന്തുകൊണ്ട് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ കുറയുന്നത് വെച്ചാൽ അവരുടെ റവന്യൂ മൊത്തത്തിൽ കുറവാണ്. കോസ്റ്റുകൾ ഓൾമോസ്റ്റ് ആർക്ക് ഈക്വൽ ആയിട്ട് തന്നെ വരുന്നുണ്ട്. ലെക്സിന് ഈക്വൽ ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഇവിടെയും വരുന്നുണ്ട്, യൂറിയിലും വരുന്നുണ്ട്. പക്ഷേ റവന്യൂ യൂറിക്ക് ഭയങ്കര കുറവാണ്. കമ്പയർഡ് ടു ലെക്സ് റവന്യൂ യൂറിയുടെ കുറവാണ്. അതുകൊണ്ടായിരിക്കും ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ ഇവിടെ കുറഞ്ഞിരിക്കുന്നത്. അപ്പം അത് ആ മാനേജർ എന്തായിരിക്കും അവിടുത്തെ ഇഷ്യൂ? അതായത് അവിടെ ലൊക്കേഷൻ അട്രാക്റ്റീവ് ആണെങ്കിലും നമ്മുടെ റിസോർട്ട് യൂറി എന്ന റിസോർട്ട് ചിലപ്പോൾ എന്തായിരിക്കില്ല, അട്രാക്റ്റീവ് ആയിരിക്കില്ല. എസ്പെഷ്യലി അവിടെ അഡീഷണൽ ഇൻവെസ്റ്റ്മെന്റ്സ് ഒന്നും നടത്തിയിട്ടില്ല എന്ന് ക്വസ്റ്റനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടായിരിക്കും മേ ബി റവന്യൂവിലൊരു ആ ഒരു ഡിപ്പ് നമ്മൾ കാണുന്നത്, അല്ലെങ്കിൽ റവന്യൂ കമ്പയർഡ് ടു ലെക്സിന്റെ റവന്യൂ ഇവിടെ റവന്യൂ കുറഞ്ഞിരിക്കുന്നത്. പിന്നെ കറണ്ട് റേഷ്യോ നോക്കുന്ന സമയത്ത് കറണ്ട് റേഷ്യോ യൂറിക്ക് 4.5ഉം ലെക്സ് 2.8 ആണ്. രണ്ടും നല്ല വാല്യൂസ് ആണ്, രണ്ടും നല്ലതാണ്. ജനറൽ ഒരു എബോവ് 1 കിട്ടുക എന്നുള്ളതാണ് നമ്മൾ പറയുക. രണ്ടും നല്ല വാല്യൂസ് ആണ്. ബട്ട് കുറച്ചുകൂടെ ബെറ്റർ ലെക്സിന്റെ കറണ്ട് റേഷ്യോ ആണ്. എന്ന് വെച്ചാൽ എന്തുകൊണ്ടത് ബെറ്റർ ആയെന്ന് ചോദിച്ചാൽ 4.5 കറണ്ട് റേഷ്യോ എന്ന് പറഞ്ഞാൽ അത്രയും കറണ്ട് അസറ്റ്സ് അവിടെയുണ്ട്. ആ അസറ്റ്സ് നമ്മൾ കൂടുതൽ യൂട്ടിലൈസ് ചെയ്യുന്നില്ല. വെറുതെ ഇപ്പൊ കുറെ ക്യാഷ്, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയണം പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. ഇപ്പം ചിലപ്പോൾ കുറെ ക്യാഷ് ഉണ്ടാവും, അല്ലെങ്കിൽ ഇവിടെ കുറെ ഇൻവെന്ററി ഉണ്ടാവും, അല്ലെങ്കിൽ കുറെ പൈസ കിട്ടാനാണ് എന്നല്ലാതെ അത് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ ആർക്ക് പറ്റുന്നില്ല, യൂറിക്ക് പറ്റുന്നില്ല. അതേസമയം ലെക്സ് എന്ത് ചെയ്യുന്നില്ല, അത് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് മാനേജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ ഒരു ഒപ്റ്റിമൽ വാല്യൂ ആണ് ലെക്സിന് വന്നേക്കുന്ന കറണ്ട് റേഷ്യോ. അപ്പം ഓവറോൾ നോക്കിയാൽ യൂറിയേക്കാളും നമ്മൾ എടുത്ത മൂന്ന് മെട്രിക്സിലും ലെക്സ് ആണ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്നത്. അപ്പം എങ്ങനെയാണ് ഡിസ്കസ് ചെയ്യേണ്ടത് ആൻസർ, ഞാൻ കീ പോയിന്റ്സ് ആണ് പറഞ്ഞു തന്നത്. റിസീവബിൾസ് കളക്ഷൻ പീരീഡ് കമ്പയർ ചെയ്യുന്നു, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ, കറണ്ട് റേഷ്യോ. അപ്പം ഏതാണ് നല്ലത് ഏതാണ് വേഴ്സ്റ്റ് ആ കാര്യങ്ങൾ പറയുന്നു. എന്തുകൊണ്ടായിരിക്കും ഇവിടെ കൂടിയത് ഇവിടെ കുറഞ്ഞത് ആ കാര്യങ്ങൾ പറയുന്നു. ലാസ്റ്റ് ഒരു കൺക്ലൂഷൻ പറയുന്നു. ഇവിടെ കൃത്യമായൊരു പ്രോപ്പർ കൺക്ലൂഷനിലേക്ക് നമുക്ക് എത്താൻ പറ്റും. മൂന്ന് മെഷറിലും ലെക്സ് ആണ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് യൂറിയേക്കാളും ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്നത്. അങ്ങനെ ഒരു കൺക്ലൂഷൻ നമുക്ക് എടുത്തു പറയാം. ഇത്രയും കാര്യങ്ങളായിരിക്കും ഫസ്റ്റ് റിക്വേർഡിൽ നമുക്ക് പറയാൻ പറ്റുക. സെക്കൻഡ് റിക്വേർഡിലേക്ക് വരുന്നു. നമ്മൾ രണ്ട് ഡിവിഷൻസിന്റെയും ROI കാൽക്കുലേറ്റ് ചെയ്യണം. ഏതെങ്കിലും മാനേജർക്ക് ബോണസ് കിട്ടുമോ എന്നുള്ള കാര്യം പറയണം. നമുക്ക് സെക്കൻഡ് റിക്വേർഡിലേക്ക് വരാം. ROI കാൽക്കുലേഷൻ. ROI കാൽക്കുലേറ്റ് ചെയ്യുന്നത് വേണം നമുക്ക് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ആണ് നമ്മൾ എടുക്കുക. രണ്ട് ഡിവിഷന്റെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എടുക്കണം. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എത്ര വരും? യൂറിയുടെ കാര്യത്തിൽ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഉണ്ട്. അതിൽ നിന്ന് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നേരത്തെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. അങ്ങനെ 73 പ്ലസ് 51. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എടുക്കുന്നു. ലെക്സിലും ഇതേപോലെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എടുക്കുന്നു. 94 പ്ലസ് 66. ഇനി ഇവിടുത്തെ നെറ്റ് അസറ്റ്സ് നോക്കാം. നെറ്റ് അസറ്റ്സ്, നെറ്റ് കൺട്രോളബിൾ അസറ്റ്സ് അവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്. നമ്മളായിട്ട് വേറെ ഒന്നും കാൽക്കുലേറ്റ് ചെയ്യേണ്ട, ഡയറക്ട്ലി അവിടെ ഉണ്ട് 490 770.
അങ്ങനെയാണെങ്കിൽ രണ്ട് ഡിവിഷൻ്റെയും ROI കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ നെറ്റ് അസറ്റ്സ്. രണ്ട് ഡിവിഷനിലും കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതിൽ യൂറിയുടെ ROI വരുന്നത് 25.31ഉം ലെക്സിന് 20.78 ഉള്ളൂ. 22 ആണ് ROI ടാർഗറ്റ്. അതുകൊണ്ട് യൂറി മാനേജർക്ക് ബോണസ് കിട്ടും, ലെക്സിന്റെ മാനേജർക്ക് ബോണസ് കിട്ടില്ല, ബിക്കോസ് 22 താഴെയാണ്. അപ്പം ഇത്രയാണ് ഈ രണ്ടാമത്തെ റിക്വയർഡ് ആകെ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ജസ്റ്റ് ROI കാൽക്കുലേറ്റ് ചെയ്യുക, ബോണസ് കിട്ടുമല്ലോ എന്നുള്ള പറയാം. അപ്പം ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ PM ജനറലി നിങ്ങൾ പഠിക്കുമ്പോഴാണെങ്കിൽ ഇപ്പോൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഈ ലാസ്റ്റ് മൊമെന്റിലൊക്കെ പലർക്കും ടെൻഷൻ ഉണ്ടാവാറുണ്ട്, ഭയങ്കര ടഫാണ്, അതാണ് ഇതാണെന്നൊക്കെ പലരും പറയാറുണ്ട്. എക്സാം കഴിഞ്ഞ ആൾക്കാരും എക്സാം എഴുതിയ ആൾക്കാരൊക്കെ പറയാറുണ്ട്. പക്ഷെ നിങ്ങളൊന്ന് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു നോളജ് വെച്ച് ഈ ക്വസ്റ്റൻ ഒന്ന് അനലൈസ് ചെയ്താൽ ഇതൊക്കെ ശരിക്കും ഒരു സിമ്പിൾ റിക്വയർഡ് അല്ലേ? സിമ്പിൾ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ? എല്ലാ ക്വസ്റ്റിനും 100% ഈസി ആണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഇതൊക്കെ ഭയങ്കര സിമ്പിൾ ആയിട്ട് ഡയറക്ട്ലി നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മൾ പഠിച്ചൊരു ഇക്വേഷൻ, അതിന് വേണ്ട വാല്യൂസ് അവിടെ തരുന്നു, നേരെ ഇക്വേഷനിലേക്ക് ഇടുന്നു, ആൻസർ കിട്ടുന്നു, 3 മാർക്സ്. ഭയങ്കര ഈസിലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. അപ്പം PM എക്സാം ഒരിക്കലും എക്സാം അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ടൈപ്പ് ഭയങ്കര ടഫ് ആയതുകൊണ്ടല്ല പാസ് പെർസെൻറ്റേജ് കുറയുന്നു അല്ലെങ്കിൽ എക്സാം ടഫായി പോകുന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ PM പേപ്പറിന്റെ പാസ് പെർസെൻറ്റേജ് കുറയുന്നു അല്ലെങ്കിൽ PM ടഫാണെന്ന് പറയുന്നത് ക്വസ്റ്റ്യൻസ് ഭയങ്കരമായിട്ട് നമുക്ക് നോക്കാൻ അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് മാത്രമല്ല, അല്ലെങ്കിൽ ആ രീതിക്കല്ല. ഒരു മെയിൻ പ്രശ്നം, നമ്മൾ എക്സാമിന്റെ സമയത്ത് നമ്മുടെ ഒരു ടെൻഷൻ മാനേജ്മെന്റ് അല്ലെങ്കിൽ ടൈം മാനേജ്മെന്റ് കറക്റ്റ് ആവാത്തത് കൊണ്ടാണ് ഇത് പലപ്പോഴും സ്റ്റക്ക് ആയി പോകുന്ന സ്റ്റുഡൻസ്. അതായത് ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ തന്നെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പം റിക്വയർഡ് A, റിക്വയർഡ് B, റിക്വയർഡ് C എന്ന ഓർഡറിലാണ് പറയുന്നതെങ്കിലും നിങ്ങൾ എക്സാമിന് ഇത് ചെയ്യുന്ന സമയത്ത് ഈസി മാർക്സ് ആദ്യം കണ്ടുപിടിച്ച് അല്ലെങ്കിൽ അത് ആദ്യം ചെയ്യാൻ ശ്രമിക്കുക. എന്ന് വെച്ചാൽ ഇപ്പം റിക്വയർഡ് എ കാൽക്കുലേഷൻ പ്ലസ് തിയറി ഡിസ്കഷൻ വരണം. അപ്പോൾ തിയറി ആകുമ്പോൾ നമ്മൾ കുറേ ആലോചിച്ച് അതായിരിക്കും ഇതായിരിക്കും, ഈ പോയിന്റ് എഴുതണോ ആ പോയിന്റ് എഴുതണോ എന്നൊക്കെ ചിലപ്പോൾ ആലോചിച്ച് സമയം അവിടെ പോകാൻ ചാൻസ് ഉണ്ട്. അതേസമയം റിക്വയർഡ് ബി ഈസിലി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. 3 മാർക്സേ ഉള്ളൂ, ബട്ട് ആ 3 മാർക്സ് നമുക്ക് ഒരു 2 മിനിറ്റ്സിൽ കിട്ടൂലേ? അത്ര ഈസിലി കിട്ടുന്ന ഞാൻ പറയുന്നത് ഈ ക്വസ്റ്റൻ മാത്രം, നമ്മൾ ഇന്ന് ഇന്ന് ചെയ്ത മുമ്പത്തെ ക്വസ്റ്റൻ എടുത്തോ അല്ലെങ്കിൽ ഇന്നലെ ചെയ്ത ക്വസ്റ്റൻസ് എടുത്തോ, അതിലൊക്കെ ഈ ഈസി മാർക്സ് ഉണ്ട്. അതായത് ക്വസ്റ്റനിൽ ഒരു 20-30% ഭയങ്കര ഈസിയാണ്. നിങ്ങൾ ഒരു തവണ ക്വസ്റ്റ്യൻ വായിക്കുമ്പം റിക്വയർഡ് വായിച്ചു, ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ ഒരു 20-30% ആദ്യത്തെ ഒരു 5 മിനിറ്റ്സിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അത്ര ഈസി ആയിട്ടുള്ള ഏരിയ ആണ്. പിന്നെ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവാത്ത അല്ലെങ്കിൽ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു 20-30% വേറെ ഉണ്ടാവും. ഇതിനിടയിൽ ഒരു ആവറേജ് ലെവലിൽ ബാക്കി. അപ്പൊ പലപ്പോഴും സംഭവിക്കുന്നത്, നമുക്ക് മനസ്സിലാവാത്തത് എന്താണോ, നമുക്ക് കൺഫ്യൂഷൻ വരുന്നത് എന്താണോ, അത് മനസ്സിൽ കിടക്കും, അത് കുറെ ആലോചിച്ച് കുറെ സമയം അതിന്റെ മേലെ പോകും. അങ്ങനെ കുറെ ആലോചിച്ച് കഴിയുമ്പോൾ പിന്നെ നമ്മുടെ മൈൻഡ് വർക്ക് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ബ്ലാങ്ക് ആയി പോയി എന്ന് എപ്പോഴും സ്റ്റുഡൻസ് പറയാറുണ്ട്. അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് എത്തും. ഞാൻ പറയും, നിങ്ങൾ ആ ഒരു എക്സാം പ്രഷർ നന്നായി ഹാൻഡിൽ ചെയ്യാൻ പഠിക്കുക. എങ്ങനെ? ക്വസ്റ്റ്യൻ വായിക്കുമ്പം ആദ്യമേ നമ്മൾ മനസ്സിലാക്കുന്നത് ക്വസ്റ്റ്യനകത്ത് ഈ ഒരു പ്രപ്പോർഷനിലായിരിക്കും അതിന്റെ മാർക്സ് ഉണ്ടാവുക. എങ്ങനെ? ഒരു 20%, 20-30% ഭയങ്കര ഈസി ആയിരിക്കും. എന്ന് വെച്ചാൽ നിങ്ങൾ റിക്വയർഡ് വായിച്ചു, ക്വസ്റ്റ്യൻ വായിച്ചാൽ ഒറ്റയടിക്ക് അതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ആൻസറിലേക്ക് എടുത്ത് കുറച്ച് മാർക്ക് ഈസിലി കിട്ടും, ഒരു 20-30%. പിന്നെ ഒരു 20-30% ക്വസ്റ്റ്യൻ, ഒരു 20-30% നിങ്ങൾക്ക് മനസ്സിലാവാത്തതുകൊണ്ട് ആ മാർക്ക് അത്ര ഈസിലി കിട്ടില്ല. അതായത് നിങ്ങൾ കുറേ വായിച്ച് നിങ്ങൾ അത്ര നന്നായി ബ്രെയിൻ വർക്ക് ചെയ്താൽ മാത്രമേ ചിലപ്പോൾ ഒറ്റയടിക്ക് അത് കിട്ടുള്ളൂ. അത് കിട്ടാൻ ചാൻസ് കുറവാണ്. പിന്നെ ബാക്കിയുള്ള ഒരു ആവറേജ് ലെവലിൽ കിടക്കുന്നുണ്ടാവും. അപ്പൊ എപ്പോഴും ആ ഈസി മാർക്സ് ആദ്യം ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ഇത് നിങ്ങൾ കൃത്യമായി ഒരു അപ്രോച്ച് തന്നെ എടുക്കണം. ഇത് പറഞ്ഞു തരാൻ ഈസിയാണ് അല്ലെങ്കിൽ കേൾക്കാൻ ഈസിയാണ്, ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ട്. കാരണം എന്താ, നമ്മുടെ മൈൻഡ് എപ്പോഴും എങ്ങനെ വർക്ക് ചെയ്യത്തുള്ളൂ? ക്വസ്റ്റ്യൻ വായിച്ച് ആദ്യത്തെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് രണ്ടാമത്തെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് അങ്ങനെ പോകത്തുള്ളൂ. അപ്പം അതുകൊണ്ടാണ് ഈ PM എക്സാമിന് പലപ്പോഴും സ്റ്റുഡൻസ് ഭയങ്കര സ്ട്രഗിൾ ചെയ്യേണ്ടി വരുന്നത്. ശരിക്കും ഇതൊക്കെ ഭയങ്കര ഈസി ക്വസ്റ്റൻ ആണ്, കമ്പാരിറ്റീവ്ലി ഈസി ക്വസ്റ്റൻ ആണ്. നിങ്ങൾ മനസ്സിലാക്കി, തൊട്ട് മുൻപ് വന്ന ക്വസ്റ്റൻ ആണ്. എന്ന് വെച്ചാൽ നമ്മൾ എല്ലാം പ്രിപ്പയർ ചെയ്ത് എല്ലാം പഠിച്ചു പോയൊരു സ്റ്റുഡന്റിന് ഈ ക്വസ്റ്റൻ കിട്ടുക എന്ന് പറഞ്ഞാൽ ശരിക്കും നല്ലതാണ്. ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത ക്വസ്റ്റ്യൻസ് ആണെങ്കിലും അവിടെയൊക്കെ കുറെ ഈസി മാർക്സ് ഉണ്ട്. ഞാനതൊരു എക്സാമ്പിൾ ആയിട്ട് ഇത് പറയാണ്. നിങ്ങൾ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്ന സമയത്ത് എപ്പോഴും കറക്റ്റ് ഓർഡറിൽ തന്നെ ചെയ്യണം എന്ന് വിചാരിക്കുന്നത്. ഞാൻ പറയുന്ന ഓർഡർ ഒരിക്കലും ചിലപ്പോൾ കിട്ടില്ല. ഓർഡറിൽ ചെയ്യാൻ പോകുന്നത് ശരിക്കും മണ്ടത്തരമാണ്. ഒരു പ്രോബബിലിറ്റി ബേസിലാണ് ഞാൻ പറയുന്നത്. അതായത് മെജോറിറ്റി ആൾക്കാരും ഓർഡറിൽ ചെയ്യാൻ ശ്രമിക്കും. ഓർഡറിൽ ചെയ്യുമ്പം അങ്ങനെയുള്ളവരെ ട്രാപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ കൺഫ്യൂസ് ചെയ്യുന്ന രീതിയിൽ ആയിരിക്കും എക്സാമിനർ അതിന്റെ പാറ്റേൺ, ക്വസ്റ്റ്യന്റെ പാറ്റേൺ സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ എപ്പോഴും നല്ലത് റിക്വയർഡ് വായിക്കുന്നു, ക്വസ്റ്റ്യൻ ഫുൾ വായിക്കുന്നു,
റിക്വേർഡ് ഒന്നും കൂടെ നോക്കുക. പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്ന, പെട്ടെന്ന് ആൻസറിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണ്, ക്വസ്റ്റ്യൻ ഒറ്റയടിക്ക് എഴുതാൻ പറ്റും. ചിലപ്പോൾ തിയറി ആയിരിക്കും, ചില തിയറി പോകാൻ ചിലപ്പോൾ ഒറ്റയടിക്ക് എടുക്കാൻ പറ്റും. ഇപ്പൊ നേരത്തെ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റനിൽ ചെയ്ത ഷട്ട് ഡൗൺ ഡിസിഷനിൽ കൺസിഡർ ചെയ്യേണ്ട അതർ ഫാക്ടേഴ്സ്, അത് കോമൺലി നമ്മൾ പല ക്വസ്റ്റനിലും കാണുന്നതാണ്. അത് സിമ്പിൾ ആയിട്ട് അത് കാൽക്കുലേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് ഒറ്റയടിക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. നമ്മൾ നിങ്ങൾ ഓൾറെഡി ഇഷ്ടംപോലെ ക്വസ്റ്റൻസ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സിമിലർ ക്വസ്റ്റൻസ് കണ്ടിട്ടുണ്ടാകും. ഇതേപോലത്തെ റിക്വയർഡ് പല ക്വസ്റ്റനിലും വന്നിട്ടുണ്ട്. അപ്പം അതൊക്കെ ഭയങ്കര അഡ്വാൻറ്റേജ് ആണ് നമ്മളെ സംബന്ധിച്ച്. ഇതൊരു ക്വസ്റ്റ്യൻ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് അതേ മോഡൽ ക്വസ്റ്റ്യൻ വരുന്നു, അതേ മോഡൽ റിക്വയർഡ് വരുന്നു, അത് നമുക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും. അങ്ങനെ നിങ്ങൾക്ക് ഭയങ്കര കോൺഫിഡൻസ് ഉള്ള അല്ലെങ്കിൽ ഒറ്റയടിക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ ആദ്യം ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പം നമ്മളൊരു കോൺഫിഡൻസ് ബെറ്റർ ആവും. ഓക്കെ, ഞാൻ ഇത്ര ആൻസർ ചെയ്തു, ഇത്ര സമയത്തിൽ ഇത്ര ആൻസർ ചെയ്തു, നമ്മളൊരു കോൺഫിഡൻസ് കൂടും. പിന്നെ ടൈം മാനേജ്മെന്റും ബെറ്റർ ആവും. ഓക്കെ, നമ്മൾ മിനിമം ടൈമിൽ പെട്ടെന്ന് കൂടുതൽ മാർക്ക് കിട്ടുന്ന ഏരിയ ആൻസർ ചെയ്തു. അപ്പം ഇത് എക്സാമിന് കൃത്യമായി ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഞാനത് ലാസ്റ്റിലേക്ക് പറയാൻ വെച്ചതാണ്, അതായത് എക്സാം അപ്രോച്ചിന്റെ സമയത്ത് പറയേണ്ടതാണ്, ബട്ട് ഇതിപ്പോൾ ഇതുമായി കണക്ട് ചെയ്ത് വന്നപ്പോൾ പറഞ്ഞു എന്നുള്ളൂ. അപ്പൊ ഈ ക്വസ്റ്റന്റെ സെക്കൻഡ് റിക്വയർഡ് ആണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. റിക്വയർഡ് ബിനകത്ത് ഫസ്റ്റ് വൺ. ഓക്കെ, അതാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. ROI കാൽക്കുലേറ്റ് ചെയ്യണം, ഏതെങ്കിലും മാനേജർക്ക് ബോണസ് കിട്ടും എന്നുള്ളത് പറയണം. ഓക്കെ, ദെൻ അതിൽ തന്നെ സെക്കൻഡ് റിക്വയർഡ് എക്സ്പ്ലെയിൻ ദ പ്രോബ്ലംസ് വിത്ത് ദി കറന്റ് ബോണസ് സിസ്റ്റം അറ്റ് ദി കമ്പനി. കറന്റ് ബോണസ് സിസ്റ്റത്തിന്റെ ഇഷ്യൂസ് എന്താണ്? അപ്പൊ കറന്റ് ബോണസ് സിസ്റ്റം പ്രീവിയസ് ഇയേഴ്സിൽ ഓൾറെഡി ക്വസ്റ്റനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻ ദി പാസ്റ്റ് 5 years യൂറി മാനേജർക്ക് ബോണസ് കിട്ടുന്നുണ്ട്, ലെക്സ് മാനേജർക്ക് ബോണസ് കിട്ടുന്നില്ല. ഈ വർഷവും നമ്മൾ നോക്കുമ്പോൾ യൂറി മാനേജറുടെ ROI ബെറ്റർ ആണ്, ലെക്സിന്റെ ROI മോശമായിട്ടാണ് കാണുന്നത്. അപ്പം ഇതൊരു നല്ല മെത്തേഡ്, ഇതൊരു ഫെയർ സിസ്റ്റം അല്ല. ഇതുകൊണ്ട് കമ്പനിക്കോ ഡിവിഷൻസിനോ ബെനിഫിറ്റ് ഉണ്ടാവാൻ പോകുന്നില്ല. മാനേജർക്ക് വെറുതെ റിവാർഡ് കിട്ടുമെന്നല്ലാതെ ഇതുകൊണ്ട് കമ്പനിക്ക് ഒരു ബെനിഫിറ്റ് ഇല്ല. കമ്പനിക്കോ മാനേജേഴ്സിനോ ഇത് ശരിക്കും ഒരു ഫെയർ സിസ്റ്റം അല്ല. എന്തുകൊണ്ടാണ്? ROI ഇറ്റ്സെൽഫ് അതിന് കുറേ പ്രശ്നങ്ങളുണ്ട്. അതായത് ROI എന്ന് പറയുന്നത് പ്രോഫിറ്റിന്റെയും ക്യാപിറ്റൽ എംപ്ലോയിഡിന്റെയും ഒരു പെർസെൻറ്റേജ് ആയതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ എംപ്ലോയിഡ് കുറഞ്ഞാൽ അതിനനുസരിച്ച് ROI കൂടും. ഇവിടെ തന്നെ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ലെക്സിൽ ഹ്യൂജ് പ്രോഫിറ്റ് ഉണ്ട്. നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ലെക്സിൽ ഭയങ്കര കൂടുതലുണ്ട്, എന്നിട്ടും അവരുടെ ROI കുറവാണ്. അതിന്റെ റീസൺ നെറ്റ് അസറ്റ്സ് അത്രയും കൂടുതലുണ്ട്. ലെക്സിന്റെ മാനേജർ പുതിയ പുതിയ ഇൻവെസ്റ്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ ചെയ്ത് എന്ത് ചെയ്യുകയാണ്, കൂടുതൽ കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്ത് കൂടുതൽ ബിസിനസ് കൊണ്ടുവരാണ്. അപ്പം അവിടെ ആ ക്യാപിറ്റൽ എംപ്ലോയിഡ് കൂടുതലായതുകൊണ്ട് തന്നെ അവിടുത്തെ ROI കുറഞ്ഞു കിടക്കുകയാണ്. അതേസമയം യൂറി മാനേജറുടെ നെറ്റ് അസറ്റ്സ് നിങ്ങൾ നോക്കിയാൽ ഭയങ്കര കുറവാണ്. അയാൾ പുതിയ ഇൻവെസ്റ്റ്മെന്റ്സ് ഒന്നും എടുക്കുന്നില്ല എന്ന് ക്വസ്റ്റനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതൊരു റോങ് മെസ്സേജ് ആയിരിക്കും. ROI ഒരു ടാർഗറ്റ് ആയിട്ട് കൊടുക്കുമ്പോൾ അതൊരു റോങ് മെസ്സേജ് ആണ് സത്യം പറഞ്ഞാൽ. എന്തുകൊണ്ടാണ്? യൂറി മാനേജർ എങ്ങനെ നോക്കുമ്പോഴും അയാൾ ഇനി പുതിയ ഇൻവെസ്റ്റ്മെന്റ് എടുക്കാതിരിക്കുന്നതാണ് അയാൾക്ക് നല്ലത്. കാരണം ഓരോ വർഷം കഴിയും തോറും ക്യാപിറ്റൽ എംപ്ലോയിഡിന്റെ വാല്യൂ, അസറ്റ്സിന്റെ വാല്യൂ കുറയും, ഡിപ്രീസിയേഷൻ സംഭവിച്ച് വാല്യൂ കുറയും. വാല്യൂ കുറയുന്നതിനനുസരിച്ച് ROI കൂടും. അപ്പോൾ ഓൾറെഡി യൂറി മാനേജർ ROI കൂടിക്കെടുക്കുകയാണ്. അതിന് പുറമെ ഇനി അയാൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, പുതിയൊരു ഇൻവെസ്റ്റ്മെന്റോ റീപ്ലേസ്മെന്റോ എടുക്കില്ല. കാരണം എടുത്തു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് ക്യാപിറ്റൽ എംപ്ലോയിഡ് കൂടും, ROI കുറയും. അപ്പം ഡിവിഷൻസിനോ കമ്പനിക്കോ ഒരു നല്ലൊരു മെഷർ അല്ല, അല്ലെങ്കിൽ ഒരു അഡ്വാൻറ്റേജ് കിട്ടുന്ന ഒരു മെഷർ അല്ല ഇവിടുത്തെ ROI അല്ലെങ്കിൽ കറന്റ് ബോണസ് സിസ്റ്റം എന്ന് പറയുന്നത്. മാത്രമല്ല ലെക്സിന്റെ മാനേജർ നമ്മൾ റിക്വയർഡ് എയിൽ നമ്മൾ കണ്ടു, പല മെട്രിക്സ് വെച്ചും ലെക്സിന്റെ പെർഫോമൻസ് ബെറ്റർ ആണ്, എന്നിട്ടും ലെക്സിന് റിവാർഡ് ഇല്ല. അപ്പൊ നന്നായി വർക്ക് ചെയ്യുന്ന മാനേജർ ഡിമോട്ടിവേറ്റ് ആവുന്ന ഒരു സിറ്റുവേഷനിലേക്ക് ഇത് പോകും. ശരിക്കും ഇവിടെ ROI എന്നുള്ളത് ഒരു സ്യൂട്ടബിൾ മെഷർ അല്ല. ഇതിന് പകരം RI യൂസ് ചെയ്യാനും പറ്റില്ല. കാരണം RIക്കും ഇതേ പ്രശ്നമുണ്ട്. ഏത്? ക്യാപിറ്റൽ എംപ്ലോയിഡ് കുറയുന്ന ഒരാളുടെ ROIയും RIയും കൂടുതലായിരിക്കും. അപ്പം ROIയിൽ ഡിനോമിനേറ്ററിലാണ് ക്യാപിറ്റൽ എംപ്ലോയിഡ് വരുന്നത്. RI കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴോ പ്രോഫിറ്റ് മൈനസ് ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻ ടു ടാർഗറ്റ് റേറ്റ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണ് നമ്മൾ എടുക്കുക. അപ്പം ക്യാപിറ്റൽ എംപ്ലോയിഡ് കുറയുന്ന ഒരാളെ സംബന്ധിച്ച് ക്യാപിറ്റൽ എംപ്ലോയിഡ് കുറഞ്ഞാൽ അയാളുടെ ROIയും RIയും കൂടുതലായിരിക്കും. അപ്പൊ ഇവിടെ ROI യൂസ് ചെയ്തിട്ട് ROIക്ക് പകരം RI യൂസ് ചെയ്താലും ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റില്ല. അതായത് അതും എന്തല്ല, ഇവിടുത്തെ ഒരു ഫെയർ സിസ്റ്റം അല്ല. പിന്നെ ഇതിന് പുറമെ കൺസിഡർ ചെയ്തിട്ട് പോകാൻ എന്ന് പറയുന്നത് രണ്ടുപേരുടെയും ലൊക്കേഷന്റെ ഒരു അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ അതിന്റെ ഒരു ഡിഫറൻസ് കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം. കാരണം ഇവിടെ യൂറിക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്, ഒരു എക്സ്റ്റേണൽ അഡ്വാൻറ്റേജ് ഉണ്ട്, ലെക്സിന് അതില്ല. അപ്പം അതും കൂടെ കൺസിഡർ ചെയ്യേണ്ട, അത് മാനേജറുടെ കൺട്രോളിൽ വരുന്ന കാര്യമല്ലല്ലോ. അപ്പം അതും കൂടെ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന, അതും കൂടെ ഇൻകോപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന, ഷോർട്ട് ടേമും ലോങ് ടേമും കൂടെ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന മെഷേഴ്സ് ആയിരിക്കും നമ്മളിവിടെ യൂസ് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ നോൺ ഫിനാൻഷ്യൽ പെർഫോമൻസ് മെഷർമെന്റിലൊക്കെ പഠിച്ച ബാലൻസ്ഡ് സ്കോർ കാർഡോ ബിൽഡിംഗ് ബ്ലോക്ക് മോഡലോ പോലത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ കൊണ്ടുവരാം. RI ഇവിടെ യൂസ് ചെയ്താൽ ഈ പ്രശ്നങ്ങൾ എപ്പോഴും ഉണ്ടാവും. നമ്മൾ ഷോർട്ട് ടേമിസം മാനിപ്പുലേഷൻ ഒക്കെ പഠിക്കുന്നുണ്ട്, അങ്ങനത്തെ ഇഷ്യൂസ് ഇവിടെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇതൊരു നല്ല സിസ്റ്റം, ഒരു ഫെയർ സിസ്റ്റം അല്ല ROI.
ഒരു ROE ആണ് കറന്റ് യൂസ് ചെയ്യുന്നത്, ഒരു ഫെയർ മെത്തേഡ് അല്ല. പോയിന്റ് ക്ലിയർ ആണോ? അപ്പം ഇതൊക്കെയാണ് കറന്റ് ബോണസ് സിസ്റ്റത്തിന്റെ പ്രോബ്ലംസ്. ഇനി റിക്വയർഡ് സി, കാൽക്കുലേറ്റ് URI resorts divisional ROI if the new opportunity goes ahead, and explain whether URI's manager will make a decision on the investment opportunity which is in the best interest. അപ്പോൾ ഇവിടെ പുതിയ ഇൻവെസ്റ്റ്മെന്റ് എടുത്താൽ വരുന്ന ROI കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ പുതിയ ഇൻവെസ്റ്റ്മെന്റ് എടുത്തു എന്ന് വിചാരിക്കാം. പുതിയ ഇൻവെസ്റ്റ്മെന്റ് എടുത്താൽ എത്രയായിരിക്കും യൂറിക്ക് വരുന്ന ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്? പുതിയ ഇൻവെസ്റ്റ്മെന്റ് എടുത്താൽ ഓവറോൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. അപ്പോൾ ഓൾറെഡി ഉള്ള ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നമുക്കറിയാം യൂറിയിൽ എത്രയാണ്? 124 ആണ്. പ്ലസ് എത്ര അഡീഷണൽ പ്രോഫിറ്റ്? അപ്പോൾ പുതിയ പ്രൊജക്റ്റിൽ നിന്ന് എത്രയാണ് നമ്മുടെ നെറ്റ് ക്യാഷ് ഫ്ലോ? പുതിയ പ്രൊജക്റ്റിൽ നിന്നുള്ള പ്രോഫിറ്റ് അറിയണ്ടേ? പുതിയ പ്രൊജക്റ്റിൽ നിന്നുള്ള നെറ്റ് ക്യാഷ് ഫ്ലോ ആണ് അവർ ആദ്യം ക്വസ്റ്റനിൽ പറഞ്ഞിരിക്കുന്നത്. എത്രയാണ്? നെറ്റ് ക്യാഷ് ഫ്ലോ 8000 ആണ്. അത് ക്യാഷ് ഫ്ലോ ആണ്. നമുക്ക് വേണ്ടത് പ്രോഫിറ്റ് ആണ്. അപ്പൊ ക്യാഷ് ഫ്ലോയിൽ നിന്ന് പ്രോഫിറ്റിലേക്ക് എത്താൻ കോമൺലി വരുന്ന നോൺ ക്യാഷ് ഐറ്റം എന്ന് പറയുന്നത് ഡിപ്രീസിയേഷൻ ആണ്. അതും കൂടെ അഡ്ജസ്റ്റ് ചെയ്യണം. അതായത് പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്തിട്ടുണ്ടാവും. ക്യാഷ് ഫ്ലോ എന്ന് പറയുമ്പോൾ ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ ക്യാഷ് ഫ്ലോയിൽ നിന്ന് ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്യണം. ഡിപ്രീസിയേഷൻ, ഒരു വർഷത്തെ ഡിപ്രീസിയേഷൻ എത്ര വരും? അപ്പം ആ പുതിയ ഇൻവെസ്റ്റ്മെന്റിനകത്ത് 20,000 ആണ് കോസ്റ്റ്. 3 ഇയേഴ്സ് ആണ് യൂസ്ഫുൾ ലൈഫ്. 3 ഇയേഴ്സ് കഴിയുമ്പോൾ 5,000 ആണെന്നുണ്ട് സ്ക്രാപ്പ് വാല്യൂ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക? 20,000 ഇനീഷ്യൽ, പിന്നെ 5,000 ഉണ്ട്. ഇത് 3 വർഷത്തേക്കാണെങ്കിൽ ആവറേജ് 1 ഇയറിലേക്ക് വരുന്ന ഡിപ്രീസിയേഷൻ ഡിവൈഡ് ബൈ 3 ചെയ്യുമ്പോൾ 1 ഇയറിലേക്ക് 5,000 ആയിരിക്കും ഡിപ്രീസിയേഷൻ വരിക. അങ്ങനെയാണെങ്കിൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഡിപ്രീസിയേഷൻ കൂടെ കഴിഞ്ഞാൽ 3,000 ആയിരിക്കും പുതിയ ഇൻവെസ്റ്റ്മെന്റിന്റെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. അപ്പം ഇൻ ടോട്ടൽ പുതിയ ഇൻവെസ്റ്റ്മെന്റ് കൂടെ എടുത്താൽ യൂറിയുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഓൾറെഡി 120 എത്ര ഉണ്ടായിരുന്നു? 124 ഉണ്ടായിരുന്നു. അതിന് പുറമെ ഈ 3,000 കൂടെ കയറി വരും. അങ്ങനെ ഇൻ ടോട്ടൽ 127,000 ആയിരിക്കും ടോട്ടൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് വിത്ത് ന്യൂ ഇൻവെസ്റ്റ്മെന്റ്, പുതിയ ഇൻവെസ്റ്റ്മെന്റ് എടുത്തിട്ട്. ടോട്ടൽ നെറ്റ് അസെറ്റ്സ് എത്രയായിരിക്കും? ഓൾറെഡി നമ്മുടെ നെറ്റ് അസെറ്റ്സ് യൂറിയിൽ 490 ഉണ്ട്. പ്ലസ് പുതിയ ഡിവിഷനിൽ വരുന്ന ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് എത്രയാണ്? ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് 20,000. ഇതായിരിക്കും ടോട്ടൽ നെറ്റ് അസെറ്റ്സ്. അങ്ങനെയാണെങ്കിൽ പുതിയ ROI എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് അസെറ്റ്സ് ചെയ്താൽ 24.9 ആയിരിക്കും പുതിയ ROI. ഇൻവെസ്റ്റ്മെന്റും കൂടെ എടുത്താൽ കിട്ടുന്ന ഓവറോൾ ROI. അപ്പൊ ROIക്ക് എന്ത് സംഭവിച്ചു? ROI കുറഞ്ഞില്ല. കാരണം നേരത്തെ 25.31 ഉണ്ടായിരുന്നു, ഇപ്പൊ 24.9 ആയി. അപ്പം യൂറിയുടെ പേഴ്സ്പെക്റ്റീവിൽ പുതിയ ഇൻവെസ്റ്റ്മെന്റ് കൂടെ എടുക്കുന്ന സമയത്ത് ഓവറോൾ ROI കുറയുന്നു. സോ മാനേജർ എന്ത് ചെയ്യും? ഈ പ്രപ്പോസൽ റിജക്ട് ചെയ്യും. അയാൾ ഇത് അക്സെപ്റ്റ് ചെയ്യില്ല. ബിക്കോസ് അയാളുടെ ബോണസ് എന്തിന്റെ ബേസിലാണ്? ROIയുടെ ബേസിസിലാണ്. ഈ ഡിസിഷൻ എടുത്താൽ ROI കുറയും. അപ്പൊ മാനേജർ ഈ ഡിസിഷൻ എടുക്കില്ല. വെറുതെ എന്തിനാ ROI കുറയ്ക്കുന്നത്? വെറുതെ എന്തിനാ ബോണസ് കുറയ്ക്കുന്നത്? അപ്പം മാനേജർ എടുക്കാൻ പോകുന്ന ഡിസിഷൻ ഈ പ്രപ്പോസൽ വേണ്ട എന്നുള്ളതായിരിക്കും, റിജക്ട് ചെയ്യാം എന്നുള്ളതായിരിക്കും. ഇനി റിക്വയർഡ് ഒന്നുകൂടെ നോക്കണേ. ആ റിക്വയർഡ് ഫുൾ ആയിട്ട് ആൻസർ ചെയ്തോ എന്ന് നോക്കാം. പുതിയ ഇൻവെസ്റ്റ്മെന്റ് എടുത്താൽ വരുന്ന ROI കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞു, ചെയ്തു. എക്സ്പ്ലെയിൻ വെദർ ദ മാനേജർ വിൽ മേക്ക് എ ഡിസിഷൻ വിച്ച് ഇസ് ദ ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് ദി കമ്പനി. മാനേജർ എടുക്കുന്ന ഡിസിഷൻ കമ്പനിയുടെ ബെസ്റ്റ് ഇൻട്രസ്റ്റിലായിരിക്കും. അപ്പോൾ മാനേജർ എടുക്കാൻ പോകുന്ന ഡിസിഷൻ ROI ബേസിലാണെങ്കിൽ റിജക്ട് ചെയ്യുക എന്നുള്ളതായിരിക്കും. എന്തായിരിക്കും കമ്പനിയുടെ ഇൻട്രസ്റ്റ്? കമ്പനിയുടെ പേഴ്സ്പെക്റ്റീവിൽ ഇതൊരു അക്സെപ്റ്റബിൾ പ്രൊജക്റ്റ് ആണോ? അപ്പൊ കമ്പനിയുടെ പേഴ്സ്പെക്റ്റീവിൽ ഇത് അക്സെപ്റ്റബിൾ ആണോ എന്ന് അറിയാൻ പല ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ ശ്രദ്ധിച്ച് കേൾക്കണേ, ഈ പ്രൊജക്റ്റിന്, ഈ ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് കിട്ടുന്ന ROI കമ്പനിയുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലുമായിട്ട് കമ്പയർ ചെയ്യാം. ഇതിൽ നിന്ന് കിട്ടുന്ന ഈ പുതിയ ഇൻവെസ്റ്റ്മെന്റിന്റെ ROI കമ്പനിയുടെ കറന്റ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനേക്കാൾ, കമ്പനിയുടെ മിനിമം ടാർഗറ്റ് റേറ്റ് ഓഫ് റിട്ടേണിനേക്കാളും കൂടുതലാണെങ്കിൽ അക്സെപ്റ്റബിൾ ആണ്. അല്ലെങ്കിൽ ഈ പ്രൊജക്ടിന്റെ RI കാൽക്കുലേറ്റ് ചെയ്യുക. RI എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? ഈ പ്രൊജക്ടിന്റെ RI, റെസിജ്വൽ ഇൻകം എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? ഈ പുതിയ പ്രൊജക്ടിന്റെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നോക്കുക, 3,000 മൈനസ് ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് എത്രയാണോ? ഇതിന്റെ ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് 20,000, സോറി, ഇൻറ്റു കമ്പനിയുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ പെർസെൻറ്റേജ് എത്രയാണ്? കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ 10%. 1,000 ആയിരിക്കും ഈ പ്രൊജക്ടിന്റെ RI, പുതിയ പ്രൊജക്ടിന്റെ RI. എന്താണ് ആ 1,000ന്റെ മീനിങ്? പുതിയ പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്താൽ കമ്പനിക്ക് കിട്ടേണ്ട മിനിമം ഇമ്പ്യൂട്ടഡ് ഇൻട്രസ്റ്റിനേക്കാളും $1,000 എക്സ്ട്രാ കിട്ടുന്നുണ്ട്. അതായത് കമ്പനിക്ക് മിനിമം കിട്ടേണ്ട എമൗണ്ട് എത്രയാണോ അതിനേക്കാളും 1,000 എക്സ്ട്രാ കിട്ടുന്നുണ്ട്. സോ കമ്പനിയുടെ പേഴ്സ്പെക്റ്റീവിൽ ഇതൊരു അക്സെപ്റ്റബിൾ പ്രൊജക്റ്റ് ആണ്.
കമ്പനി നോക്കുമ്പം ഓക്കെ, കമ്പനിയുടെ മിനിമം, കമ്പനിക്ക് വേണ്ട മിനിമത്തിനേക്കാൾ കൂടുതൽ കിട്ടുന്നുണ്ടെങ്കിൽ ഇത് അക്സെപ്റ്റബിൾ ആണ്. പക്ഷെ മാനേജർ എന്ത് ചെയ്യും? മാനേജർ ROI ബേസിൽ ഡിസിഷൻ എടുക്കുന്നുണ്ട്, ഇത് റിജക്ട് ചെയ്യും. സോ കമ്പനിയുടെ ബെസ്റ്റ് ഇൻട്രസ്റ്റിലാണോ മാനേജർ ഇപ്പോൾ ഡിസിഷൻ എടുത്ത്? അല്ല. അപ്പം അതും കൂടെ നമുക്ക് പറയാൻ പറ്റും. ഇവിടുത്തെ പുതിയ ROI എത്രയാണെന്നുള്ളതായിരുന്നു ഒരു ക്വസ്റ്റ്യൻ, അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ആൻഡ് മാനേജർ ഡിസിഷൻ എങ്ങനെയായിരിക്കും? മാനേജർ ഡിസിഷൻ കമ്പനിയുടെ ബെസ്റ്റ് ഇൻട്രസ്റ്റിലായിരിക്കില്ല. നമ്മൾ ഈ ROIയുടെ ഒരു നെഗറ്റീവായിട്ട് ജനറലി പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്, ഡിസ്ഫങ്ഷണൽ ഡിസിഷൻ വരാറുണ്ട്. മാനേജർ എടുക്കുന്ന ഡിസിഷൻ കമ്പനിയുടെ ബെസ്റ്റ് ഇൻട്രസ്റ്റിലല്ല, അതിനാണ് നമ്മൾ ഡിസ്ഫങ്ഷണൽ എന്ന് പറയാം. അപ്പം ഇവിടെ ഡിസ്ഫങ്ഷണൽ ഡിസിഷൻ വരാൻ ചാൻസ് ഉണ്ട് എന്നുള്ള ഒരു പോയിന്റ് കൂടെ നമുക്ക് പറയാം. ക്ലിയർ ആണോ? അപ്പം ഇതിലെ സെക്കൻഡ് ക്വസ്റ്റ്യനും കംപ്ലീറ്റ് ആയി. ഇതും എക്സാമിനർ ആൻസർ നിങ്ങളൊന്ന് വായിച്ചു നോക്കണേ. നമ്മൾ ഫൈനൽ ഇനിയുള്ള 2 ഡേയ്സ് എങ്ങനെ പ്ലാൻ ചെയ്യണം, അതുപോലെ എക്സാം അപ്രോച്ച് എന്തായിരിക്കണം എന്നുള്ളത് പറയാണ്. നമുക്കറിയാം നമ്മുടെ എക്സാം വരുന്നത് 3rd-നാണ്. അപ്പം ഫസ്റ്റും സെക്കൻഡും ഒരു ഫൈനൽ റിവിഷൻ ആണ് നമ്മൾ ആക്ച്വലി ചെയ്യേണ്ടത്. ഇപ്പം നമ്മൾ ഇപ്പം കഴിഞ്ഞ 3 ദിവസമായിട്ട് നമ്മൾ മാരത്തോൺ റിവിഷനിൽ ചെയ്തത്, ഫസ്റ്റ് ഡേയിൽ നമ്മൾ മെയിൻ ടോപ്പിക്സ് ഒക്കെ ഒന്ന് ക്വിക്കലി റിവൈസ് ചെയ്തു. സെക്കൻഡ് ഡേയിൽ നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തതിൽ 2 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഇന്ന് നമ്മൾ അതിന് തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു. അങ്ങനെ 3 ദിവസം കൊണ്ട് നമ്മുടെ മെയിൻ ടോപ്പിക്സ് എല്ലാം നമ്മൾ ക്വിക്കലി ഒന്ന് പറഞ്ഞു പോയി. എക്സാം പോയിന്റ് ഓഫ് വ്യൂ എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരാം എന്നുള്ളത് നമ്മൾ പറഞ്ഞു. പിന്നെ ഇൻ ടോട്ടൽ 4 സെക്ഷൻസ് ഈ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. നമ്മൾ പറയുന്നത് ഇനിയുള്ള ടൈം എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ളതാണ്. ഞാൻ എപ്പോഴും പറയുന്ന ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം, എല്ലാ സ്റ്റുഡൻസിനോടും എപ്പോഴും പറയുന്ന ഒരു കാര്യം, എക്സാമിനോട് അടുപ്പിച്ചുള്ള ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ 2 ദിവസമുള്ളൂ, അത് ഭയങ്കര ക്രൂഷ്യലാണ്. അതായത് എക്സാമിനോട് അടുക്കുമ്പം അവസാനത്തെ 10 ഡേയ്സ്, 5 ഡേയ്സ്, 2 ഡേയ്സ് ഒക്കെ ഭയങ്കര ക്രൂഷ്യലാണ്. നിങ്ങളുടെ ഓരോ മിനിറ്റിനും വിലയുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾ ലാസ്റ്റ് മൊമെന്റിൽ ഇപ്പം ഒരു 5 മിനിറ്റ്സ് എക്സ്ട്രാ പഠിക്കുന്നു, ഇന്നും നാളെയും നിങ്ങൾ വിചാരിച്ചതിനേക്കാൾ ഒരു 5 മിനിറ്റ്സ്, 1 hour അല്ലെങ്കിൽ എക്സ്ട്രാ പഠിക്കുന്നത് കൊണ്ട് ഉറപ്പായിട്ടും അതിന്റെ അഡ്വാൻറ്റേജ് ഉണ്ട്. ഒന്ന് ആലോചിച്ചു. കാരണം നമ്മളെ സംബന്ധിച്ച് നിങ്ങൾ പഠിക്കുന്ന ഒരു ടോപ്പിക് ഒരു 5 മിനിറ്റ്സ് നിങ്ങൾ വായിച്ചോളൂ, ആ ഒരു ടോപ്പിക്കിൽ നിന്ന് ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ വന്നു, അത് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റിയാൽ 48 കിട്ടേണ്ട ഒരാൾ 49 കിട്ടേണ്ട ഒരാൾ 50ലേക്ക് എത്തും. അതായത് ഇപ്പം നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ ഒരു ബാച്ചിൽ തന്നെ 49ൽ ഫെയിൽ ആവുന്ന എത്ര ആൾക്കാരുണ്ട്? നിങ്ങൾ സാധാരണ ഇപ്പോൾ ഏത് പേപ്പർ എടുത്താലും നിങ്ങൾ ഫെയിൽ ആവുന്നവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനുണ്ടാവും. അപ്പോൾ ഫെയിൽ ആവുന്നവരിൽ മെജോറിറ്റി ആൾക്കാരും, അല്ലെങ്കിൽ കുറേ ആൾക്കാരും 49ലുണ്ട്, 48ലുണ്ട്, 47, 46 റേഞ്ചിൽ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഒക്കെ ഒന്ന് പഠിച്ചാൽ നമ്മൾ ചിലപ്പോൾ പാസ്സായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇപ്പൊ കുറെ ആൾക്കാർ ഇങ്ങനെ ചിന്തിക്കാം, ഇനിയിപ്പോൾ പഠിച്ചിട്ട് കാര്യമുണ്ടോ, 2 ദിവസമല്ലേ ഉള്ളൂ. ഞാൻ പറയുന്ന ഒരു 5 മിനിറ്റ് പഠിച്ചാൽ പോലും ചിലപ്പോൾ അതുകൊണ്ട് ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാവാം. നമുക്ക് എന്തിനാ നമ്മൾ ചാൻസ് എടുക്കുന്നത്? ഇപ്പം 2 രീതി ചിന്തിക്കാം. ഒന്നുകിൽ ഞങ്ങൾ ഇനി പഠിച്ചാലും കാര്യം ഉണ്ടാവാൻ ചാൻസ് ഇല്ല, ചിലപ്പോൾ ശരിയായിരിക്കും, നിങ്ങൾ പഠിച്ചാലും ചിലപ്പോൾ ഇനി ആ പഠിക്കുന്ന ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻ വരണമെന്നില്ല, ചിലപ്പോൾ വന്നാലോ. നമുക്ക് അങ്ങനെ ചിന്തിച്ചൂടെ? നമുക്ക് വേറെ നഷ്ടപ്പെടാനൊന്നുമില്ല. 2 ദിവസം നിങ്ങൾ എക്സ്ട്രാ എഫേർട്ട് ഇട്ടു, അത്രയല്ലേ ഉള്ളൂ. ആ എഫേർട്ട് കൊണ്ട് ചിലപ്പോൾ പാസ്സായാലോ. അപ്പം അതുകൊണ്ട് ഞാൻ പറയും, നിങ്ങൾ ഇതുവരെ എത്ര പഠിച്ചു എന്ന് നോക്കണ്ട. കാരണം പലപ്പോഴും 100% പഠിക്കാതെ പോയിട്ടും സ്റ്റുഡൻസ് പാസ്സാവാറുണ്ട്. നിങ്ങൾ തന്നെ പല പേപ്പറിലും ചിലപ്പം ഫുൾ പഠിക്കാതെ പോയിട്ടും ചിലപ്പോൾ പാസ്സായിട്ടുണ്ട്. അപ്പം ഞാൻ പറയും, ഇനിയുള്ള 2 ദിവസം നന്നായിട്ട് തന്നെ യൂട്ടിലൈസ് ചെയ്യുക. ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, ഇനിയുള്ള 2 ദിവസം നിങ്ങൾ നമ്മുടെ ACCയുടെ സിലബസ് ഫയൽ ഉണ്ടല്ലോ, നമ്മുടെ സബ്ജക്റ്റിലെ സിലബസ് ഫയൽ ഒന്ന് നോക്കുക. ACCയുടെ സൈറ്റ് ഒന്ന് നോക്കുക, അവിടുത്തെ ഗൈഡ് ലൈൻസ്, കാര്യങ്ങൾ, ഇൻസ്ട്രക്ഷൻസ് അതൊക്കെ ഒന്ന് നോക്കുക. പിന്നെ സ്റ്റഡി ഹബിലെ സമ്മറി ഒന്ന് നോക്കുക. അപ്പം ഈ 2 ദിവസം ഫുൾ ടോപ്പിക്സിന്റെ റിവിഷൻ ആണ് ചെയ്യേണ്ടത്. അപ്പം അതിനകത്ത് നിങ്ങളുടെ സിലബസ് ഫയൽ ഒന്ന് വായിച്ചു നോക്കുക. പിന്നെ ACCയുടെ സൈറ്റിനകത്ത് നമ്മുടെ സബ്ജക്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഗൈഡ് ലൈൻസ് ഉണ്ട്. പിന്നെ ഷോർട്ട് നോട്ട്സ്, നിങ്ങൾ കറന്റ് എൻ്റെ ഷോർട്ട് നോട്ട്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക. അതല്ല വേറെ ഏതെങ്കിലും ഷോർട്ട് നോട്ട്സ് ആണെങ്കിൽ അതായാലും കുഴപ്പമില്ല. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഷോർട്ട് നോട്ട്സ് ഏതാണോ അത് എടുക്കുക. സോറി, പോയിന്റ് ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഫുൾ ടോപ്പിക്സ് ഒന്ന് ഏറ്റവും ലാസ്റ്റ് നമുക്ക് ഒന്നും കൂടെ ഒന്ന് റിവൈസ് ചെയ്യാൻ പറ്റണം.
അപ്പം അത് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ ഫുൾ ടോപ്പിക്സ് ഒന്ന് കവർ ചെയ്തു പോകും. അപ്പോൾ ചിലപ്പം അത് നമുക്ക് നല്ല ഗ്രിപ്പുള്ള, നമ്മൾ നല്ല കോൺഫിഡൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഉണ്ടാവും, നമ്മൾ ഇത്തിരി വീക്ക് ആയിട്ടുള്ള ടോപ്പിക്സ് ഉണ്ടാവും. എന്താണെങ്കിലും എല്ലാം ഒന്ന് ജസ്റ്റ് എന്ത് ചെയ്യുന്നു, ഒന്ന് കവർ ചെയ്ത് പോകുന്നു. അതിന് നമുക്ക് 2 days സഫീഷ്യൻ്റ് ആണ്. പിന്നെ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഏരിയ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് കുറവാണെന്ന് തോന്നിയാൽ അതിൽ ഏതെങ്കിലും സെക്ഷൻസ് ഈ ക്വസ്റ്റ്യൻസ് എടുത്ത് ചെയ്യുക. പിന്നെ ഇതുവരെ നിങ്ങൾ ക്വസ്റ്റ്യൻസ് വളരെ കുറച്ചേ ചെയ്തിട്ടുള്ളൂ എങ്കിൽ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് അതിലെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കും. ഇപ്പം നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള 2 സെഷനിലെ ക്വസ്റ്റ്യൻസ് എടുത്ത് അപ്പോൾ അതിന് മുമ്പത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് അതൊന്ന് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക, ടൈം ഉണ്ടെങ്കിൽ. അപ്പം എത്രത്തോളം ചെയ്യാൻ പറ്റുമോ അത്രയും നന്നായി ചെയ്യുക. പിന്നെ വൺസ് ഓൾറെഡി നിങ്ങളുടെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ഫുള്ള് കംപ്ലീറ്റ് ആയി, BPP കിറ്റ് ഫുള്ള് കഴിഞ്ഞു, കപ്ലാൻ കിറ്റ് കഴിഞ്ഞു, ഇനിയും സമയമുണ്ടെങ്കിൽ സ്റ്റഡി ഹബിലെ മെയിൻ കാര്യങ്ങൾ, സ്റ്റഡി ഹബിലെ പോയിന്റ്സ് ഒന്ന് വായിച്ചു നോക്കുക. എസ്പെഷ്യലി സ്റ്റഡി ഹബിൽ തിയറട്ടിക്കൽ പോയിന്റ്സ് വരുന്ന മെയിൻ ആയിട്ടുള്ള ഏരിയാസ് എന്ന് പറയുന്ന പെർഫോമൻസ് മെഷർമെന്റ് ഉണ്ട്, ബഡ്ജറ്റിംഗ് ആൻഡ് കൺട്രോൾ, ബഡ്ജറ്ററി സിസ്റ്റംസിന്റെ കാര്യങ്ങൾ, അതൊക്കെ ഒന്ന് എന്ത് ചെയ്യുക, ഒന്ന് വായിച്ചു നോക്കുക. ഇൻഫർമേഷൻ, എൻവയോൺമെന്റൽ അക്കൗണ്ടിങ്, അതൊക്കെ ഒന്ന് വായിച്ചു നോക്കുക ടൈം ഉണ്ടെങ്കിൽ. ടൈം ഇല്ലെങ്കിൽ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ടൈം ഉണ്ടെങ്കിൽ ഇങ്ങനെ നമ്മൾ മെയിൻ കാര്യങ്ങളൊന്ന് റിവൈസ് ചെയ്യുക. പിന്നെ എക്സാമിന് പോകുന്നതിന് മുമ്പ്, അതായത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ December 2 ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇപ്പോൾ പറയുന്നത്. ഇനി പറയുന്നത് എക്സാമിന് പോകുന്നതിന് മുമ്പ് വേണ്ട എല്ലാ പ്രിപ്പറേഷൻസും കാര്യങ്ങളും സെറ്റാക്കുക. ലൈക്ക് ഇപ്പോൾ നമുക്ക് എക്സാം ഡോക്കറ്റ് കാര്യങ്ങൾ, കാൽക്കുലേറ്റർ, ഇതൊക്കെ തലേ ദിവസം തന്നെ സെറ്റ് ചെയ്ത് വെക്കുക. ടൈം മാനേജ്മെന്റ് എക്സാമിന് പോകുമ്പോഴും എക്സാമിന്റെ സമയത്തും ശ്രദ്ധിക്കുക. അപ്പം നമ്മൾ ഞാൻ എപ്പോഴും പറയുന്ന മറ്റൊരു അഡ്വൈസ് ഇതാണ്, നമ്മൾ എക്സാമിന്റെ സമയത്ത് നമ്മളെ ഒരുപാട് ടെൻഷൻ ആക്കുന്ന ഫാക്ടേഴ്സ്, ലൈക്ക് മേ ബി അത് ഏതെങ്കിലും വ്യക്തികളായിരിക്കാം, എന്തെങ്കിലും സിറ്റുവേഷൻ ആയിരിക്കാം, എന്താണോ അത് മാക്സിമം അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. ലൈക്ക് ഇപ്പം ചിലപ്പോൾ ഫ്രണ്ട്സ് ആയിരിക്കാം, ഫ്രണ്ട്സ് വിളിച്ചിട്ട് പറയും, എടാ ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയില്ല, നീ ഒന്ന് ചെയ്ത് നോക്കിയേ. അങ്ങനെ ഫ്രണ്ട് പറയുന്ന ആ ഒരു ക്വസ്റ്റ്യൻ ലാസ്റ്റ് മുതൽ നിങ്ങൾ നോക്കും, നിങ്ങൾക്ക് ചിലപ്പോൾ ചെയ്യാൻ കിട്ടില്ല, ഭയങ്കര ടെൻഷൻ ആവും. അപ്പം ഞാൻ പറഞ്ഞത് അങ്ങനെ ടെൻഷൻ ആവാൻ സാധ്യതയുള്ള കാര്യങ്ങളൊന്നും ഇനി ചെയ്യാതിരിക്കുക. ജസ്റ്റ് ഒരു റിവിഷൻ പോലെ എല്ലാം ഒന്ന് നോക്കി പോകുന്നു, അതൊക്കെ ഓക്കെ. അല്ലാതെ വേറെ ആൾക്കാർ, അതിപ്പം ആരാണെങ്കിലും ഫ്രണ്ട്സ് എന്നുള്ള ചുമ്മാ എക്സാമ്പിൾ പറഞ്ഞാണ്, ഒരു രീതിയിലുള്ള ടെൻഷൻ എടുക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവരുത്. അതുകൊണ്ട് തന്നെ ഇപ്പം എക്സാമിന് പോകുമ്പോഴാണെങ്കിലും നേരത്തെ ഇറങ്ങുക. ഇതൊക്കെ എക്സാമ്പിളായിട്ട് പറയുന്നതാണ്. ഇപ്പം എല്ലാവരും ഇങ്ങനെയാണെന്നോ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നൊന്നുമല്ല, ജനറലി പറയുന്നതാണ്. ടെൻഷൻ മാക്സിമം ഒഴിവാക്കുക. അതായത് എക്സാമിന് തന്നെ ഒരു ടെൻഷൻ ഉണ്ട്, ജയിക്കുമോ, ഇത് എനിക്ക് മനസ്സിലാവുമോ, അതിൻ്റെ തന്നെ കുറേ ടെൻഷൻ, അതിന് പുറമേ ഞാൻ ടൈമിന് എത്തുമോ, അങ്ങനത്തെ അനാവശ്യമായിട്ടുള്ള ടെൻഷൻസ് എന്ത് ചെയ്യുക, ഒഴിവാക്കുക. പിന്നെ എക്സാമിന്റെ തലേ ദിവസം ഒരുപാട് ടൈം ഇരുന്ന് പഠിക്കുക, ലൈക്ക് രാത്രി കുത്തിയിരുന്ന് പഠിച്ചിട്ട് രാവിലെ എക്സാമിന് പോയിട്ട് ഉറങ്ങുക, അല്ലെങ്കിൽ ബ്രെയിൻ വർക്ക് ചെയ്യാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവില്ല. അപ്പം സഫീഷ്യൻ്റ് ആയിട്ട് ഒരു 6 hours എങ്കിലും നമുക്ക് മിനിമം തലേ ദിവസം ഉറക്കം ഉണ്ടാവണം. ഇതൊക്കെ ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതല്ല. ഞാൻ സാറേ 10 മണിക്കൂർ ഉറങ്ങി അതുകൊണ്ട് എക്സാം പാസ്സാവോ എന്ന് ചോദിച്ചാൽ ഒന്നും പറയാനില്ല. ഞാൻ പറയുന്നത് നമ്മൾ നന്നായി പഠിച്ചു, പക്ഷേ എക്സാമിന്റെ തലേ ദിവസം നമ്മൾ മര്യാദയ്ക്ക് ഉറങ്ങിയില്ല എന്നുള്ളത്. നിങ്ങൾ പഠിക്കുന്നതൊക്കെ ഓക്കെ, ഇത് എക്സാമിന്റെ സമയത്ത് നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യണ്ടേ? നിങ്ങൾ പഠിച്ച മെമ്മറിയിൽ എവിടെ കിടപ്പുണ്ട്, നിങ്ങൾ വായിച്ചത് പ്രോസസ്സ് ചെയ്ത് ഈ പഠിച്ചത് കണക്ട് ചെയ്ത് ആൻസറിലേക്ക് എത്തിക്കാനുള്ള കപ്പാസിറ്റി ബ്രെയിൻ ഉണ്ടാവണ്ടേ ആ സമയത്ത്? അപ്പം ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമുക്ക് തോന്നുമെങ്കിൽ ഇതൊക്കെ നന്നായി മാനേജ് ചെയ്യണം. കാരണം നിങ്ങളൊരു 3 months പഠിച്ചോ, 6 months പഠിച്ചോ എന്നൊന്നും ആരും നോക്കുന്നില്ല. നിങ്ങൾക്ക് ആകെ ഒരു 3 hours ആണ് എക്സാമിന് തരുന്നത്. ആ 3 hours നിങ്ങളുടെ മാക്സിമം പൊട്ടൻഷ്യൽ എന്താണോ അത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റണം. നിങ്ങളുടെ ബ്രെയിനിന്റെ മാക്സിമം പൊട്ടൻഷ്യൽ എന്താണോ അത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റണം. അപ്പം അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അപ്പം ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒരു ടെൻഷനും എടുക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവരുത്. അത് കറക്റ്റ് ടൈമിന് ഇറങ്ങുക, എല്ലാ രീതിയിലും ടെൻഷൻ ഒഴിവാക്കുക. ഇപ്പം ഇൻഡെപ്ത് പറഞ്ഞാൽ നിങ്ങൾ കഴിക്കുന്ന ഫുഡ്, ഇപ്പം എന്തെങ്കിലും പ്രശ്നമുള്ള ഫുഡ് നിങ്ങൾ കഴിച്ചു, എക്സാമിന് അന്ന് രാവിലെ എന്തെങ്കിലും ഇഷ്യൂ വന്നു, ഇതൊക്കെ നമ്മൾ ടെൻഷൻ ആകില്ല. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക. വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് എക്സാമിന് പോകാൻ പറ്റണം. പിന്നെ എക്സാമിന് പോകുമ്പോൾ ഇപ്പം റിവിഷനൊക്കെ കഴിഞ്ഞ് എക്സാമിന് പോകുന്ന അന്ന് രാവിലെ December 3 നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുക, നമ്മൾ ഇതിപ്പോൾ പല രീതിയിലായിരിക്കും ഓരോരുത്തരുടെയും ഒരു പെർസെൻറ്റേജ് ഉണ്ടാവും. എന്ന് വെച്ചാൽ ചില ആൾക്കാർ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ റിസോഴ്സസും കവർ ചെയ്തിട്ടുണ്ടാവും. ഇപ്പം നമ്മുടെ ക്ലാസ്സിലാണ്, ഇപ്പം എൻ്റെ ക്ലാസ്സിലായിരുന്നെങ്കിൽ നമ്മൾ നോർമലി 100% സിലബസ് കവർ ചെയ്തിട്ടുണ്ട്. നമ്മൾ സിലബസ് ഫയൽ വെച്ച് തന്നെ ക്രോസ് ചെക്ക് ചെയ്തതാണ്. 100% സിലബസ് നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. അതായത് സിലബസിൽ ഒരു ചെറിയ പോയിന്റ് പോലും നമ്മൾ വിട്ടുപോയിട്ടില്ല. 100% നമ്മൾ ടോപ്പിക്സ് എല്ലാം റിവൈസ് ചെയ്തതാണ്. ആ റിവിഷൻ ഫേസിൽ നിങ്ങൾ അതെല്ലാം പഠിച്ചിട്ടുണ്ടാവും. അതിനുശേഷം BPP കിറ്റിലെ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. കെപ്ലാൻ കിറ്റിലെ ക്വസ്റ്റ്യൻസ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്.
പാസ് പേപ്പേഴ്സ് ഇൻ ടോട്ടൽ അറൌണ്ട് 120 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതിൽ 120 തന്നെ നമ്മൾ ടാർഗറ്റ് ചെയ്തിട്ടാണ് പോയത്. ബട്ട് മേ ബി ചിലർക്കൊരു 80 ആയിരിക്കും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവുക, ചിലപ്പോൾ 100 കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും, ചിലപ്പോൾ 120 കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ എക്സാം പാസ്സാവാനുള്ള സഫീഷ്യൻ്റ് ആയുള്ള രീതിയിലേക്ക് എന്തായാലും എത്തിയിട്ടുണ്ടാവും. പ്രിപ്പറേഷൻ കുറഞ്ഞു പോയത് കൊണ്ട് നിങ്ങൾ ഫെയിൽ ആവില്ല. നിങ്ങൾ ഇനി ആകെ മാനേജ് ചെയ്യേണ്ടത്, ഞാൻ പറയുന്നത് ഡിസംബർ 3 കാര്യമാണ്. ഡിസംബർ 3 ചിന്തിക്കേണ്ടത്, നിങ്ങൾ ഇനി എക്സാം പാസ്സാവാൻ നിങ്ങൾക്ക് ആകെ വേണ്ടത് ആ 3 hours ഏറ്റവും നന്നായി യൂട്ടിലൈസ് ചെയ്യുക, മാനേജ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. പ്രിപ്പറേഷൻ കുറഞ്ഞു പോയതുകൊണ്ട് ഒരിക്കലും ഇനി നിങ്ങളുടെ മാർക്ക് കുറയാൻ പോകുന്നില്ല. നിങ്ങൾ അത്യാവശ്യം സഫീഷ്യൻ്റ് ആയ രീതിയിൽ പഠിച്ചിട്ടുണ്ടാവും, പഠിക്കാതെയല്ലോ എക്സാമിന് പോകുന്നു. അപ്പോൾ പ്രിപ്പറേഷൻ കുറവാണോ എന്നുള്ളൊരു ഡൗട്ട് എക്സാമിന് പോകുമ്പോൾ വേണ്ട. നമ്മൾ പാസ്സാവാനുള്ള എല്ലാ കാര്യങ്ങളും പ്രിപ്പയർ ചെയ്തിട്ടാണ് പോകുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കാനുള്ള സ്കില്ലാണ്. കറക്റ്റായിട്ട് ബ്രെയിൻ വർക്ക് ചെയ്യണം. കാമായിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റണം. അപ്പം എത്രത്തോളം നിങ്ങൾ പ്രിപ്പയർ ചെയ്തോ അത് മതി എക്സാം പാസ്സാവാൻ. അപ്പം എന്തായാലും എക്സാം പാസ്സായിട്ടേ തിരിച്ചു വരുള്ളൂ എന്നൊരു കോൺഫിഡൻസിൽ വേണം എക്സാമിന് പോകാൻ. അവിടെ ഒരു എന്താ പറയുക, ഒരു ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള രീതിയിൽ, ലൈക്ക് കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ, അല്ലെങ്കിൽ പാസ്സാവുകയാണെങ്കിൽ പാസ്സാവട്ടെ, ഇല്ലെങ്കിൽ ഇല്ല, അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡിൽ പോകരുത്. എന്തായാലും പാസ്സാവണം എന്ന ആറ്റിറ്റ്യൂഡിൽ എക്സാമിൽ പോവുക. ദെൻ എക്സാം ഹോളിൽ കയറി ഇൻസ്ട്രക്ഷൻസ് കാര്യങ്ങളൊക്കെ വായിക്കുന്നു. ക്വസ്റ്റ്യൻസിലേക്ക് എക്സാമിലേക്ക് കടക്കുമ്പം ഇപ്പോഴേ ഞാൻ പറയുകയാണ്, നമ്മുടെ സെൻറ്റർ ബേസ്ഡ് എക്സാമിൽ പലപ്പോഴും കുറച്ച് സ്റ്റുഡൻസിനെങ്കിലും ഈ കമ്പ്യൂട്ടറിൻ്റെ ഇഷ്യൂസ് വരാറുണ്ട്. അത് എത്രയും പെട്ടെന്ന് തന്നെ അവരോട് റിപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ അതും കൂടെ മനസ്സിൽ കാണാം. അതായത് കുറച്ച് ടൈം അത് റിലേറ്റഡ് ആയിട്ട് നമ്മുടെ പോകാൻ ചാൻസ് ഉണ്ട്. അതായത് കമ്പ്യൂട്ടർ സിസ്റ്റം പ്രോപ്പർലി വർക്ക് ചെയ്യുന്നില്ല, എക്സൽ പ്രോപ്പർലി വർക്ക് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ചെയ്ത് വെച്ചത് കുറച്ച് ചെയ്ത കാൽക്കുലേഷൻ ചിലപ്പോൾ മിസ്സായി പോകുന്നു. അങ്ങനത്തെ ഒരു ഇഷ്യൂ കഴിഞ്ഞ തവണയും വന്നിട്ടുണ്ട്. എല്ലാ തവണയും വരാറുണ്ട്, കഴിഞ്ഞ തവണയും വന്നിട്ടുണ്ട്. അപ്പം അതും കൂടെ മനസ്സിൽ കാണാം. അതും ചിലപ്പോൾ സംഭവിക്കും, അത് ഇതിൻ്റെ ഭാഗമാണ്. അപ്പോൾ അത് മുൻകൂട്ടി നിങ്ങൾ മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ഉണ്ടാകുന്ന സമയത്ത് ഭയങ്കര ടെൻഷൻ അടിക്കേണ്ട. അത് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പം അത് കൃത്യമായിട്ട് അവിടെ റിപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും അങ്ങനത്തെ ടെക്നിക്കൽ ഇഷ്യൂസ് വന്നാൽ കൃത്യമായിട്ട് അപ്പോൾ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ അത് റിപ്പോർട്ട് ചെയ്യുക. പിന്നെ എക്സാം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എക്സാമിനൊരു ഓർഡർ, നമ്മൾ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ പല സബ്ജക്റ്റിനും പല രീതിയിലായിരിക്കും ചിലപ്പോൾ അഡ്വൈസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുക. അപ്പം എൻ്റെ ഒരു പേഴ്സണൽ അഡ്വൈസ് എന്ന് പറയുന്നത്, നമ്മൾ എപ്പോഴും സെക്ഷൻ എ വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇൻഡിവിജ്വൽ ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ കിട്ടി വായിച്ചിട്ട് മനസ്സിലായില്ലെങ്കിൽ ഒരു പ്രശ്നവുമില്ല, ധൈര്യമായിട്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പം നമ്മൾ അവിടെ ഒരു ക്വസ്റ്റ്യൻ കിട്ടാത്തതിൻ്റെ പേരിൽ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. അതേസമയം സെക്ഷൻ സിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ വായിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ അത് ഭയങ്കര പ്രശ്നമാണ്. കാരണം ഒരു ക്വസ്റ്റ്യൻ വായിക്കാൻ നമ്മളൊരു 10 മിനിറ്റ്സോളം സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും. അത്രയും വായിച്ചിട്ട് നമുക്കത് മനസ്സിലായില്ല എന്ന് വിചാരിച്ച് നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാനും പറ്റില്ല. കാരണം അത് ഓൾറെഡി 10 മിനിറ്റ്സ് ഇതിൻ്റെ മേലെ പോയി. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയി തിരിച്ച് ഇവിടെ വരുമ്പോൾ വീണ്ടും 10 മിനിറ്റ്സ് ക്വസ്റ്റ്യൻ മനസ്സിലാക്കാൻ വേണ്ടി പോകും. അത്രയും സമയം എക്സാമിനില്ല. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും സേഫ് എന്ന് പറയുന്നത് സെക്ഷൻ എ ക്വസ്റ്റ്യൻസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. ഒരു ക്വസ്റ്റ്യൻ ഒറ്റ നോട്ടത്തിൽ ഈസി ആണെന്ന് തോന്നിയാൽ മാത്രം അത് അറ്റൻഡ് ചെയ്താൽ മതി. നമുക്കറിയാം 15 ക്വസ്റ്റ്യൻസ് ആണ്. 15 ക്വസ്റ്റ്യൻസ് ഇൻറ്റു 2 മാർക്സ്, അങ്ങനെ 30 മാർക്സ് ആണ് ടോട്ടൽ ഉള്ളത്. ഈ 30 മാർക്സിന് മാക്സിമം ഒരു 45 മിനിറ്റ്സ് എടുക്കാൻ പാടുള്ളൂ. നമുക്കറിയാം 180 മിനിറ്റ്സ് ആണ് 100 മാർക്സിന്. അപ്പോൾ 1 മാർക്കിന് 1.8 മിനിറ്റ് ആണ്. എന്നാലും ഞാൻ പറയുന്നത് സെക്ഷനെ മാക്സിമം 45 മിനിറ്റ്സ് എന്ന് ലിമിറ്റ് വെക്കുക. ക്വസ്റ്റ്യൻ ബൈ ക്വസ്റ്റ്യൻ നമുക്ക് ലിമിറ്റ് വെക്കാൻ പറ്റില്ല. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഓക്കെ 1.8 മിനിറ്റ്സ് അല്ലെങ്കിൽ 3.6 മിനിറ്റ്സ്, അങ്ങനെ നമുക്ക് ലിമിറ്റ് വെക്കാൻ പറ്റില്ല. കാരണം എന്താ, മിക്സ് ഒരു പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് അതിനകത്ത് ഉണ്ടാവും. ലൈക്ക് ഇപ്പം 30 സെക്കൻഡ്സ് കൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, 6 മിനിറ്റ്സ് എടുക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പം എല്ലാ ക്വസ്റ്റ്യനും ഒരു സ്റ്റാൻഡേർഡ് ടൈം അലോക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എങ്ങനെ ചെയ്യണം? മൊത്തത്തിൽ സെക്ഷനേക്ക് ഒരു 45 മിനിറ്റ്സ് കൊടുക്കുക. നമ്മുടെ പ്രോസസ്സ് ഇങ്ങനെ ആയിരിക്കും. നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 1 എടുക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 1 എടുത്തു. ഒറ്റ നോട്ടത്തിൽ, ഒറ്റ നോട്ടം എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ലൈൻസും അതിനകത്തെ നമ്പേഴ്സും എമൗണ്ട്സും കുറേ ഉണ്ടെങ്കിൽ കുറേ വായിക്കാനും ചെയ്യാനും ചിലപ്പോൾ ഉണ്ടാവും. ഒന്ന് ജസ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. ലൈൻസ് കുറവാണ്, കാൽക്കുലേഷൻ കുറവാണ്, നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ആണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ഒറ്റ തവണ ചെയ്ത് നോക്കിയിട്ട് അല്ലെങ്കിൽ ഒറ്റ നോട്ടത്തിൽ വായിച്ചിട്ട് ഈസി ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ചെയ്യുക. ടഫാണ് തോന്നുകയാണെങ്കിൽ അത് സ്കിപ്പ് ചെയ്യുക, ഫ്ലാഗ് ചെയ്ത് വെക്കുക, മാർക്ക് ചെയ്ത് വെക്കുക, പിന്നെ ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 1 വായിച്ചു, കിട്ടുന്നില്ല, അടുത്ത ക്വസ്റ്റ്യൻ എടുത്തു. ക്വസ്റ്റ്യൻ നമ്പർ 2 എടുത്തു, വായിച്ചു, ഒറ്റ നോട്ടത്തിൽ അത് കുറച്ച് ബുദ്ധിമുട്ടായി തോന്നി, അതും നമ്മൾ മാറ്റി വയ്ക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 3 എടുത്തു, അതും ടഫായി തോന്നി, മാറ്റി വെച്ചു. ക്വസ്റ്റ്യൻ നമ്പർ 4 എടുത്തു, അതും ടഫായി തോന്നി, മാറ്റി വെച്ചു. അങ്ങനെ ഒരു 3 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 4 ക്വസ്റ്റ്യൻ പോട്ടെ, ഒരു 5 ക്വസ്റ്റ്യൻ അടുപ്പിച്ച് നമുക്ക് മനസ്സിലായില്ല എന്നാലും നിങ്ങൾ ടെൻഷൻ ആവാൻ പാടില്ല. അതല്ലേ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അല്ലാതെ നിങ്ങൾ ചെന്നിട്ട് ഓക്കെ ഒരു ക്വസ്റ്റ്യൻ ടഫായ കുഴപ്പമില്ല പക്ഷെ ബാക്കിയെല്ലാം ഈസി ആവണം, അങ്ങനെ വരില്ല. ഞാൻ പറയുന്നത് ചിലപ്പം വേഴ്സ്റ്റ് കേസ് എക്സ്പെക്ട് ചെയ്യുക, ചിലപ്പോൾ ആദ്യത്തെ 5 ക്വസ്റ്റ്യൻ വായിച്ചതൊന്നും മനസ്സിലായില്ല.
പ്രശ്നമില്ല. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് എന്ന് വെച്ചാൽ ആദ്യത്തെ 5 ക്വസ്റ്റ്യൻസിന് എത്ര മാർക്സ് ഉണ്ട്? ഒരു 10 മാർക്സ്. ബാക്കി 90 മാർക്സ് ഉണ്ടല്ലോ, ഇതിന് പാസ്സാവാം എന്ന് ചിന്തിക്കാനുള്ള പവർ നിങ്ങൾക്ക് ആ സമയത്ത് ഉണ്ടാവണം. ഇപ്പൊ ഞാൻ പറയുമ്പോൾ ഓക്കെയാണ്. ഇത് ആ സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ചിന്തിക്കണം, ഇത് കുഴപ്പമില്ല, നമുക്ക് അടുത്തതിൽ പിടിക്കാം, അടുത്തതിൽ വെച്ചാൽ അടുത്ത എക്സാമിനല്ല, അടുത്ത ക്വസ്റ്റ്യൻസിൽ നിന്ന് ബാക്കി മാർക്ക് എടുക്കാം എന്ന് ചിന്തിക്കാൻ നമുക്ക് പറ്റണം. അപ്പം അതാണ് ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടാവണം. ഇതാണ് ഞാൻ കോൺഫിഡൻസ് കൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പം അങ്ങനെ 1005 ക്വസ്റ്റ്യൻ കിട്ടാതിരിക്കണം എന്നില്ല, എന്നാലും ഞാൻ പറയുകയാണ്, ഒരു വേഴ്സ് കേസ് വന്നാലും നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കുക. എന്നാൽ നിങ്ങൾ നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ, നിങ്ങൾ ഓക്കെ പോട്ടെ പോയി എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ച് പിന്നെ നിങ്ങളുടെ ആ ഒരു എന്താ പറയുക എഫേർട്ട് കുറയും. എന്തായാലും ഇപ്പം മറ്റൊന്നും കിട്ടിയില്ല, അപ്പം ഇനി ക്വസ്റ്റൻ ഒന്നും ആത്മാർത്ഥമായിട്ട് ചെയ്യണ്ട, കിട്ടില്ല, ഓക്കെ അടുത്ത വട്ടം വരാം എന്നൊരു ആറ്റിറ്റ്യൂഡിലോട്ട് പോകും. അത് പോകരുത്. ഞാൻ പറയുന്നത് ചിലപ്പം ഒരു 48 കിട്ടേണ്ട ആൾ നന്നായിട്ടൊന്ന് വർക്ക് ചെയ്താൽ ചിലപ്പോൾ 50 കിട്ടി പാസ്സാവും. പാസ്സാവുക എന്നുള്ളതാണല്ലോ സത്യം പറഞ്ഞാൽ എല്ലാവരുടെയും ഒബ്ജക്റ്റീവ്. ഏറ്റവും മിനിമം അതല്ലേ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്പം പറഞ്ഞു വന്നത്, സെക്ഷൻ എ ക്വസ്റ്റ്യൻസ് എടുക്കുന്നു, ഈസി ക്വസ്റ്റ്യൻസ് മാത്രം, ഒറ്റ നോട്ടത്തിൽ ഈസി ആണെന്ന് തോന്നുന്ന ക്വസ്റ്റ്യൻസ് മാത്രം ആൻസർ ചെയ്യുന്നു. അപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ഞാൻ പറയാണ്, സെക്കൻഡ് ക്വസ്റ്റ്യൻ ഈസി ആയിട്ട് തോന്നി, ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ഈസി ആയിട്ട് തോന്നി, സെവൻത്ത് ക്വസ്റ്റ്യൻ ഈസി ആയിട്ട് തോന്നി, അങ്ങനെ 3 ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞു. പിന്നെ നമുക്ക് എല്ലാം ടഫായിട്ടാണ് തോന്നുന്നത്, പക്ഷെ പിന്നെ സമയമുണ്ട്. അപ്പോൾ പിന്നെ അതിൽ വീണ്ടും എന്ത് ചെയ്യുക, അതിൽ തന്നെ സെക്ഷൻ എ 45 മിനിറ്റ്സ് ഫുൾ സെക്ഷൻ എക്ക് കൊടുക്കുക. ഓക്കെ, 45 മിനിറ്റ്സ് ആയി കഴിഞ്ഞാൽ സെക്ഷൻ എ എത്ര ചെയ്തിട്ടുണ്ടെങ്കിലും സെക്ഷൻ എ മാറ്റിയിട്ട് സെക്ഷൻ ബിയിലേക്ക് നമ്മൾ പോവുകയാണ്. സെക്ഷൻ ബിയിലേക്ക് പോകുന്നു. സെക്ഷൻ ബി നമുക്കറിയാം സിനാരിയോ ബേസ്ഡ് ആണ്. 3 സിനാരിയോ ബേസ്ഡ്, 5 സബ് ക്വസ്റ്റ്യൻസ്, ഓരോന്നിനും 2 മാർക്സ്, അങ്ങനെ 30 മാർക്സ്. അതും ഞാൻ പറയുന്നത് ഒരു 45 മിനിറ്റ്സ് അതിനും അലോക്കേറ്റ് ചെയ്യും. അപ്പം അതിലെങ്ങനെയാണെന്ന് വെച്ചാൽ അപ്പോൾ ഒരു 15 എന്ന രീതിയിൽ അലോക്കേറ്റ് ചെയ്യാം. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിലും ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എടുക്കാം. അപ്പം ഈസി ആയിട്ടുള്ള ക്വസ്റ്റൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ടോപ്പിക്ക് ജസ്റ്റ് നോക്കുക, ജസ്റ്റ് റിക്വയർഡ് വായിക്കുമ്പോൾ മനസ്സിലാവുമല്ലോ ഏതാണ് ടോപ്പിക് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ആണെങ്കിൽ എടുക്കാം, പിന്നെ ഡാറ്റ കുറവാണെങ്കിൽ എടുക്കാം. ഇനി ഏതൊരു സെക്ഷൻ ബി ക്വസ്റ്റൻ എടുത്താലും എല്ലാം ചിലപ്പോൾ ഓർഡറിൽ തന്നെ കാൽക്കുലേറ്റ് ചെയ്യണമെന്നില്ല. ചിലപ്പം ആദ്യത്തെ ഒരു 2 ക്വസ്റ്റൻ ഓർഡറിലായിരിക്കും. ലൈക്ക് ഇപ്പം ഫസ്റ്റ് സബ് ക്വസ്റ്റൻ ആൻസർ ചെയ്താലേ സെക്കൻഡ് ക്വസ്റ്റൻ കിട്ടുള്ളൂ, സെക്കൻഡ് ക്വസ്റ്റൻ്റെ ആൻസർ കിട്ടുള്ളൂ. പക്ഷെ ഉറപ്പായിട്ടും എല്ലാ സെക്ഷൻ ബി ക്വസ്റ്റനിലും റിലേറ്റഡ് അല്ലാത്ത രീതിയിൽ കുറച്ച് തിയറി ക്വസ്റ്റൻ ഉണ്ട്. അതായത് ഇപ്പോൾ ഒരു 5 ക്വസ്റ്റൻ ഉണ്ടെങ്കിൽ ആദ്യത്തെ 3 നിങ്ങൾക്ക് കിട്ടിയാലും ഇല്ലെങ്കിലും അവസാനത്തെ 2 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചിലപ്പം അല്ലാതെ തന്നെ ആൻസർ ചെയ്യാൻ പറ്റുമായിരിക്കും. അങ്ങനെ ഈസി ക്വസ്റ്റ്യൻസ് അതിനകത്തുണ്ടോ നോക്കുക. അതായത് 3 ക്വസ്റ്റൻ ഉണ്ട്, അതിനെ ഫിൽട്ടർ ചെയ്തിട്ട് അതിൽ ഈസി ക്വസ്റ്റൻ എടുക്കുക, അതിൽ തന്നെ സബ് ക്വസ്റ്റ്യൻസ് നോക്കി അതിൽ നിന്ന് എന്ത് ചെയ്യുക, ഈസി സബ് ക്വസ്റ്റ്യൻസ് ആദ്യം ആൻസർ ചെയ്യുക. ഇത് എപ്പോഴും എക്സാമിന് ഈ ഒരു മൈൻഡ് ഉണ്ടാവണം. അതായത് ഈസി ഏതാണ്, പെട്ടെന്ന് എനിക്ക് മനസ്സിലാവുന്ന ഏതാണ്, പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഏതാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് പോവുക. അപ്പോൾ സെക്ഷൻ ബിയിലും ഒരു 45 മിനിറ്റ്സ് കൊടുക്കുക. അപ്പം ഇപ്പോൾ ഏകദേശം ഒരു 1.5 hours ആയി. ഇനി നമുക്ക് സെക്ഷൻ സിയിലേക്ക് വരാം. സെക്ഷൻ സിയിൽ 2 ക്വസ്റ്റ്യൻ ആണ്, 20 മാർക്കിന് 2 ക്വസ്റ്റ്യൻ. അതിലൊരു 20 മാർക്കിന് ഒരു, ഇനിയിപ്പോൾ നമുക്ക് 1.5 hours ആണുള്ളത്, ഒരു 35 മിനിറ്റ്സ് ടാർഗറ്റ് ചെയ്യാം, അല്ലെങ്കിൽ 35 ടു ഒരു 40 മിനിറ്റ്സ് ടാർഗറ്റ് ചെയ്യാം. 40 മിനിറ്റ്സ് 2 ക്വസ്റ്റ്യനും ഒരു 40 മിനിറ്റ്സ് വെച്ച് ടാർഗറ്റ് ചെയ്യും. അപ്പം സെക്ഷൻ സി ക്വസ്റ്റ്യനിലേക്ക് വരുന്ന സമയത്ത് ഇതേപോലെ തന്നെ 2 ക്വസ്റ്റ്യൻ ഉണ്ട്. ജസ്റ്റ് ഒന്ന് റിക്വയർഡ് നോക്കിയിട്ട് ടോപ്പിക് ഏതാണെന്ന് തീരുമാനിക്കുക. ക്വസ്റ്റ്യനിലെ ഡാറ്റ എത്രത്തോളം ഉണ്ടെന്ന് നോക്കുക. ഭയങ്കര വലിയ ക്വസ്റ്റ്യൻ, ഒരു ചെറിയ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ചെറിയ ക്വസ്റ്റ്യൻ ആദ്യം എടുക്കുക. കാരണം അത്ര കുറച്ച് വായിച്ചാൽ മതിയല്ലോ. ഇതൊക്കെ പ്രോബബിലിറ്റി വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. വലിയ ക്വസ്റ്റ്യൻ ആകുമ്പോൾ കൂടുതൽ വായിക്കണം, കൂടുതൽ കാൽക്കുലേഷൻ ഉണ്ട്, കൂടുതൽ ചെയ്യാനുണ്ടാവും, ടൈം കൂടുതൽ എടുക്കും. ചെറിയ ക്വസ്റ്റ്യൻ ആകുമ്പോൾ കുറച്ചേ വായിക്കേണ്ട ആവശ്യമുള്ളൂ, കുറച്ച് ചെയ്യാനുണ്ടാവുള്ളൂ, അതിന് കുറച്ച് ടൈം മതിയാവും. അങ്ങനെ കമ്പാരിറ്റീവ്ലി ഈസി എന്ന് തോന്നുന്ന ക്വസ്റ്റ്യൻ എടുക്കുക. അതിൽ തന്നെ ഞാൻ ഈ പറഞ്ഞ രീതി ചിന്തിക്കുക. തിയറി ആണോ കാൽക്കുലേഷൻസ് ആണോ നോക്കുക. അതിനകത്ത് ഇപ്പോൾ കാൽക്കുലേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ക്വസ്റ്റ്യൻ മനസ്സിലായി, നിങ്ങളുടെ ഒരു ഫ്രെയിം വർക്ക് സെറ്റ് ചെയ്യുക, ഈസി പോയിന്റ്സ് അല്ലെങ്കിൽ ഡയറക്റ്റ്ലി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന എമൗണ്ട്സ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക. തിയറി ആണെങ്കിൽ ചിലപ്പോൾ വളരെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന മോഡൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, എല്ലാ പാസ് പേപ്പറിലും കാണുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. എന്ന് വെച്ചാൽ ഇപ്പം ഷട്ട് ഡൗൺ ഡിസിഷനിലും അതുപോലെ മേക്ക് ഓർ ബൈലൊക്കെ നോൺ ഫിനാൻഷ്യൽ ഫാക്ടേഴ്സ് ചോദിക്കാറുണ്ട്, അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പം അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക. തിയറി ആൻസർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, തിയറിയിൽ കുറേ സെന്റൻസ് ടൈപ്പ് ചെയ്ത് കൂട്ടിയിട്ട് കാര്യമില്ല, റെലവെന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് വരേണ്ടത്. ഒരേ കാര്യം തന്നെ തിരിച്ചും മറിച്ചും പറയരുത്. അതായത് ഒരു പാരഗ്രാഫ് എഴുതാണ്, ഒരു പോയിന്റ് ഫസ്റ്റ് ആദ്യം നമ്മൾ പറഞ്ഞു, എനിക്ക് തോന്നുന്നു ഓപ്ഷൻ എ ആണ്, എക്സാമ്പിൾ പറയുകയാണെ, നമുക്ക് 2 ഓപ്ഷൻസ് തന്നു, ഓപ്ഷൻ എ ആണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു, വീണ്ടും കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് വീണ്ടും ലാസ്റ്റിലേക്ക് വരുമ്പോൾ അതുകൊണ്ട് ഓപ്ഷൻ എ ആണ് നല്ലത്, ഇങ്ങനെ 2 വട്ടം പറയണ്ട, പക്ഷെ വെറുതെ സമയം പോലെ. അപ്പം ഇത് ഏറ്റവും മിനിമം വേർഡ്സിൽ നിങ്ങൾക്ക് കൺവേ ചെയ്യാനുള്ള കാര്യം കൺവേ ചെയ്യുക. ഒരുപാട്
ഒരുപാട് വലിച്ചു നീട്ടി പറഞ്ഞുകൊണ്ട് മാർക്കില്ല. പോയിന്റ്സ് കൊണ്ടുവരാം. ഇന്ന റീസൺ ഇത് ഓക്കെയാണ്, ഇന്ന റീസൺ ഇത് വേഴ്സ് ആണ്, അങ്ങനെ പോയിന്റ്സ് മാത്രം പറഞ്ഞ് അത് സെന്റൻസ് ആയിട്ട് തന്നെ ടൈപ്പ് ചെയ്യണേ. ഞാൻ പറയുന്നത് ഒരുപാട് വലിച്ചു നീട്ടണ്ട, റിപ്പീറ്റ് ചെയ്യണ്ട, ഡ്യൂപ്ലിക്കേഷൻ അല്ലെങ്കിൽ അങ്ങനെ വരണ്ട എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അങ്ങനെ തിയറി ആൻസേഴ്സ് ആൻസർ ചെയ്യാം. പിന്നെ തിയറി ആൻസർ എല്ലാ ക്വസ്റ്റ്യനിലും എപ്പോഴും തിയറി ലാസ്റ്റ് ടൈപ്പ് ചെയ്യാം അങ്ങനെയില്ല. ചില തിയറി ഭയങ്കര ഈസി ആയിരിക്കും. ഇത് നേരത്തെ പറഞ്ഞ പോലെ ചില തിയറി ഡയറക്റ്റ്ലി നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ചിലപ്പോൾ പക്ക ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ടാവും, അതായത് ക്വസ്റ്റ്യൻ വായിക്കാതെ തന്നെ ആൻസർ ചെയ്യാൻ പറ്റുന്ന തിയറി ക്വസ്റ്റ്യൻ ഉണ്ടാവും. അത് ഈസി മാർക്കാണ്, നമ്മൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ, അത് ചെയ്യാം. പിന്നെ കോമൺ ആയിട്ട് വരുന്ന സിനാരിയോ ബേസ്ഡ് തിയറി ക്വസ്റ്റ്യൻ ഉണ്ടാവും, അത് നമുക്ക് അറിയാൻ പറ്റും, അത് പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും, അതും ചെയ്യാം. കാൽക്കുലേഷൻസ് എല്ലാവരും കാൽക്കുലേഷനിൽ അട്രാക്റ്റഡ് ആയതുകൊണ്ട് ഇപ്പം എക്സാമിന് പോകുന്ന മെജോറിറ്റി സ്റ്റുഡൻസും കാൽക്കുലേഷനിലാണ് കൂടുതൽ ഇൻട്രസ്റ്റ്. അതുകൊണ്ട് തന്നെ കാൽക്കുലേഷൻ ടഫ് ആവാനുള്ള ചാൻസ് എക്സാമിന് കൂടുതലാണ്. അത്ര ഈസിലി ഫൈനൽ ആൻസറിലേക്ക് എത്തില്ല, കുറച്ചധികം കാൽക്കുലേഷൻസും കൺഫ്യൂഷനൊക്കെ ചിലപ്പം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇത് നോക്കിയിട്ട് ഞാൻ പറഞ്ഞ പോലെ ഈസി മാർക്സ് എടുത്ത് ചെയ്യുക. പിന്നെ ടൈം ലിമിറ്റ് വെച്ചത് കറക്റ്റ് ആയിട്ട് ഇവിടെ ഫോളോ ചെയ്യുക. 40 മിനിറ്റ്സ് എന്ന് പറഞ്ഞാൽ 40 മിനിറ്റ്സിൽ നിർബന്ധമായും അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും. കാരണം ഓരോ ക്വസ്റ്റ്യൻ്റെ ഈസി മാർക്സ് നമ്മൾ ആദ്യം എടുക്കുന്നുണ്ടല്ലോ. അപ്പം ആദ്യത്തെ സെക്ഷൻ ക്വസ്റ്റ്യൻ്റെ ഈസി മാർക്സ് കിട്ടി, പിന്നെ കുറേ നേരം അവിടെ ഇരിക്കുന്നതിനേക്കാൾ നല്ലത് അടുത്ത ക്വസ്റ്റ്യനിൽ പോയാൽ അതിൻ്റെ ഈസി മാർക്സ് കിട്ടും. അതാണ് കമ്പാരിറ്റീവ്ലി ബെറ്റർ. അപ്പം ഈ ഒരു അപ്രോച്ച് എടുക്കുക. പിന്നെ ലാസ്റ്റ് ടൈം ഉണ്ടെങ്കിൽ നമ്മൾ പെൻഡിങ് വെച്ച ക്വസ്റ്റ്യൻസ് വന്നിട്ട് എന്ത് ചെയ്യുക, ആൻസർ ചെയ്യുക. പിന്നെ എപ്പോഴും എല്ലാ ക്വസ്റ്റ്യനിലും ഓപ്ഷൻസ് സെലക്ട് ചെയ്തിടാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൻസർ കിട്ടിയില്ലെങ്കിലും എന്തെങ്കിലും ഒരു ഓപ്ഷൻ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്ത് വെക്കുക. അപ്പം ഇതൊക്കെ ആയിരിക്കണം നമ്മളൊരു അപ്രോച്ച് എന്ന് പറയുന്നത്. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം തന്നെ ഏറ്റവും കീ ആയിട്ടുള്ള കാര്യം, എക്സാമിന് പോകുമ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങളുടെ ഒരു കോൺഫിഡൻസ് ആണ്. എത്രത്തോളം എക്സാം ടഫ് ആയാലും അത് മാക്സിമം ആലോചിച്ച് വായിച്ച് അതിൽ തന്നെ ഈസി ആയിട്ടുള്ള, ഇപ്പം നമ്മൾ പറയില്ലേ, വലിയൊരു ലോക്കാണെങ്കിൽ, വലിയൊരു കുരുക്കാണെങ്കിൽ അതിൽ നിന്ന് ഓരോരോ ഏരിയ അഴിച്ച് കറക്റ്റാക്കി കൊണ്ടുവരും. അതായത് ഭയങ്കര കോംപ്ലക്സ് ആയിരിക്കും ചിലപ്പം, അതിൽ നിന്ന് ജനറലി ഞാൻ പറയുന്നൊരു പോയിന്റ്, ഇപ്പം നമ്മൾ ഒരു കാൽക്കുലേഷൻ ക്വസ്റ്റ്യൻ ഭയങ്കര ടഫാണ്, കുറേ നമ്പേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞ് നമുക്ക് മനസ്സിലാവുന്നില്ല. അതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഒരു എമൗണ്ട് എടുത്തിട്ട് നിങ്ങളുടെ ആൻസറിലേക്ക് ജസ്റ്റ് ഇപ്പോൾ ഫസ്റ്റ് പ്രൊഡക്റ്റ് അതിൻ്റെ കോൺട്രിബ്യൂഷൻ ഇതാണ്, അതിൻ്റെ സെല്ലിംഗ് പ്രൈസ് ഇതാണ്, വേരിയബിൾ, അങ്ങനെ ക്വസ്റ്റനിൽ നിന്നുള്ള ഓരോ കാര്യങ്ങൾ സെപ്പറേറ്റ്ലി മാറ്റി 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 നിങ്ങൾ ആൻസറിലേക്ക് കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ പതിയെ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടും അതിനകത്ത്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് ഇത് കിട്ടും. അങ്ങനെ ആൻസറിലേക്ക് വേണ്ട അല്ലെങ്കിൽ നിങ്ങളുടെ റിക്വയർഡ് എന്താണോ അതിലേക്ക് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഒരിക്കലും നമ്മൾ ക്വസ്റ്റ്യൻ ടഫ് ആയെന്ന് പറഞ്ഞിട്ട് ഡെസ്പ് ആവരുത്. ക്വസ്റ്റ്യൻസ് ടഫ് ആവാൻ ചാൻസ് ഉണ്ട്, എസ്പെഷ്യലി ഒരു സെക്ഷൻ സി ക്വസ്റ്റ്യൻ ടഫ് ആവാൻ ചാൻസ് ഉണ്ട്. പിന്നെ സെക്ഷൻ സി ക്വസ്റ്റ്യൻസിൽ പലപ്പോഴും ഇൻഫർമേഷൻ്റെയും എൻവിയോൺമെന്റൽ അക്കൗണ്ടിങ്ങിൻ്റെയും ക്വസ്റ്റ്യൻസ് കണക്ട് ചെയ്ത് വരാറുണ്ട്. ചിലപ്പോൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വരാം, അല്ലെങ്കിൽ സിനാരിയോയിലേക്ക് കണക്ട് ചെയ്ത് കുറച്ച് എൻവിയോൺമെന്റൽ അക്കൗണ്ടിങ് ഒക്കെ എഴുതേണ്ടി വരാം. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എക്സാമിന് വരാം. അപ്പം അത് പ്രിപ്പയർ ചെയ്യുക. അപ്പം ടോപ്പിക്സ് ഒന്നും സ്കിപ്പ് ചെയ്യരുത്. എല്ലാ ടോപ്പിക്സും ലാസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാൻ ഇനിയും ടൈമുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഒരു ഫൈനൽ അഡ്വൈസ് പോലെ പറയാനുള്ളത്. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ്, ക്വസ്റ്റ്യൻ റിലേറ്റഡോ ടോപ്പിക് റിലേറ്റഡ് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. ക്വസ്റ്റ്യനോ ടോപ്പിക്കിലോ ഡൗട്ട് ഉണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. ഇത് നമ്മൾ കോമൺ ആയിട്ടൊരു ഇത് വെബിനാർ പോലെ ചെയ്യുന്നത് കൊണ്ട് നമ്മൾ കോമൺ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നു. പ്ലസ് ഇത് യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ആയതുകൊണ്ട് ആ ഒരു സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻഡിവിജ്വൽ ഓരോ ഡൗട്ടുകളിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകാത്തത്. അപ്പം എന്തെങ്കിലും വേറെ ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് പേഴ്സണലി മെസ്സേജ് അയക്കുക. നമ്പർ ഓൾറെഡി ഗ്രൂപ്പിലുണ്ട്, പേഴ്സണലി മെസ്സേജ് അയക്കുക. നമുക്ക് എന്ത് ചെയ്യാം, എന്തെങ്കിലും ഡൗട്ട്സ് ഉള്ളത് വാട്സപ്പ് ത്രൂ എന്ത് ചെയ്യാം, ക്ലിയർ ചെയ്യാം. വാട്സപ്പ് അല്ലെങ്കിൽ വിളിച്ചോ എന്ത് ചെയ്യാം, ക്ലിയർ ചെയ്യാൻ പ്രശ്നമില്ല. അപ്പം ഇത്രയാണ് ഒരു ഫൈനൽ അഡ്വൈസ് എന്ന രീതി പറയാനുള്ളത്. അപ്പം ഇനിയുള്ള 2 ഡേയ്സ് ഏറ്റവും അടിപൊളിയായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. ഇത്രേ പറയുന്നുള്ളൂ. നിങ്ങളുടെ പ്രിപ്പറേഷൻ സഫീഷ്യൻ്റ് ആയിരിക്കും. നന്നായിട്ട് പഠിച്ചാൽ ഇനിയുള്ള 2 ദിവസം നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്താൽ, നല്ല കോൺഫിഡൻ്റ് ആയിട്ടിരുന്നാൽ നമുക്ക് എക്സാം പാസ്സാവാം. നിങ്ങൾ ഫ്രണ്ട്സ് പറയുന്നതോ അല്ലെങ്കിൽ സീനിയേഴ്സ് പറയുന്നതോ, അതായത് PM എഴുതി ഫെയിലായ ആൾക്കാർ പറയുന്നത് അധികം കേൾക്കണ്ട, പാസ്സായ ആൾക്കാർ പറയുന്നത് അധികം കേൾക്കണ്ടെന്ന് ഞാൻ പറയും. കാരണം അതൊക്കെ ഓരോരുത്തരും പറയുന്നത് ഇൻഡിവിജ്വൽ എക്സ്പീരിയൻസിന്റെ ബേസിലാണ്. ഞാനത് ജനറലൈസ് ചെയ്ത് ഒരു കോമൺ പേഴ്സ്പെക്റ്റീവിലാണ് ഞാൻ പറയുന്നത്. അപ്പം ഈ പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്താൽ നമുക്ക് PM പേപ്പർ എന്ത് ചെയ്യാം, പാസ്സാവാം. അപ്പോൾ ധൈര്യമായിട്ട് പ്രിപ്പയർ ചെയ്യുക, നന്നായി പ്രിപ്പയർ ചെയ്യുക, എക്സാമിന് പോവുക, പാസ്സാവുക, തിരിച്ചു വരിക, അത്രേ ഉള്ളൂ പരിപാടി. ഓക്കെ, അപ്പം ഇതോടെ നമ്മുടെ മാരത്തോൺ റിവിഷൻ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. സോ ഒരു 3 ഡേയ്സിലെ സെഷൻ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പം എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ ഫർദർ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ അടിപൊളിയായിട്ട് പഠിക്കുക. അപ്പോൾ എല്ലാവരും ഏറ്റവും അടിപൊളിയായിട്ട് പാസ്സാവട്ടെ. പറ്റുമെങ്കിൽ നാഷണൽ റാങ്കും വേൾഡ് റാങ്കൊക്കെ കിട്ടട്ടെ. നമുക്ക് സ്ഥിരമായിട്ട് PM ന് റാങ്ക് കിട്ടാറുണ്ട്.
നമ്മുടെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ മീൻസ് കഴിഞ്ഞ സെഷനിലൊക്കെ റാങ്കുകൾ കിട്ടാറുണ്ട്. നിങ്ങൾ പേജൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാറുണ്ടാവും. അപ്പം ഇത്തവണയും നമുക്ക് റാങ്കുകളൊക്കെ കിട്ടട്ടെ. റാങ്ക് കിട്ടാൻ വേണ്ടി പഠിക്കണ്ട, പക്ഷെ നന്നായി പഠിച്ചാൽ അതിൻ്റെ കൂടെ ഒരു ബോണസ് ആയിട്ട് റാങ്ക് കിട്ടുകയാണെങ്കിൽ നല്ല കാര്യം. അപ്പം എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക, ഏറ്റവും നല്ല റിസൾട്ടുകൾ വരട്ടെ. എല്ലാവരും ഈ അറ്റംപ്റ്റിൽ തന്നെ ഏറ്റവും നല്ല മാർക്കിൽ പാസ്സാവട്ടെ. സോ ഓൾ ദി ബെസ്റ്റ്. സോ ഇതോടെ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ബാക്കി എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫർദർ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു.